അപ്പോൾ നമുക്കിന്നൊരു കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറി കേട്ടാലോ? കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഒരു തണുത്ത പ്രഭാതം. മറ്റുള്ളവർ മൂടി പുതച്ച് കിടക്കുകയാണെങ്കിലും സഹദേവൻ അതിന് കഴിയുമായിരുന്നില്ല. അയാൾ തൻ്റെ സൈക്കിളും എടുത്തുകൊണ്ട് ജോലിക്ക് പുറപ്പെട്ടു. പത്രവിതരണമാണ് അയാളുടെ ജോലികളിലൊന്ന്. ഒരു സാധാരണക്കാരനായ പ്രാരാബ്ധക്കാരൻ. 42 വയസ്സായെങ്കിലും വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ അമ്മയും 3 അനിയത്തിമാരുമുണ്ട്. അവർ പട്ടണത്തിൽ പഠിക്കുകയാണ്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതുകൊണ്ട് സ്വാഭാവികമായും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അയാളുടെ ചുമലുകളിൽ തന്നെ വന്നു ചേർന്നു. മുഖ്യ തൊഴിൽ ടാക്സി ഓടിക്കലാണ്. വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് കടയുമൊക്കെ നടത്തുന്ന സെബാസ്റ്റ്യൻ മുതലാളിയുടെ ഒരു പഴയ അംബാസഡർ കാറാണ് ടാക്സിയായി ഓടിക്കുന്നത്. അധികം ഓട്ടമൊന്നും കിട്ടാറില്ലെങ്കിലും ചെലവ് കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്നു. രാത്രിയിൽ വണ്ടി ഓടിക്കേണ്ട എന്ന മുതലാളിയുടെ നിർബന്ധം കൊണ്ട് വൈകുന്നേരത്തോടെ കാർ തിരികെ ഏൽപ്പിച്ചിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ തട്ടുകടയിൽ സഹായിയായി കൂടും. അവിടെ നിന്നും അല്പം വരുമാനം ലഭിക്കാറുണ്ട്. പുലർച്ചെ 4:30 ഒരു വാനിൽ പത്രക്കെട്ട് ജംഗ്ഷനിലുള്ള രാജപ്പൻ്റെ കടയുടെ മുന്നിൽ കൊണ്ടുവരും. തൻ്റെ കയ്യിലുള്ള കുറിപ്പ് പ്രകാരം പത്രങ്ങളും മാസികകളും വേർതിരിച്ച് വീടുകളിലെത്തിക്കും. വീടുകളും അവിടെ കൊടുക്കേണ്ട പത്രങ്ങളുമൊക്കെ മനഃപ്പാടമാണെങ്കിലും താൻ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് അയാൾ എപ്പോഴും കൂടെ കരുതിയിരുന്നു. സഹദേവൻ ജംഗ്ഷനിലെത്തി. അല്പം കഴിഞ്ഞ് പത്രക്കെട്ടുമായി വാൻ അവിടെ എത്തി. പത്രക്കെട്ടുകൾ അയാൾ രാജപ്പൻ്റെ കടത്തിണ്ണയിൽ വെച്ചു. പിന്നെ ധൃതിയിൽ അതെല്ലാം ക്രമത്തിൽ അടുക്കി സൈക്കിളിൽ വെച്ചിട്ട് തൻ്റെ യാത്ര ആരംഭിച്ചു. നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെ വീടുകളിലേക്കുള്ള പത്രവിതരണമാണ് അയാൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഇത്രയും ദൂരം വിതരണം നടത്തുന്നതുകൊണ്ട് കമ്മീഷൻ അല്പം കൂടുതൽ ലഭിക്കുകയും ചെയ്യും. ഒരല്പം ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സൈക്കിൾ യാത്ര അല്പം ദുഷ്കരമാണ്. പക്ഷെ അതൊന്നും സഹദേവനെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ പ്രദേശത്ത് വീടുകൾ തമ്മിൽ അല്പം ദൂരമുണ്ട്. ചില സ്ഥലങ്ങളിൽ മനുഷ്യവാസം കൂടിയില്ല. ആരുടെയൊക്കെയോ തോട്ടങ്ങളാണ് അവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ സഹദേവന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 4-5 വീടുകളിലേക്കുള്ള പത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞ് തരക്കേടില്ലാത്തൊരു കയറ്റം. സൈക്കിൾ ഉന്തിക്കയറ്റിയിട്ട് സഹദേവൻ അല്പനേരം നിന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ സഹദേവന് തോന്നി. പിന്നെ വീണ്ടും സൈക്കിൾ പ്രയാണം ആരംഭിച്ചു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അല്പം ദൂരെ റോഡരികിൽ ഒരു ആഡംബരക്കാർ നിർത്തിയിട്ടിരിക്കുന്നു. അയാൾ തൻ്റെ സൈക്കിളിൽ അതിൻ്റെ അടുത്ത് ചെന്നു. കാറിനുള്ളിൽ ആരോ കിടന്നുറങ്ങുന്നു. കാർ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് സഹദേവൻ വേഗത്തിൽ സൈക്കിൾ പായിച്ചു. 2 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം 7:30 ആയപ്പോഴേക്കും സഹദേവൻ തിരികെയുള്ള യാത്ര ആരംഭിച്ചു. വീണ്ടും കയറ്റം. പത്രക്കെട്ടിൻ്റെ ഭാരമില്ലാത്തതുകൊണ്ട് സൈക്കിൾ ചവിട്ടി കയറ്റി. അതാ ആ കാർ അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതെന്തുറക്കമാണ്? സമയം 7:30 കഴിഞ്ഞല്ലോ, സഹദേവൻ മനസ്സിൽ പറഞ്ഞു. ഇനി ചിലപ്പോൾ രാത്രിയിൽ വഴി തെറ്റിയിട്ട് കാറിൽ തന്നെ കിടന്നുറങ്ങിയതാവും. ആരാണെന്ന് ഒന്ന് അന്വേഷിക്കാം. ഇതും മനസ്സിൽ പറഞ്ഞ് സഹദേവൻ കാറിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് സഹദേവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം. അതിൻ്റെ നേർത്ത ശബ്ദം കേൾക്കാം. മാത്രമല്ല പെട്രോളിൻ്റെ രൂക്ഷ ഗന്ധവും വരുന്നുണ്ട്. സഹദേവൻ കാറിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചു. സാറേ. കാറിൻ്റെ ഉള്ളിൽ അനക്കമൊന്നുമില്ല. സഹദേവൻ ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയാണ്. സഹദേവൻ മറുവശത്തുള്ള ഡോറ് തുറക്കാനായി കാറിൻ്റെ പിൻഭാഗത്തേക്ക് ഓടിപ്പോയി. അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കാറിൻ്റെ പുകക്കുഴലിൽ ഒരു ഹോസ് ഘടിപ്പിച്ചിരിക്കുന്നു. ഞെട്ടലോടെ സഹദേവൻ ഹോസിൻ്റെ അടുത്തറ്റം നോക്കിപ്പോയി. അത് പിൻഭാഗത്തെ ഡോറിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തിയിട്ട് അതിനിടയിലൂടെ കാറിൻ്റെ ഉള്ളിലേക്ക് നീട്ടിയിട്ടിരിക്കുന്നു. അല്പനേരം സഹദേവൻ സ്തംഭിച്ചു നിന്നു. പിന്നീട് സുബോധം വീണ്ടെടുത്ത് തൻ്റെ മൊബൈൽ ഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ രാഘവനാണ് ഫോൺ എടുത്തത്. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, ഇവിടെ ഒരു കാറിൽ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നു, വിറയലോടെ സഹദേവൻ പറഞ്ഞു. ആക്സിഡന്റ് പറ്റിയതാണോ? അല്ല, കാർ ഇടിച്ചിട്ടൊന്നുമില്ല. പിന്നെ കാറിന്റെ പുകക്കുഴലിൽ നിന്നും ഒരു ഹോസ് കാറിന്റെ ഉള്ളിലേക്ക് നീട്ടിയിട്ടിട്ടുമുണ്ട്. വേഗം സ്ഥലം പറ, നിങ്ങൾ അവിടെ തന്നെ കാണണം. സഹദേവൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. ശരി, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. രാഘവൻ ഫോൺ വെച്ചിട്ട് മുരളിപ്പിള്ളയെ വിവരം അറിയിച്ചു. മുരളിപ്പിള്ള SI ജേക്കബിനോട് കാര്യങ്ങൾ പറഞ്ഞു. അരമണിക്കൂറിന്റെ ഉള്ളിൽ പോലീസ് സംഘവും ആംബുലൻസും സഹദേവൻ പറഞ്ഞ സ്ഥലത്തെത്തി. പോലീസ് സംഘം എത്തുമ്പോഴേക്കും അവിടെ കുറച്ച് ആളുകൾ കൂടിയിരുന്നു. ഇത് കണ്ട മുരളിപ്പിള്ള വിളിച്ചു പറഞ്ഞു, ആരും കാറിൽ തുടരുത്. ഇത് കേട്ടതും അവർ കാറിന്റെ അടുത്ത് നിന്നും മാറി നിന്നു. ജേക്കബ് കാറും പരിസരവും നിരീക്ഷിച്ചു. അതിനുശേഷം ഡോർ തുറക്കാൻ ശ്രമിച്ചു. പരിശ്രമം വിഫലമായപ്പോൾ ടൗണിൽ നിന്നും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരാൻ ഏർപ്പാടുണ്ടാക്കി. മെക്കാനിക്ക് വന്നിട്ട് ഡോർ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അല്പസമയത്തിന് ശേഷം ഡോറ് തുറന്നതും പെട്രോളിന്റെ രൂക്ഷഗന്ധം അവിടെയെല്ലാം പരന്നു. നല്ലപോലെ ശ്വാസം എടുത്ത് പിടിച്ചിട്ട് ജേക്കബ് തൂവാല കൊണ്ട് കൈ മൂടിയിട്ട് താക്കോൽ തിരിച്ച് എഞ്ചിൻ ഓഫാക്കി. പിന്നീട് തൂവാല കൊണ്ട് മൂക്കുമൂടി കാറിൽ കിടന്നിരുന്ന ആളുടെ കഴുത്തിൽ വിരൽ കൊണ്ട് അല്പനേരം തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, മരിച്ചു.
4 ഡോറുകളും തുറന്നിട്ടതിന് ശേഷം അല്പം കുനിഞ്ഞ് ഡ്രൈവർ സീറ്റിൽ കിടന്നിരുന്ന ആളെ പരിശോധിക്കാൻ തുടങ്ങി. ക്രീം നിറത്തിലുള്ള ഷർട്ടും ചാരനിറമുള്ള പാൻറ്റുമാണ് വേഷം. ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മുഖവും കൈകളും ഇരുണ്ട നിറമായിരിക്കുന്നു. 50നോടടുപ്പിച്ച് പ്രായം തോന്നി. ഡ്രൈവർ സീറ്റിൽ ചാരി കിടക്കുകയാണ്. കൈകൾ രണ്ടും മടിയിൽ നിവർത്തിയിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നല്ലപോലെ ചാരി കിടക്കുകയാണ്. ഒരുപക്ഷെ കിടക്കുവാനുള്ള സൗകര്യത്തിന് ചാരി വെച്ചതാകാമെന്ന് ജേക്കബ് അനുമാനിച്ചു. തല ചെറുതായി ചരിഞ്ഞിരുന്നു. വായ അല്പം തുറന്നിട്ടുമുണ്ട്. കാലുകൾ അടുപ്പിച്ചു പിടിച്ച് അല്പം മടക്കിയിരിക്കുന്നു. കാണപ്പെട്ട ഭാഗങ്ങളിൽ മുറിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 5.5 അടിയോളം ഉയരവും തടിച്ച ശരീരപ്രകൃതവുമാണ്. കട്ടിമീശയും കവിളുകൾ വൃത്തിയായി ക്ഷൗരം ചെയ്തിട്ടുണ്ട്. വലതു കൈയിൽ സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റും മോതിരവിരലിൽ ഒരു മോതിരവുമുണ്ട്. ജേക്കബ് ശ്രദ്ധയോടെ മോതിരവിരൽ അല്പം ഉയർത്തി നോക്കി. അതിൽ എഴുതിയിരിക്കുന്ന പേര് വായിക്കാൻ ശ്രമിച്ചു. അതിൽ ആൻസി എന്നാണ് എഴുതിയിരിക്കുന്നത്. വിരലുകൾ പഴയപടി വച്ചതിനു ശേഷം ഷർട്ടിന്റെ പോക്കറ്റ് പരിശോധിച്ചു. അതിലൊരു സിഗരറ്റിന്റെ പാക്കറ്റും ലൈറ്ററും 500 രൂപയുടെ ഒരു നോട്ടും പിന്നെ ഒരു പേനയുമാണ് ഉണ്ടായിരുന്നത്. ജേക്കബ് സിഗരറ്റ് പാക്കറ്റ് സൂക്ഷ്മതയോടെ തൂവാല കൊണ്ടെടുത്ത് പരിശോധിച്ചു. അത് വിദേശ നിർമ്മിതമായ റോത്ത്മാൻസ് എന്ന ബ്രാൻഡായിരുന്നു. കവർ തുറന്നു നോക്കി. അതിൽ 8 സിഗരറ്റുകൾ കിടപ്പുണ്ട്. 20 സിഗരറ്റിന്റെ പാക്കറ്റാണെന്ന് കവറിന്റെ പുറംചട്ടയിൽ എഴുതിയിരുന്നു. സിഗരറ്റ് പാക്കറ്റ് തിരികെ വച്ചതിന് ശേഷം കാലുകളിൽ നോക്കി. ചെരുപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കാറിന്റെ പ്ലാറ്റ്ഫോമിൽ 2 ലെതർ ചെരുപ്പുകൾ കിടന്നിരുന്നു. കാറിന്റെ ഉൾഭാഗം വളരെ വൃത്തിയായി കിടന്നിരുന്നു. AC ഓഫായിരുന്നു. തൊട്ടടുത്ത സീറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ കിടന്നിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കേണ്ടതുകൊണ്ട് ജേക്കബ് അതെടുത്തില്ല. പരിശോധന മതിയാക്കി നിവരാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ കോളറിന് താഴെയുള്ള ഒരു ബട്ടൺസ് പറഞ്ഞു പോയിരിക്കുന്നു. ബട്ടൺസ് ഇല്ലെങ്കിലും അവിടെ നൂല് പൊട്ടി തള്ളി നിന്നിരുന്നു. ജേക്കബ് മറ്റു ബട്ടൺസുകളുടെ സ്ഥാനം നോക്കി. അവയെല്ലാം അവിടെ തന്നെയുണ്ട്. ഇതൊരെണ്ണം മാത്രം കാണാനില്ല. പാന്റിന്റെ വലത്തെ പോകറ്റ് ഒരു അല്പം വിടർത്തിയിരിക്കുന്നത് ജേക്കബ് ശ്രദ്ധിച്ചു. വീണ്ടും അല്പം കുനിഞ്ഞ് ശ്രദ്ധയോടെ ഇത് പുറത്തെടുത്തു. ഒരു പേഴ്സായിരുന്നു അത്. അതിൽ ഡ്രൈവിംഗ് ലൈസൻസും ATM കാർഡും 10,000 രൂപയും ഉണ്ടായിരുന്നു. RT ഓഫീസിൽ വിളിച്ച് ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിശദാംശങ്ങൾ കൊടുത്ത ശേഷം അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. അല്പസമയത്തിന്റെ ഉള്ളിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ജേക്കബ് കാറിന്റെ പിൻഭാഗത്തേക്ക് ചെന്ന് പുകക്കുഴൽ പരിശോധിച്ചു. പുകക്കുഴലിൽ ഒരു ഹോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഹോസിന്റെ അറ്റം പുകക്കുഴലിലേക്ക് ശക്തിയായി തള്ളി വച്ചിട്ട് നൂൽക്കമ്പി കൊണ്ട് ചുറ്റി മുറുക്കിയിരിക്കുന്നു. പച്ച നിറമുള്ള ഹോസ് കറുത്ത വൃത്തങ്ങളുള്ള രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തരം ഹോസാണത്. പുകക്കുഴലിൽ നേർത്ത കനത്തിൽ തുണി ചുറ്റിയിട്ട് അതിനു മുകളിൽ കൂടിയാണ് ഹോസ് ഘടിപ്പിച്ചിരിക്കുന്നത്. പുകക്കുഴലിലെ ചൂട് തട്ടി ഹോസ് ഉരുകാതിരിക്കാൻ വേണ്ടിയാണത് ചെയ്തതെന്ന് ജേക്കബിന് മനസ്സിലായി. പരിശോധന കഴിഞ്ഞ് ജേക്കബ് മുരളിപ്പിള്ളയോട് ചോദിച്ചു, എന്താ പിള്ളേ, എന്തു തോന്നുന്നു? മുരളിപ്പിള്ള തന്റെ വക ഒരു പരിശോധന കഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത് ആത്മഹത്യയാണെന്നാ തോന്നുന്നത്. അതെന്താ അങ്ങനെ തോന്നിയത്? ജേക്കബ് ചോദിച്ചു. കാറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുമായിരുന്നല്ലോ. പോരാത്തതിനകത്ത് നിന്നും പൂട്ടിയിരുന്നു. വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ കാറ് പൂട്ടാൻ പറ്റത്തില്ലല്ലോ. മുരളിപ്പിള്ള തന്റെ നിഗമനം പറഞ്ഞു. നോക്കട്ടെ, ഫോറൻസിക് പരിശോധന കഴിയുമ്പോൾ അറിയാം. കാറിന്റെ ഡിക്കി തുറന്നുകൊണ്ട് ജേക്കബ് പറഞ്ഞു. ജേക്കബ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ അവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചു. ടൗണിൽ നിന്നും വന്ന ആംബുലൻസിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ആരാ? സഹദേവൻ? ജേക്കബ് ചോദിച്ചു. മുരളിപ്പിള്ള സഹദേവനെ കൈയാട്ടി വിളിച്ചു. ഞാനാണ് സാർ. സഹദേവൻ ജേക്കബിന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങളാണോ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്? അതെ സാർ. നിങ്ങളുടെ ജോലി എന്താ? രാവിലെ പത്രവിതരണം. സെബാസ്റ്റ്യൻ മുതലാളിയുടെ ടാക്സി ഓടിക്കുന്നുണ്ട്. പിന്നെ ടൗണിലെ ഒരു തട്ടുകടയിൽ ചെറിയ സഹായമൊക്കെ ചെയ്യുന്നു. ശരി, എപ്പോഴാണ് കണ്ടത്? സംഭവം ഒന്ന് വിവരിക്കൂ. രാവിലെ ഒരു 4:45 ഞാൻ ടൗണിൽ നിന്നും പത്രക്കെട്ടുമായി എൻ്റെ സൈക്കിളിൽ പുറപ്പെട്ടു. 5 വീടുകളിൽ പത്രമിട്ടിട്ട് ആ കയറ്റം കയറി വന്നപ്പോൾ ഈ കാർ ഇവിടെ കിടക്കുന്നത് കണ്ടു. എന്താ ഇത്രയും ദൂരത്ത് പത്രം വിതരണം ചെയ്യുന്നത്? ടൗണിൽ നിന്നും 5-6 കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ വേറെ വിതരണക്കാരൊന്നുമില്ലേ? ജേക്കബ് ഇടക്ക് കയറി ചോദിച്ചു. കമ്മീഷൻ കൂടുതൽ കിട്ടും. പിന്നെ കാശിന് ഒരുപാട് ആവശ്യമുണ്ട്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടങ്ങളിൽ പത്രമിടുന്നത്. ആള് കൊള്ളാലോ, കുറെ കാശൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ. മുരളിപ്പിള്ള സഹദേവനെ ഒന്ന് അടിമുടിയൊന്ന് നോക്കിയിട്ട് അർത്ഥം വെച്ച് തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. സഹദേവൻ ഒന്നും മിണ്ടാതെ നിന്നു. ശരി, പറഞ്ഞോളൂ, ജേക്കബ് പറഞ്ഞു. കയറ്റം കയറി ഇവിടെ എത്തിയപ്പോൾ ഒരു കാറ് കിടക്കുന്നത് കണ്ടു. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ആരോ കിടക്കുന്നതും. രാത്രിയിലെങ്ങാനും വഴിതെറ്റി അതിലാരോ കിടക്കുന്നതാകുമെന്ന് ഞാൻ കരുതി. കാര്യങ്ങൾ തിരക്കണമെന്നുണ്ടായിരുന്നെങ്കിലും തിരക്കായതുകൊണ്ട് ഞാൻ വേഗം പോയി. വീടുകളിലൊക്കെ പത്രമിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആ കാർ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ സമയം നോക്കിയപ്പോൾ 7:30 കഴിഞ്ഞിരുന്നു. ഞാൻ കാറിന്റെ അടുത്ത് വന്നിട്ട് ഡോറിൽ തട്ടി വിളിച്ചു. അപ്പോഴാണ് കാറിന്റെ എഞ്ചിൻ ഓടുന്ന ശബ്ദം ശ്രദ്ധിച്ചത്. ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഏതെങ്കിലും ഡോർ തുറന്നു കിടക്കുകയാണെന്ന് നോക്കാൻ വേണ്ടി കാറിന്റെ പുറകിലൂടെ വന്നപ്പോൾ പുകക്കുഴലിൽ ഹോസ് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു.
സംഗതി പന്തിയല്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. സഹദേവൻ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. ശരി, തൻ്റെ പേരും മേൽവിലാസവും ആ സാറിന് കൊടുത്തിട്ട് പൊക്കോ. എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളണം. മുരളിപ്പിള്ളയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞു. ശരി സാർ. ഇവിടെ അടുത്ത് വീട്ടുകാർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം, ജേക്കബ് പറഞ്ഞു. സാറേ, നമുക്ക് ജീപ്പിൽ ഇവിടെ ഒന്ന് കറങ്ങാം. അടുത്തെങ്ങും വീടുകൾ ഉള്ളതായി കാണുന്നില്ല, മുരളിപ്പിള്ള പറഞ്ഞു. അതെ. കോൺസ്റ്റബിൾ രാഘവനെ കാറിന്റെ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിട്ട് ജേക്കബും മുരളിപ്പിള്ളയും ഡ്രൈവർ ഷിബുവും ജീപ്പിൽ അവിടെയൊക്കെ ചുറ്റി നടന്നു. 1.5 കിലോമീറ്റർ അപ്പുറത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലായി ഒരു ഓടിട്ട ചെറിയ വീടവർ കണ്ടു. ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം അവർ ആ വീട്ടിലേക്ക് ചെന്നു. ജീപ്പിന്റെ ഹോൺ പലതവണ മുഴക്കിയെങ്കിലും ആരും കതക് തുറന്നില്ല. അവർ അവിടേക്ക് ചുറ്റി നടന്ന് നിരീക്ഷിച്ചു. അവിടെ ആൾതാമസമില്ല എന്നവർക്ക് മനസ്സിലായി. ചെറിയൊരു മുറ്റവും പിന്നെ വീടിന്റെ പരിസരമൊക്കെ കാടും കയറിയും കിടന്നിരുന്നു. അരമണിക്കൂർ നേരത്തെ നിരീക്ഷണത്തിന് ശേഷം അവർ പോകാനൊരുങ്ങിയപ്പോഴാണ് മുരളിപ്പിള്ള ഒരു കാര്യം ശ്രദ്ധിച്ചത്. സാർ, ഇവിടെ ആരൊക്കെയോ വന്നു പോകാറുണ്ട്, ഇത് കണ്ടോ? ഒരു മരത്തിന് ചുവട്ടിൽ കുറച്ച് സിഗരറ്റ് കുറ്റികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുരളിപ്പിള്ള പറഞ്ഞു. അതെ, ഇതിന് കാലപ്പഴക്കം കുറവാണ്. അല്പം മാത്രം എരിഞ്ഞു തീർന്ന ഒരു സിഗരറ്റ് കുറ്റി കയ്യിലെടുത്തുകൊണ്ട് ജേക്കബ് പറഞ്ഞു. ജേക്കബിന്റെ നിരീക്ഷണത്തിൽ അത് റോത്ത്മൻസ് എന്ന ബ്രാൻഡാണെന്ന് മനസ്സിലായി. സിഗരറ്റ് ഫിൽറ്ററിന്റെ അല്പം മുകളിലായി റോത്ത്മാൻസ് എന്ന് ചരിച്ച് എഴുതിയിരിക്കുന്നു. 6 കുറ്റികൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. മരിച്ചയാൾ ഇവിടെ കുറച്ചു നേരം ആരെയോ കാത്തു നിന്നതിന്റെ ലക്ഷണം പോലെ ജേക്കബിന് തോന്നി. ജേക്കബിന്റെ ഫോൺ മുഴങ്ങി. സാർ, ഇത് RT ഓഫീസിൽ നിന്നാണ്. സാറ് തന്ന ലൈസൻസ് നമ്പറിന്റെയും കാർ നമ്പറിന്റെയും ഉടമ ഒരാൾ തന്നെയാണ്. അയാളുടെ പേര് ജോണി വർഗീസ്. ടൗണിലുള്ള അയാളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. പിന്നെ നാട്ടിലൊക്കെ ഇയാളെ ജോണിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉടമയാണ്. ടൗണിൽ തന്നെ 8 ബ്രാഞ്ചുകളുണ്ട്. നല്ല കാശുകാരനാ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിങ്ങൾക്ക് അയാളെ അറിയാമോ? ജേക്കബ് ചോദിച്ചു. നേരിട്ട് പരിചയമില്ല. പണ്ട് കുറച്ച് സ്വർണം വെച്ച് ഒരു വായ്പ ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്, അങ്ങനെ അറിയാം. അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം ജേക്കബ് ഫോൺ വെച്ചു. അതിനുശേഷം ഫോറൻസിക് വിദഗ്ധരെ വിവരം ധരിപ്പിച്ചു. കാറിനുള്ളിലെ അന്വേഷണത്തിന് ശേഷം അവിടെ എത്തിക്കോളാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ജോണിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കണം. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവരുടെ ബന്ധുക്കളെ നമുക്കൊന്ന് കാണണം. പിന്നെ ആ വീട്ടു നമ്പർ കൂടി കുറിച്ചെടുക്ക്. ആ വീടിന്റെ ഉടമസ്ഥനെയും ചോദ്യം ചെയ്യണം, ജേക്കബ് പറഞ്ഞു. ശരി സാർ, മുരളിപ്പിള്ള പറഞ്ഞു. മുരളിപ്പിള്ള വീട്ടു നമ്പർ കുറിച്ചെടുത്തു. ജേക്കബ് അവിടെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മുരളിപ്പിള്ളയ്ക്ക് ആ ശങ്ക വന്നത്. മറ്റൊന്നുമല്ല, മൂത്രശങ്ക തന്നെ. ജേക്കബ് നിന്നിരുന്ന ഭാഗത്ത് നിന്നും അല്പം മാറി മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ ചുവട്ടിലേക്ക് മുരളിപ്പിള്ള ചെന്ന് കൃത്യനിർവഹണം തുടങ്ങാൻ പോയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. തറയിൽ ചുവന്ന നിറമുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കിടക്കുന്നത്. അതിൽ തന്നെ ചരിഞ്ഞു നോക്കിക്കൊണ്ട് തന്റെ ശങ്ക തീർത്തു. സിബുമിട്ട് പാൻ്റൊന്ന് മുകളിലേക്ക് വലിച്ചു നേരെയാക്കിയിട്ട് താൻ കണ്ട പ്ലാസ്റ്റിക് കഷ്ണങ്ങളിൽ ഒന്ന് തറയിൽ നിന്നും എടുത്ത് നോക്കി. ഇത് കണ്ട ജേക്കബ് അവിടേക്ക് ചെന്നു. എന്താ പിള്ളേ, എന്താ ഇത്? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതിനും ആ സിഗരറ്റ് കുറ്റികൾ പോലെ വലിയ പഴക്കമൊന്നുമില്ല. മണ്ണൊന്നും അധികം പറ്റിയിട്ടില്ല. ഇത് കാർ ബ്രേക്ക് ലൈറ്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ജേക്കബ് ആ കഷ്ണങ്ങൾ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഇവിടെ ഇടിച്ചു പൊട്ടിയതാവണം. പ്ലാവിന്റെ തടിയിൽ എന്തോ ഉരഞ്ഞതിന്റെ പാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞു. പക്ഷെ അയാൾ മരിച്ചു കിടന്നിരുന്ന കാറിന്റെ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് വേറെ ഏതെങ്കിലും കാറിൻ്റെതായിരിക്കും, മുരളിപ്പിള്ള പറഞ്ഞു. എന്തായാലും ആ ഫോറൻസിക് പരിശോധന നടക്കട്ടെ, വിശദമായ വിവരം അവർ തരും, ജേക്കബ് പറഞ്ഞു. 2 സ്ഥലങ്ങളിലെയും മണിക്കൂറുകൾ നീണ്ടു നടന്ന ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മൃതദേഹം കിടന്ന കാറ് സ്റ്റേഷനിലേക്ക് മാറ്റുവാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് ജേക്കബും മറ്റു പോലീസുകാരും സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ വിവരം അറിയിച്ചതുകൊണ്ട് തന്നെ DYSP കൃഷ്ണൻ നായരും സംഘവും അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ നായരെ സല്യൂട്ട് ചെയ്തതിനു ശേഷം ജേക്കബ് തന്റെ കണ്ടെത്തലുകളും അനുമാനങ്ങളും പറഞ്ഞു. ജേക്കബിന്റെ അന്വേഷണ രീതികളും മുൻകാലത്തെ മികവുറ്റ അന്വേഷണ മികവിലും കൃഷ്ണൻ നായർക്ക് പൂർണ്ണ സംതൃപ്തിയുള്ളതുകൊണ്ട് തന്നെ ജേക്കബിന് തന്നെ തുടരന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിട്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി. പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുറിയുടെ പുറത്ത് ബന്ധുക്കൾ നിൽപ്പുണ്ടായിരുന്നു. ജേക്കബും മുരളിപ്പിള്ളയും അവരുടെ അടുത്തേക്ക് ചെന്നു. ആരാ ആൻസി? ജേക്കബ് ചോദിച്ചു. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരി അവരുടെ അടുത്തേക്ക് വന്നു. കാഴ്ചയിൽ 40നോടടുത്ത് പ്രായം, മെലിഞ്ഞ ശരീരപ്രകൃതം, വെളുത്ത നിറം, 5 അടി അടുപ്പിച്ച് ഉയരം, ഇളം ചുവപ്പ് കളർ സാരിയും കറുത്ത ബ്ലൗസും ധരിച്ചിരിക്കുന്നു. 2 കൈകളിലും നല്ല കനമുള്ള സ്വർണ്ണവളകളുണ്ട്. കഴുത്തിൽ നേർത്തൊരു ചെയിനും കാതുകളിൽ വജ്രം പതിച്ചിട്ടുള്ള ചെറിയ 2 കമ്മലുകളും അണിഞ്ഞിരിക്കുന്നു. ഞാനാണ് സാർ, ആൻസി പറഞ്ഞു. ജോണിക്കുട്ടിയുടെ ഭാര്യയാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ? ബുദ്ധിമുട്ടില്ല എന്ന അർത്ഥത്തിൽ ആൻസി തലയാട്ടി. ജേക്കബും മുരളിപ്പിള്ളയും ആൻസിയും പോസ്റ്റ്മോർട്ടം മുറിയോട് ചേർന്നുള്ള ഒഴിഞ്ഞ മുറിയിലേക്ക് ചെന്നു. അവിടെ കിടന്നിരുന്ന കസേരകളിൽ 2 എടുത്ത് അടുത്തിട്ടു. മറ്റൊരെണ്ണം അതിന് അഭിമുഖമായി വെച്ചു. ജേക്കബിനും മുരളിപ്പിള്ളയ്ക്കും മുമ്പിലായി ആൻസി ഇരുന്നു. മുരളിപ്പിള്ള മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി.
ജോണിക്കുട്ടിയെക്കുറിച്ചും ഇന്നലെ നടന്ന കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കൂ, ജേക്കബ് ആൻസിയോട് പറഞ്ഞു. ഇച്ചായന് ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്. പാലക്കോട്ട് ഫൈനാൻസിയേഴ്സ്. ടൗണിൽ 8 ബ്രാഞ്ചുകളുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ല. ഇച്ചായന് അത് വലിയ വിഷമമായിരുന്നു. ഇച്ചായന്റെ കാലം കഴിഞ്ഞാൽ ഈ സ്വത്തുകളൊക്കെ അന്യാധീനപ്പെട്ടു പോകുമെന്ന് മിക്കപ്പോഴും പറയാറുണ്ടായിരുന്നു. നല്ലപോലെ മദ്യപിച്ചിരുന്നു. മിക്ക ദിവസവും രാത്രി 8 മണിയോടെ എത്താറുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാറില്ല. മദ്യപിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് കിടക്കും. അപ്പോഴൊക്കെ പിറ്റേന്ന് രാവിലെയാണ് എത്താറ്. ഇന്നലെ രാത്രി 8 മണിയോടെ എത്തിയിട്ട് ഇച്ചായൻ പതിവ് പോലെ മദ്യപിച്ചിരുന്നു. 10:30 വേഷമൊക്കെ മാറി കാറിൽ പുറത്തു പോയതാണ്. ആൻസി കണ്ണു തുടച്ചു. ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് പോയതാണോ? ജേക്കബ് ചോദിച്ചു. അറിയില്ല, ഞാൻ അടുക്കളയിലായിരുന്നു. എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? നീ അത്താഴം കഴിച്ച് കിടന്നു എന്ന് പറഞ്ഞു പോയതാ, മറ്റൊന്നും പറഞ്ഞില്ല. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഞാനും ഇച്ചായനും പിന്നെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയും. ജോണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ? അവർ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ആൻസിയുടെയോ? അപ്പച്ചൻ 4 വർഷം മുമ്പ് മരിച്ചു. ഇപ്പൊ അമ്മച്ചിയും എൻ്റെ ചേട്ടായിയുമാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിലുള്ളത്. ജോണിക്കുട്ടിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരു ചേട്ടൻ. പേര് ബെന്നി വർഗീസ്. ബെന്നിക്കുട്ടി എന്ന് വിളിക്കും. ഗൾഫിലായിരുന്നു. ഇപ്പോൾ ടൗണിൽ ഒരു ജ്വല്ലറി നടത്തുന്നു. ജോണിക്കുട്ടിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി അറിയുമോ? അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഇച്ചായൻ ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു. എപ്പോൾ? കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നപ്പോൾ ഞങ്ങളൊരു ഡോക്ടറെ കണ്ടിരുന്നു. സിറ്റി ആശുപത്രിയിലെ ഡോക്ടർ ഗീത. അന്ന് പരിശോധനകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ജോണിക്കുട്ടി മറ്റൊരു ഡോക്ടറെ കണ്ടിരുന്നു, ഡോക്ടർ രാജേന്ദ്രൻ. ആ ഡോക്ടർ പറഞ്ഞത് ജോണിക്കുട്ടിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ്. പണ്ടപ്പോഴോ ചെറുപ്പത്തിലുണ്ടായ ഒരു അപകടത്തിലാണ് ഇച്ചായന് അങ്ങനെ സംഭവിച്ചതെന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഇച്ചായൻ ആകെ തകർന്നിരുന്നു. അപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞത്. ശരി. നിങ്ങളുടെയും ജോണിക്കുട്ടിയുടെ ചേട്ടൻ ബെന്നിക്കുട്ടിയുടെയും ഫോൺ നമ്പറും അഡ്രസ്സും തന്നിട്ട് നിങ്ങൾക്ക് പോകാം. ജേക്കബ് പറഞ്ഞ വിശദാംശങ്ങൾ മുരളിപ്പിള്ളയ്ക്ക് പറഞ്ഞു കൊടുത്ത ശേഷം ആൻസി അവിടെ നിന്നും ഇറങ്ങി. സാറ്, എനിക്ക് തോന്നുന്നത് ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാ. ആണത്തമില്ലെന്നറിഞ്ഞാൽ ഏതൊരാണിനും അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. മുരളിപ്പിള്ള തന്റെ അഭിപ്രായം പറഞ്ഞു. അത് കല്യാണം കഴിഞ്ഞ് 4 കൊല്ലത്തിന് ശേഷമല്ലേ? ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഇന്നലെ മാത്രം ആത്മഹത്യ ചെയ്യാൻ തോന്നാനുള്ള കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്, ജേക്കബ് പറഞ്ഞു. അത് ചിലപ്പോൾ ഈ പെണ്ണും ജോണിക്കുട്ടിയും തമ്മിൽ വല്ല വഴക്കും നടന്നു കാണും. വഴക്കിനിടയിൽ ചിലപ്പോൾ ജോണിക്കുട്ടിയുടെ കുഴപ്പം ഇവൾ പറഞ്ഞിട്ടുണ്ടാകും. മദ്യലഹരിയിലായതുകൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമായിരിക്കും ആത്മഹത്യ. അതിന് അവരുടെ ടൗണിലുള്ള വീട്ടിൽ നിന്നും ഈ ആൾതാമസമില്ലാത്ത വീട്ടിൽ പിന്നെ വന്നതെന്തിനാ? മാത്രമല്ല, ആ വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയല്ലേ കാർ കിടന്നിരുന്നത്. ഇതിലെന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. സാറ് പറഞ്ഞത് ശരിയാ. ചാവാനാണെങ്കിൽ ആ ആളൊഴിഞ്ഞ വീടിന്റെ മുറ്റത്ത് കിടന്നാകാമായിരുന്നു. ഇത് വണ്ടി റോഡ് സൈഡിലല്ലേ കിടന്നിരുന്നേ. ഇതാരെങ്കിലും കൊന്നതായിരിക്കും. അല്പം ആലോചിച്ചിട്ട് മുരളിപ്പിള്ള പറഞ്ഞു. ആൻസി തന്ന മൊഴി ശരിയാണോ എന്ന് പരിശോധിക്കണം. പിന്നെ ആ വീട്ടിലുള്ളവരുടെയും അയാളുടെ ചേട്ടൻ ബെന്നിക്കുട്ടിയുടെയും. ശരി സാർ. ജേക്കബും മുരളിപ്പിള്ളയും ബെന്നിക്കുട്ടിയെ അവിടെ അന്വേഷിച്ചെങ്കിലും അയാൾ മരണാനന്തര ചടങ്ങുകളുടെ കാര്യങ്ങൾക്കായി പോയിരിക്കുകയാണെന്ന് ചില ബന്ധുക്കൾ പറഞ്ഞു. അവിടെ കൂടി നിന്നിരുന്ന മറ്റു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തി. ബെന്നിക്കുട്ടിയും തന്റെ കുറച്ചു ബന്ധുക്കളും ജോണിക്കുട്ടിയെ അടക്കം ചെയ്യാനുള്ള പെട്ടിക്കായി ലോനപ്പന്റെ കടയിൽ ചെന്നു. ലോനപ്പനാണ് അവിടെ അറിയപ്പെടുന്ന ശവപ്പെട്ടി നിർമ്മാതാവ്. തന്റെ തൊഴിലിൽ നല്ല ആത്മാർത്ഥതയുള്ള ഒരു ദൈവവിശ്വാസി. 65 വയസ്സ് പ്രായം, ഇരുണ്ട നിറം, മെലിഞ്ഞുറഞ്ഞ ശരീരം, കഴുത്തിൽ കൊന്തമാലയുണ്ട്, മീശയും താടിയുമില്ല, ക്ലീൻ ഷേവ്. വീടി വലിയുള്ള ശീലമുള്ളതുകൊണ്ട് സദാസമയവും ചുമയാണ്. VIP കൾക്ക് വേണ്ടി ചില കൂടിയ പെട്ടികൾ ചുരുങ്ങിയ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് തിരക്കുള്ളവർക്ക്. നേരത്തെ പണിതു വെച്ച അനേകം പെട്ടികൾ അവിടെയുണ്ട്. VIP കൾക്കുള്ള പെട്ടികൾ കടയോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ളവ. മരിച്ചു പോയവർക്ക് എന്തിനാ കൊത്തുപണിയുള്ള പെട്ടി എന്ന് ലോനപ്പനോട് ചോദിച്ചാൽ അയാൾ പറയും, ഇത്രയും നല്ല കൊത്തുപണികളുള്ള പെട്ടിയിൽ വരുന്ന ആത്മാവിനെ എങ്ങനെയാ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നേ? ഈ സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് കർത്താവ് പറയും. വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ തന്നെ ഈ കാശൊക്കെ കൂട്ടിവെച്ചിട്ട് എന്തിനാ? മരിച്ചാൽ ഇത് വല്ലതും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞാൽ ആരും കൊത്തുപണികളുള്ള പെട്ടി തന്നെ വാങ്ങിപ്പോകും. ബെന്നിക്കുട്ടിയുടെ കൂടെ വന്നവരും കടയിൽ കയറി. അവിടെ ലോനപ്പന്റെ ഭാര്യ അന്നമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പെട്ടി വേണം, വില കൂടിയത്, ബെന്നിക്കുട്ടി പറഞ്ഞു. അകത്തോട്ട് വന്നാട്ടെ. അന്നമ്മ അവരെ കടയോട് ചേർന്നുള്ള മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ പെട്ടികൾ അവിടെ ഭിത്തിയിലും തറയിലുമായി ചാരി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവയെല്ലാം നോക്കിയിട്ട് മൂലക്കിരുന്നൊരു പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ പെട്ടി മൂടിയിരിക്കുകയായിരുന്നു. അതിന്റെ മൂടി തുറന്ന് ബെന്നിക്കുട്ടി നോക്കി. നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പെട്ടി. മൃതദേഹം കിടത്തുന്ന ഭാഗത്ത് വെള്ള പട്ടുതുണിയും കുശിനും വെച്ചിട്ടുണ്ട്. കൊത്തുപണികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പെട്ടിക്ക് ഇത്രയും വലിപ്പം. ബൈബിൾ വചനങ്ങളും മനോഹരമായൊരു കുരിശും ആ പെട്ടിയുടെ പുറത്തുണ്ട്. ഇതിനെന്താ വില? ബെന്നിക്കുട്ടി ചോദിച്ചു. കുഞ്ഞേ, അത് കൊടുക്കാനുള്ളതല്ല.
ആരോ 1,00,000 രൂപയ്ക്ക് പറഞ്ഞു വെച്ചേക്കുന്നതാ. നല്ല ഈട്ടിത്തടി കൊണ്ട് ചെയ്തതാ. കുറെ നാളെടുത്തു അതിന്റെ പണി തീർക്കാൻ. ബെന്നിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അന്നമ്മ പറഞ്ഞു, ആ പെട്ടിയിൽ കിടക്കേണ്ട ആൾ ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ, ഇനിയും സമയം കാണത്തില്ലേ? ഇതുപോലൊരെണ്ണം ഇനിയും അങ്ങ് പണിതാൽ പോരെ? എന്റെ 1,00,000 കൂടി അധികം കിട്ടുന്നത് വെറുതെ കളയണോ? അന്നമ്മ ആശയക്കുഴപ്പത്തിലായി. മൂത്ത മകളുടെ കല്യാണത്തിന് കാശ് കടം കിട്ടുമോ എന്നറിയാൻ ലോനപ്പന് ഏതോ ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ ഇത് ചെയ്താൽ ഇച്ചായും തിരികെ വരുമ്പോൾ എന്നെ പള്ളു പറയും. ഉറപ്പ്. എന്നാലും സാരമില്ല, മോൾക്ക് വേണ്ടിയല്ലേ. അവളെ മാന്യമായിട്ട് വേറൊരുത്തിന്റെ കൂടെ പറഞ്ഞു വിടാനുള്ളതാ. ഇനി കല്യാണത്തിന് 1 മാസം കൂടിയേ സമയമുള്ളൂ. രൂപയൊന്നും വെറുതെ കിട്ടത്തില്ലല്ലോ. അന്നമ്മ ഒരു തീരുമാനത്തിലെത്തി. സാർ അതെടുത്തോ, പക്ഷേ കടം പറയില്ലേ? കാശിന് ആവശ്യമുള്ളോണ്ടാ. അന്നമ്മ പറഞ്ഞു. കടമൊന്നും പറയത്തില്ല, ഞങ്ങൾ നല്ല തറവാട്ടുകാരാ. പാലക്കോട്ട് വീടെന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, അവറാച്ച മുതലാളിയുടെ മൂത്ത മകനാ ഞാൻ. ആരാ മരിച്ചത്? അന്നമ്മ ആകാംക്ഷയോട് ചോദിച്ചു. എന്റെ അനിയനാ ജോണിക്കുട്ടി. കാശ് കൊടുത്തുകൊണ്ട് ബെന്നിക്കുട്ടി പറഞ്ഞു. കർത്താവേ, അത് കഷ്ടമായി പോയല്ലോ. എന്നാ പറ്റിയതാ? ആത്മഹത്യ ചെയ്യുമായിരുന്നു. കഷ്ടമായി പോയി. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ. താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അന്നമ്മ പറഞ്ഞു. ബെന്നിക്കുട്ടിയുടെ കൂടെ വന്നവർ പെട്ടിയും എടുത്ത് പുറത്തിറങ്ങി. പെട്ടിക്ക് നല്ല ഭാരമായിരുന്നത് കൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടിയാണ് അവർ അത് കൊണ്ടുപോയത്. അവർ അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. ജോണിക്കുട്ടിയുടെ ചില അടുത്ത ബന്ധുക്കൾ വിദേശത്തുള്ളതുകൊണ്ട് സംസ്കാരം നാളെ മാത്രമേ നടക്കുകയുള്ളൂ. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വൈകിട്ട് 4:30-ഓടെ മോർച്ചറിയിലേക്ക് മാറ്റി. ജേക്കബും മുരളിപ്പിള്ളയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കണ്ട് വിശദാംശങ്ങൾ ആരാഞ്ഞു. ജേക്കബ് ക്രൈം സീനിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു. ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ജോണിക്കുട്ടി നല്ലപോലെ മദ്യപിച്ചിരുന്നു. ശരീരത്തിൽ മുറിവുകളൊന്നുമില്ല. ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ശ്വാസകോശത്തിൽ വാഹനത്തിന്റെ പുക നിറഞ്ഞിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് മൂലം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് മരണപ്പെട്ടതാവാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റ് നിരവധി ആളുകൾ മരണപ്പെടാറുണ്ടെന്നും വ്യക്തമാക്കി. വായുസഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിച്ച് AC ഓണാക്കി ജനാലകൾ മൂടിക്കിടക്കുന്ന നിരവധി പേർ ഇത്തരത്തിൽ വിഷബാധയേറ്റ് മരണപ്പെടാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ജേക്കബിന്റെ വിശദീകരണം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് മനഃപൂർവ്വം മരിക്കാൻ വേണ്ടി ചെയ്തതാകാമെന്നും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ അറിയാൻ കഴിയുമെന്നും പറഞ്ഞു. ജേക്കബും മുരളിപ്പിള്ളയും ആശുപത്രിയിലെ നടപടികൾ പൂർത്തിയാക്കി തിരികെ സ്റ്റേഷനിലേക്ക് പോന്നു. സാറേ, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആത്മഹത്യ ആയിരിക്കുമല്ലേ? ആകാം. പക്ഷെ നമുക്ക് മറ്റു വശങ്ങൾ കൂടി നോക്കി കാണേണ്ടതുണ്ട്. ആ പുകക്കുഴലിൽ ഘടിപ്പിച്ചിരുന്ന ഹോസ് ജോണിക്കുട്ടി തന്നെ ഘടിപ്പിച്ചതാണോ? പിന്നെ ആ ആൾതാമസമില്ലാത്ത വീട്ടിൽ അയാൾ എന്തിനു പോയി? വീട്ടിലിരിക്കുന്ന സമയത്ത് 10:30-ഓടെ ആരെങ്കിലും വിളിച്ചിട്ട് പുറത്തേക്ക് പോയതാണോ? നിങ്ങൾ പറഞ്ഞ പോലെ ആൻസിയും ജോണിക്കുട്ടിയും വഴക്കു കൂടിയോ? അങ്ങനെ പലതും. മുരളിപ്പിള്ള മിഴിച്ചു നിന്നു. ഇത്രയും കാര്യങ്ങൾ ജേക്കബ് സാറിന്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന് മുരളിപ്പിള്ള കരുതിയില്ല. ശരിയാ സാറേ, നമുക്ക് അന്വേഷിച്ച് നോക്കാം. ജേക്കബ് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് ജോണിക്കുട്ടിയുടെയും ആൻസിയുടെയും ബെന്നിയുടെയും നമ്പറുകൾ കൊടുത്തിട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 4 ദിവസത്തിന്റെ ഉള്ളിൽ നൽകാമെന്നവർ അറിയിച്ചു. അപ്പോഴാണ് ജേക്കബ് ബെന്നിക്കുട്ടിയെ ചോദ്യം ചെയ്തില്ല എന്ന കാര്യം ഓർത്തത്. ജേക്കബ് ബെന്നിക്കുട്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ബെന്നിക്കുട്ടി അയാളുടെ വീട്ടിൽ ഉണ്ടെന്നറിയിച്ചു. ജേക്കബും മുരളിപ്പിള്ളയും അവിടേക്ക് തിരിച്ചു. ഒരു ആഡംബര വീടാണ് ബെന്നിക്കുട്ടിയുടേത്. വിശാലമായ മുറ്റവും പൂന്തോട്ടവും പിന്നെ മരങ്ങളും കൊണ്ട് ഭംഗിയുള്ള ഒരു കാഴ്ച. മുറ്റത്ത് 2 ആഡംബര കാറുകൾ കിടന്നിരുന്നു. പഴയ തറവാടിനെ അനുസ്മരിപ്പിക്കുന്ന കൊത്തുപണികൾ. ജേക്കബ് കോളിംഗ് ബെല്ലടിച്ചു. ബെന്നിക്കുട്ടിയാണ് വാതിൽ തുറന്നത്. സാർ അകത്തേക്ക് വരൂ, ബെന്നിക്കുട്ടി പറഞ്ഞു. ജേക്കബും മുരളിപ്പിള്ളയും അകത്ത് കയറി സോഫയിലിരുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നത്, ജേക്കബ് പറഞ്ഞു. എന്താണ് സാർ? ജോണിക്കുട്ടിയെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയൂ. ഞാൻ കഴിഞ്ഞ 30 കൊല്ലം ദുബായിലായിരുന്നു. അവിടെ ഒരു പെട്രോളിയം കമ്പനിയിൽ മാനേജറായിരുന്നു. എൻ്റെ കുടുംബവും അവിടെ തന്നെയായിരുന്നു. 2 കൊല്ലം മുമ്പ് അവിടുത്തെ ജോലി രാജിവെച്ചു. നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ഞാനൊരു ജ്വല്ലറി തുടങ്ങി, പാലക്കോട്ട് ജുവല്ലേഴ്സ്. 5 ബ്രാഞ്ചുകളും പിന്നെ കുറച്ച് റബ്ബർ എസ്റ്റേറ്റുകളുമുണ്ട്. 2 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ അമേരിക്കയിലും ഇളയ മകൻ ഓസ്ട്രേലിയയിലുമാണുള്ളത്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി അവിടെ തന്നെയാണ്. പിന്നെ ജോണിക്കുട്ടി എൻ്റെ അനിയനാണ്. പാലക്കോട്ട് ഫൈനാൻസീസ് എന്ന സ്ഥാപനം നടത്തുന്നു. കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. കുട്ടികളില്ല. ചെറുപ്പത്തിൽ അവനൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. അന്ന് ഒടിവും ചതവുമൊക്കെ ഭേദമായെങ്കിലും അവന് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിലവന് വിഷമവും ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ്സൊക്കെ തുടങ്ങിയതിനു ശേഷം അവൻ്റെ മൂഡ് ഓഫ് ഒക്കെ മാറി. പിന്നെ കല്യാണമൊക്കെ കഴിച്ചു. എപ്പോഴും മദ്യപിക്കും. അതിപ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ല. പലിശക്ക് കടം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവന് ശത്രുക്കളും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? മുൻപുണ്ടായിരുന്നു, അപ്പച്ചനുള്ളപ്പോൾ. അത് സ്വത്തം വീതം വയ്ക്കുന്നതിനെ ചൊല്ലിയായിരുന്നു. അന്ന് എനിക്ക് ദുബായിൽ ജോലിയുണ്ടായിരുന്നു. ഇവൻ പണിയൊന്നുമില്ലാതെ വെള്ളമടിച്ച് നടക്കുന്ന സമയം. സ്വത്ത് തുല്യമായി വീതിക്കാതെ അവന് കൂടുതൽ വേണമെന്ന് ജോണിക്കുട്ടി വാശി പിടിച്ചു. ഞാൻ സമ്മതിച്ചില്ല എങ്കിലും അപ്പച്ചന് അവനോടായിരുന്നു താല്പര്യം. ഞാൻ ഗൾഫുകാരനല്ലേ, എൻ്റെ കയ്യിൽ ഇട്ടുമൂടാനുള്ള പണമുണ്ടല്ലോ. ഈ ന്യായങ്ങൾ പറഞ്ഞ് അവന് കൂടുതൽ എഴുതി കൊടുത്തു.
വീതം വയ്ക്കുന്ന സമയത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ദുബായിൽ കഴിഞ്ഞിരുന്നത്. ശമ്പളം വളരെ കുറവായിരുന്നു. പോരാത്തതിന് വീട്ടു ചെലവിനുള്ളതും ഞാനാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ നന്ദിയൊന്നുമില്ലാതെ അപ്പച്ചൻ അവനെല്ലാം കൊടുത്തു. അവനതിൻ്റെ ഭൂരിഭാഗവും വിറ്റിട്ട് ഫിനാൻസ് കമ്പനി തുടങ്ങി. കുറേ കാശുമുണ്ടാക്കി. അപ്പച്ചന് വയ്യാതെ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ അധ്വാനം കൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കും കുറച്ച് കാശുണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സമാധാനമായി ജീവിക്കുന്നു. ജോണിക്കുട്ടിയുടെ മരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവനങ്ങനെ ആത്മഹത്യ ചെയ്യാനും മാത്രം ഒരു മണ്ടനാണെന്ന് തോന്നുന്നില്ല. ഒരു തനി പലിശക്കാരൻ. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, വല്ല വിവരക്കേടും തോന്നിയതാവും. ആത്മഹത്യയല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല. അവന്റെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ചിലപ്പോൾ ശത്രുക്കൾ കണ്ടേക്കാം, എനിക്കറിയില്ല. ഞാനുമായി സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ അവന്റെ ഭാര്യ ആൻസിയോട് ചോദിച്ചാൽ മതി. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം നിങ്ങൾ എവിടെയായിരുന്നു? അല്പനേരം ആലോചിച്ചിട്ട് ജേക്കബ് ചോദിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ജുവല്ലറിയിൽ നിന്നും 8 മണിക്ക് ഇവിടെ എത്തി. എനിക്ക് വേറെ കറക്കമൊന്നുമില്ല. ശരി, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം, ജേക്കബ് പറഞ്ഞു. ശരി. ജേക്കബും മുരളിപ്പിള്ളയും അവിടെ നിന്നും ഇറങ്ങി. തിരികെ പോകും വഴി ജേക്കബ് മുരളിപ്പിള്ളയോട് ചോദിച്ചു, എന്തു തോന്നുന്നു പിള്ളേ? എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, മുരളിപ്പിള്ള പറഞ്ഞു. എന്താ അത്? ജേക്കബ് ചോദിച്ചു. പെന്നിക്കുട്ടിക്ക് അയാളുടെ അനിയനെ അത്ര കാര്യമല്ല. സ്വത്ത് തട്ടിയെടുത്തതിന്റെ ഒരു ചുരുക്കുണ്ട് അയാൾക്ക്. അതെ, എന്തായാലും ഇയാളുടെ മേലും ഒരു കണ്ണുണ്ടാവണം. സൈബർ സെല്ലിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചാൽ ഇയാളുടെ സഞ്ചാരം നമുക്കറിയാൻ കഴിയും. അപ്പോൾ തീരുമാനിക്കാം ഇയാൾ പറഞ്ഞത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. പിറ്റേന്ന് കാലത്ത് തന്നെ മോർച്ചറിയിൽ നിന്നും ജോണിക്കുട്ടിയുടെ മൃതദേഹം ടൗണിൽ നിന്നും 4 കിലോമീറ്റർ അപ്പുറമുള്ള പള്ളിയിലെത്തിച്ചു. പള്ളി വികാരി ഗബ്രിയേലച്ചന്റെ നേതൃത്വത്തിൽ ജോണിക്കുട്ടിയുടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. വൻ ജനക്കൂട്ടം തന്നെ സായിപ്പ് പള്ളിയിലുണ്ടായിരുന്നു. ജോണിക്കുട്ടിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒരു വൻ ജനക്കൂട്ടം. വിലാപഗാനങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ദേവാലയം ജോണിക്കുട്ടിയുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പള്ളിയിൽ നിന്നും അല്പം മാറി 15 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന സെമിത്തേരിയിൽ ജോണിക്കുട്ടിക്കുള്ള കുഴി ജോലിക്കാർ എടുത്തു കഴിഞ്ഞു. സെമിത്തേരിയുടെ ഏകദേശം വടക്കേ അറ്റത്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. പള്ളിയിൽ നിന്നും ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് സെമിത്തേരി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വാഴ്ചയുണ്ടായിരുന്ന കാലത്തുള്ള പള്ളി. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തെ സായിപ്പ് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. നിരവധി വിദേശികളുടെയും കല്ലറകൾ അവിടെ കാണാം. ഇത്രയധികം കല്ലറകൾ ഉള്ളതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ആരും സെമിത്തേരിയുടെ അടുത്തുകൂടിയുള്ള വഴിയിലൂടെ പോകാറില്ല. സെമിത്തേരി നിൽക്കുന്ന ഭാഗം റോഡിൽ നിന്നും അല്പം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും മതിലുകളില്ല. സെമിത്തേരിയിൽ നിന്നും അല്പം ദൂരെയാണ് സെമിത്തേരി സൂക്ഷിപ്പുകാരൻ പാപ്പന്റെ വീട്. 30 വർഷത്തോളമായി അയാൾ അവിടെ ജോലി ചെയ്യുന്നു. പാപ്പന്റെ അഭ്യർത്ഥന പ്രകാരം ഗബ്രിയേലച്ചൻ അയാൾക്കൊരു കൊന്ത സമ്മാനിച്ചു. ആ കൊന്തയുണ്ടെങ്കിൽ ആത്മാക്കളൊന്നും തന്നെ ശല്യം ചെയ്യില്ല എന്ന് അയാൾ വിശ്വസിച്ചു. ഇക്കാലം അത്രയും ആ വിശ്വാസത്തിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടുമില്ല. വഴിവിളക്കുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ വിജനമായി കിടക്കുന്ന ഒരിടമാണ് പള്ളി സെമിത്തേരി. പാപ്പന്റെ വീടൊഴിച്ചാൽ മറ്റു വീടുകളൊക്കെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ്. പ്രായം 60നോടടുപ്പിച്ചുണ്ടെങ്കിലും നല്ല ആരോഗ്യവാനാണ്. ബലിഷ്ഠമായ ശരീരം, 6 അടി ഉയരം, ഇരുണ്ട നിറം. രാത്രികാലങ്ങളിൽ കയ്യിൽ എപ്പോഴും ഗബ്രിയേലച്ചൻ കൊടുത്ത കൊന്തയും ഉണ്ടായിരിക്കും, പിന്നെ ഒരു ബൈബിളും. രാവിലെ 10:30 ജോണിക്കുട്ടിയുടെ വിദേശത്തുള്ള ബന്ധുക്കളൊക്കെ എത്തി. പള്ളിയിൽ പ്രാർത്ഥനകളും വിലാപഗാനങ്ങളും തുടർന്നു. ഉച്ചയ്ക്ക് 1:30 ജോണിക്കുട്ടിയുടെ ഭൗതികദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. തനിക്ക് വിശ്രമിക്കാനുള്ള 6 അടി മണ്ണിൽ ജോണിക്കുട്ടിയെ അടക്കം ചെയ്ത് കുത്തുമണികളുള്ള പെട്ടി ഇറക്കി വെച്ചു. ഗബ്രിയേലച്ചൻ പ്രാർത്ഥനകളോടെ ഈ പെട്ടിക്ക് മുകളിൽ ഒരു പിടി മണ്ണിട്ടു. ബന്ധുക്കളും അത് തന്നെ ചെയ്തു. പിന്നീട് കുഴിയെടുത്തവർ മണ്ണിട്ട് മൂടി. വൈകുന്നേരം 5:30 സെമിത്തേരി അതിന്റെ സ്ഥായിയായ ഭാവം കൈവരിച്ചു. നിശബ്ദത, ശ്മശാന മൂകത. ജോണിക്കുട്ടിയുടെ അടക്കം ചെയ്തതിന്റെ അന്ന് രാത്രി സെമിത്തേരി സൂക്ഷിപ്പുകാരൻ പാപ്പൻ അന്നും പതിവ് തെറ്റാതെ ഗബ്രിയേലച്ചനുമായി പള്ളിയിൽ സംസാരിച്ചിരുന്നു. 65 വയസ്സോളം പ്രായമുണ്ട് ഗബ്രിയേലച്ചന്. ഒരു തികഞ്ഞ സ്വാത്വികൻ. സൗമ്യമായ സംഭാഷണവും പെരുമാറ്റവും, ഭംഗിയുള്ള താടിമീശകൾ. അത് വളരെ വൃത്തിയായി വെട്ടി ഒതുക്കിയിരുന്നു. 5.5 അടി പൊക്കം. കായിക വിനോദങ്ങൾ വളരെ ഇഷ്ടമാണ്. അതിൽ ഏറ്റവും പ്രിയം ഫുട്ബോളാണ്. ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗബ്രിയേലച്ചന് വല്ലാത്തൊരു ആവേശമാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഫുട്ബോളച്ചൻ എന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. നല്ലൊരു എഴുത്തുകാരനും വായനക്കാരനുമാണ് അദ്ദേഹം. അനവധി കഥകളും കവിതകളും ദൈവസ്തുതികളുമൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ രചനകളൊക്കെ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ് സത്യം. അവരുടെ സംസാര വിഷയം ആത്മാക്കളെ കുറിച്ചായിരുന്നു. ഗബ്രിയേലച്ചന് പ്രേതങ്ങളെയൊക്കെ അകറ്റി നിർത്താനുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും അറിയാമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ഒരിക്കൽ ആരോ സെമിത്തേരിയുടെ അടുത്തുള്ള വഴിയിലൂടെ പോയപ്പോൾ പണ്ട് മൺമറഞ്ഞ ഒരു സാഹിബിന്റെ കല്ലറയുടെ മുകളിൽ എന്തോ രൂപം ഇരിക്കുന്നത് കണ്ട് പേടിച്ച് ഗബ്രിയേലച്ചന്റെ സഹായം തേടി. പിന്നീട് ഗബ്രിയേലച്ചന്റെ പ്രാർത്ഥനകളും മറ്റും കൊണ്ടാണ് അയാളുടെ ഭയം വിട്ടകന്നത്. ആ സംഭവത്തിന് ശേഷം നാട്ടുകാരൊക്കെ ഗബ്രിയേലച്ചന്റെ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് വാഴ്ത്തി. പാപ്പൻ അന്നും പതിവ് പോലെ തന്റെ സ്ഥിരം ചോദ്യം ചോദിച്ചു. അച്ചോ, ഈ പ്രേതങ്ങളും ആത്മാക്കളും ഒക്കെ ശരിക്കും ഉണ്ടോ?
ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. അതൊക്കെ നമ്മുടെ വിശ്വാസം പോലിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക. ഗബ്രിയേലച്ചൻ സൗമ്യമായി മറുപടി പറഞ്ഞു. തനിക്ക് കിട്ടിയ ഉത്തരത്തിൽ തൃപ്തി വരാതെ പാപ്പൻ വീണ്ടും മറ്റൊരു ചോദ്യം ചോദിച്ചു. അച്ചോ, അച്ഛൻ തന്ന ഈ കൊന്തയ്ക്ക് ആത്മാക്കളെ ഓടിക്കാനുള്ള ശക്തിയുണ്ടോ? നിനക്ക് എന്ത് തോന്നുന്നു? ചിരിച്ചുകൊണ്ട് ഗബ്രിയേലച്ചൻ ചോദിച്ചു. കാണുമല്ലോ, ഈ കൊന്ത കിട്ടിയ പിന്നെ ആത്മാക്കളുടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്പനേരം ആലോചിച്ചിട്ട് പാപ്പൻ പറഞ്ഞു. പാപ്പാ, നീ എന്നാൽ വീട്ടിലേക്ക് ചെല്ല്. നേരം കുറേയായി. ഞാൻ എന്തെങ്കിലും വായിച്ചിരിക്കട്ടെ. ഗബ്രിയേലച്ചൻ മേശപ്പുറത്തിരുന്ന കണ്ണട മുഖത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. ശരി അച്ചോ, നേരം പോയത് അറിഞ്ഞില്ല. പാപ്പൻ തിരിഞ്ഞ് അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ഗബ്രിയേലച്ചൻ വിളിച്ചു പറഞ്ഞു. നീ ആ ജോണിക്കുട്ടിയെ അടക്കിയ സ്ഥലത്തൊന്ന് പോയി നോക്കണം. ഇന്ന് കുഴിച്ചിട്ടതല്ലേ ഉള്ളൂ. മണം പിടിച്ചു വല്ല നായ്ക്കളും കുഴി മാന്തിയാലോ? പാപ്പൻ ഒരല്പം ഭയത്തോടെ ഗബ്രിയേലച്ചനെ നോക്കിയിട്ട് തലയാട്ടി. നീ പേടിക്കണ്ട, ഞാൻ തന്ന കൊന്ത കയ്യിലില്ലേ, ഒന്നും വരില്ല. പാപ്പന്റെ മുഖഭാവത്തിൽ നിന്നും അയാളുടെ ഭയം മനസ്സിലാക്കിയതുകൊണ്ട് ഗബ്രിയേലച്ചൻ പറഞ്ഞു. പാപ്പൻ ഒരു കൈയിൽ ടോർച്ചും മറു കൈയിൽ തന്റെ കഴുത്തിലണിഞ്ഞിരുന്ന കൊന്തമാലയിലും പിടിച്ചുകൊണ്ട് സെമിത്തേരിയെ ലക്ഷ്യം വെച്ച് നടന്നു. അന്ന് കറുത്തവാവ ആയതുകൊണ്ട് തന്നെ കൂരിരുട്ടായിരുന്നു. ഗബ്രിയേലച്ചൻ പണ്ട് പറഞ്ഞൊരു അനുഭവം പാപ്പൻ ഓർത്തു. അച്ഛൻ മുമ്പുണ്ടായിരുന്ന പള്ളിയിൽ ഒരിക്കൽ ഒരു സംസ്കാരം നടന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ അയാളെ അടക്കം ചെയ്ത കുഴിയുടെ ഒരറ്റത്ത് ആരോ മണ്ണ് മാറ്റിയിരിക്കുന്നു. നാട്ടുകാരെല്ലാം ഭയന്നു. നാട്ടുകാരിൽ ഭൂരിഭാഗം പേരും അതേതോ ആത്മാക്കളുടെ പണിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആത്മാക്കളല്ല ഇതിന് പിന്നിലെന്ന് ഗബ്രിയേലച്ചൻ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ ഗബ്രിയേലച്ചൻ പ്രസ്താവിച്ചു, ഇന്ന് രാത്രിയിൽ ഇത് ചെയ്ത ആത്മാവിനെ കണ്ടെത്തിയിരിക്കുമെന്ന്. അന്ന് രാത്രിയിൽ ഗബ്രിയേലച്ചൻ പറഞ്ഞു ഏൽപ്പിച്ചതുപോലെ 4-5 ആളുകൾ ആ കുഴിക്ക് കുറച്ചു ദൂരത്ത് ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ കുഴിയുടെ ഭാഗത്ത് മണ്ണ് മാന്തുന്ന ശബ്ദം കേട്ടു നോക്കുമ്പോൾ 3 ചെന്നായ്ക്കളായിരുന്നു. കാവലിരുന്നവർ അതിനെ കല്ലെറിഞ്ഞോടിച്ചു. പിറ്റേന്ന് ഈ വാർത്ത നാട് മുഴുവനും വരുന്നു. അപ്പോഴാണ് നാട്ടുകാർക്ക് ആശ്വാസമായത്. പിന്നീട് പള്ളിയിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, പള്ളി സെമിത്തേരിയുടെ അടുത്ത് കാടായിരുന്നത് കൊണ്ട് സെമിത്തേരിയിലെ മണ്ണ് മാന്തിയത് വല്ല പട്ടിയോ കുറുക്കനോ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് 4-5 പേരെ കാവൽ നിർത്തി നേരിട്ട് ബോധ്യപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആത്മാക്കളാണ് അതിന് പിന്നിലെന്ന് പലരും വിശ്വസിച്ചേനെ. ഗബ്രിയേലച്ചന്റെ പ്രസ്താവന കേട്ട് പലരും തലകുനിച്ചു. ഗബ്രിയേലച്ചൻ പറഞ്ഞ കഥ ഇപ്പോഴും ഓർക്കാറുണ്ടെങ്കിലും പാപ്പന്റെ മനസ്സിൽ ഭയമായിരുന്നു. സാത്താനുണ്ടെന്ന് ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താൻ വെറുതെ ഇരിക്കുമോ? കാട് കയറിയ ചിന്തകളുമായി പാപ്പൻ ജോണിക്കുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്തെത്തി. അവിടെയൊക്കെ ടോർച്ചടിച്ചു നോക്കി. ഭാഗ്യം കുഴപ്പമൊന്നുമില്ല. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പാപ്പൻ തന്നോട് തന്നെ പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. ആരോ തന്റെ പുറകിലുണ്ടെന്ന തോന്നൽ മൂലം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി വേഗത്തിൽ നടന്നു. തന്റെ വീട്ടിലെത്തി വാതിൽ മുട്ടി. പാപ്പന്റെ സഹധർമ്മിണി മറിയാമ്മ വാതിൽ തുറന്നിട്ട് ശകാരം തുടങ്ങി. നിങ്ങളോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ ആരുടെയെങ്കിലും അടക്കമുണ്ടെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കൊള്ളണമെന്ന്. പിന്നെ എന്നാത്തിനാ ഈ ഇരുട്ടുന്നത് വരെ പള്ളിയിൽ പോയിരിക്കുന്ന? മറിയാമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഞാൻ ഗബ്രിയേലച്ചനോട് സംസാരിച്ചിരുന്നതാ. പിന്നെ അച്ഛൻ തന്ന ഈ കൊന്ത എന്റെ കയ്യിലില്ലേ, പിന്നെന്തിനാ പേടിക്കണേ? തന്റെ കഴുത്തിലെ കൊന്തമാല ഉയർത്തി കാട്ടിക്കൊണ്ട് പാപ്പൻ പറഞ്ഞു. അതിന് കൊന്ത നിങ്ങളുടെ കഴുത്തിലല്ലേ, അതുകൊണ്ട് എനിക്കെന്നാ പ്രയോജനം? എന്നെ വല്ലതും വന്ന് പിടിച്ചോണ്ട് പോയാൽ എന്തു ചെയ്യും? മറിയാമ്മ പരിഭവത്തോടെ പറഞ്ഞു. നിന്നെ അല്ലെങ്കിൽ തന്നെ ആര് കൊണ്ടുപോകാനാ? സാത്താനെന്തിനാ കുരിശ്? നീ ഒരു കുരിശല്ലേ? ഓർക്കാപ്പുറത്ത് പാപ്പന്റെ വായിൽ നിന്നും ആ പരിഹാസം വീണുപോയി. ഉടനെ തന്നെ മുഖം തിരിച്ച് മറിയാമ്മ അടുക്കളയിലേക്ക് പോയി. പിന്നെ അടുക്കളയിൽ പാത്രങ്ങൾ താഴെ വീഴുന്നതിൻ്റെയും മറ്റും ഒച്ചപ്പാടായിരുന്നു. പാപ്പൻ ഒന്നും പറയാൻ പോയില്ല. 2 മണിക്കൂർ നേരത്തെ ശബ്ദകോലാഹലങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ ശാന്തമായി. മറിയാമ്മ ഉറങ്ങാൻ കിടന്നു. ഈ അവസ്ഥയിൽ അത്താഴം വിളമ്പിത്തരാൻ പറയുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപ്പൻ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് ചെന്ന് തനിക്കുള്ള അത്താഴം തിരഞ്ഞു. അത്താഴത്തിനുള്ള ചോറിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നു. അത് തന്നോടുള്ള പ്രതികാരമാണെന്ന് പാപ്പന് മനസ്സിലായി. ഇത്തരം സന്ദർഭങ്ങളിൽ പാപ്പന് അപാര ക്ഷമയാണ്. വെള്ളത്തോടുകൂടി ചോറ് ഒരു പിഞ്ഞാണത്തിലെടുത്തിട്ട് തലേന്നത്തെ മീൻചാറും കൂട്ടി അടുക്കളയിലിരുന്ന് സുഭിക്ഷമായി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വച്ചിട്ട് കോഴിക്കൂട് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായി പുറത്തിറങ്ങി. സെമിത്തേരിയുടെ ഭാഗത്തേക്ക് അല്പനേരം നോക്കിയിട്ട് കതകടച്ച് കിടപ്പുമുറിയിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പാപ്പൻ കിടന്നപ്പോൾ സമയം 12:30 കഴിഞ്ഞിരുന്നു. പാപ്പന്റെ മനസ്സിലൂടെ പല ചിന്തകളും വന്നുപോയി. അല്പസമയത്തിന് ശേഷം ഗാഠനിദ്രയിലേക്ക് നീങ്ങി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പാപ്പൻ ഞെട്ടി എഴുന്നേറ്റു. തൊണ്ടവല്ലാതെ വരളുന്നുണ്ടായിരുന്നു. ടോർച്ചുമെടുത്ത് അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ട് തിരികെ മുറിയിൽ വന്ന് സമയം നോക്കി. 2:45 കിടക്കാനൊരുങ്ങിയപ്പോൾ തന്റെ വീടിന്റെ മുൻപിലുള്ള റോഡിലൂടെ ഏതോ വാഹനം വേഗത്തിൽ പായുന്ന ശബ്ദം കേട്ടു. അധികം വീടുകളില്ലാത്ത ഈ വഴിയിലൂടെ ഇപ്പൊ ആര് പോകാനാ? പാപ്പന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുപോയി. രണ്ടും കൽപ്പിച്ച് പാപ്പൻ വീടിന് പുറത്തിറങ്ങി സെമിത്തേരിയിലേക്ക് നോക്കി. മിന്നായം പോലെ പാപ്പൻ ഒരു കാഴ്ച കണ്ടു. സെമിത്തേരിയുടെ ഭാഗത്തു നിന്നും ഒരു ടോർച്ചിന്റെ വെളിച്ചം വരുന്നത് പോലെ പാപ്പന് തോന്നി. അല്പം കഴിഞ്ഞത് പള്ളിക്കും സെമിത്തേരിക്കും ഇടയിലുള്ള മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. അയാളുടെ ഉള്ളൊന്നു കാളി. കർത്താവേ, എന്തായിരിക്കും അത്? വീടിനുള്ളിലേക്ക് ഓടിക്കയറി.
അയയിൽ നിന്നും ഷർട്ടും എടുത്തിട്ട് ടോർച്ചുമായി ധൃതിയിൽ സെമിത്തേരിയിലേക്ക് തിരിച്ചു. സെമിത്തേരിയുടെ പിൻഭാഗത്തുള്ള ഒരു ഊടുവഴിയിലൂടെ അയാൾ വേഗത്തിലോടി. സെമിത്തേരിയിൽ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. പാപ്പന് വിളിച്ചു പോവാൻ കഴിയുന്നില്ല. തൊണ്ട വരണ്ടുണങ്ങി, ഹൃദയമിടിപ്പ് കൂടി, കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. പാപ്പൻ ആത്മധൈര്യം വീണ്ടെടുത്ത് രണ്ടും കൽപ്പിച്ച് വേഗത്തിലോടി സെമിത്തേരിയുടെ അരികിലുള്ള റോഡിലെത്തി. അവിടെ വിജനമായിരുന്നു. സെമിത്തേരിയിൽ കണ്ട കാഴ്ച വീണ്ടും അയാളുടെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് റോഡിലൂടെ അയാൾ സർവ്വശക്തിയും എടുത്ത് ഓടി. പള്ളിയുടെ മുന്നിൽ 50ഓളം വരുന്ന പടികളെല്ലാം അയാൾ നിമിഷ നേരം കൊണ്ട് ഓടിക്കയറി. കിതച്ചുകൊണ്ട് ഗബ്രിയേലച്ചന്റെ മുറിയുടെ വാതിൽക്കൽ ശക്തിയായി തട്ടി ഒച്ചയുണ്ടാക്കി. അച്ചോ, അച്ചോ, കലക്ക് തുറക്ക്, പാപ്പനാണേ, വേഗം തുറക്കണേ. അല്പനേരം കഴിഞ്ഞ് ഗബ്രിയേലച്ചൻ വാതിൽ തുറന്നു. ഉറക്കച്ചടവോടെ ഗബ്രിയേലച്ചൻ പാപ്പനെ അടിമുടി നോക്കി. അയാളാകെ ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. അയാൾ കിതയ്ക്കുകയാണ്. എന്തൊക്കെയോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ഗബ്രിയേലച്ചന് തോന്നി. പാപ്പൻ അകത്തേക്ക് വാ, കുറച്ച് വെള്ളം കുടിക്ക്. മേശപ്പുറത്തിരിക്കുന്ന ജഗ് പാപ്പന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ഗബ്രിയേലച്ചൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ ജഗ്ഗിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തിട്ട് അല്പനേരം കിതച്ചു നിന്നു. ഇനി പറയൂ, എന്താ കാര്യം? പാപ്പൻ സംഭവിച്ചത് പറയുന്നതിനു മുമ്പ് പള്ളിയിലെ കപ്പ്യാരെ വക്കച്ചൻ അവിടെ ഓടി കിതച്ചെത്തി. എന്താ അച്ചോ, എന്താ പാപ്പ? വക്കച്ചൻ ചോദിച്ചു. അച്ചോ, സെമിത്തേരിയിൽ സെമിത്തേരിയിൽ പാപ്പൻ പറഞ്ഞ കാര്യം കേട്ട് ഗബ്രിയേലച്ചനും വക്കച്ചനും ഞെട്ടി. സമയം ഒട്ടും പാഴാക്കാതെ അവർ 3 പേരും ടോർച്ചുകളും എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് തിരിച്ചു. ജോണിക്കുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു വലിയ കുഴി. അതിനുള്ളിൽ അടക്കം ചെയ്ത ശവപ്പെട്ടി കാണാനില്ല. അല്പനേരത്തേക്ക് മൂവരും സ്തംഭിച്ചിരുന്നു. ചുറ്റുവട്ടത്തൊക്കെ ടോർച്ചടിച്ച് നോക്കിയെങ്കിലും മറ്റാരെയും കാണാൻ കഴിഞ്ഞില്ല. അവരുടനെ തന്നെ പള്ളിയിലേക്ക് തിരിച്ചു. ഗബ്രിയേലച്ചന്റെ മുറിയിലെ ഫോണിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. 3/4 മണിക്കൂറിനുള്ളിൽ SI ജേക്കബും മുരളിപ്പിള്ളയും പിന്നെ മറ്റു 2 പോലീസുകാരും പള്ളിയിലെത്തി. എന്താ സംഭവിച്ചത്? ജേക്കബ് ചോദിച്ചു. ഇന്ന് അടക്കം ചെയ്ത ജോണിക്കുട്ടിയുടെ ശരീരം ആരോ മോഷ്ടിച്ചു സാറേ, പാപ്പൻ ഭയത്തോടെ പറഞ്ഞു. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ അത് നടന്ന മുറയ്ക്ക് പറയൂ, ജേക്കബ് പറഞ്ഞു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് ഒരു 12:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. പിന്നെ ഒരു 2:45 അടുപ്പിച്ച് ഞാൻ വെള്ളം കുടിക്കാനായി എഴുന്നേറ്റു. ടോർച്ചുമെടുത്ത് അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചു കഴിഞ്ഞ് തിരികെ കിടക്കാൻ വന്നപ്പോൾ വീടിനടുത്തുള്ള റോഡിലൂടെ ഒരു വാഹനം അതിവേഗത്തിൽ പായുന്ന ശബ്ദം കേട്ടു. രാത്രികാലങ്ങളിൽ ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ സാധാരണ പോകാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ പുറത്തിറങ്ങി സെമിത്തേരിയിലേക്ക് നോക്കിയപ്പോൾ ഒരു ടോർച്ചിന്റെ വെളിച്ചം കണ്ടു. അല്പനേരം തെളിഞ്ഞു നിന്ന വെളിച്ചം സെമിത്തേരിക്കും പള്ളിക്കും ഇടയിലുള്ള മരക്കൂട്ടങ്ങൾക്കിടയിലെത്തിയപ്പോൾ അണഞ്ഞു. പിന്നെ അത് കണ്ടില്ല. ഞാൻ ഉടനെ തന്നെ വീട്ടിൽ കയറി ഷർട്ടുമിട്ട് ടോർച്ചുമായി സെമിത്തേരിയിലേക്ക് ചെന്നു. അവിടെ ഇന്നലെ വൈകിട്ട് അടക്കം ചെയ്ത ജോണിക്കുട്ടിയുടെ കുഴിയാരോ മാന്തിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ശവപ്പെട്ടിയുമില്ല. ഭയന്ന് ഞാൻ റോഡിലൂടെ ഓടി പള്ളിയിലെത്തി അച്ഛനെ വിളിച്ചു. അച്ഛനോട് കാര്യം പറഞ്ഞിട്ട് അച്ഛനും ഞാനും കപ്പ്യാരും കൂടെ സെമിത്തേരിയിലെത്തി ജോണിക്കുട്ടിയുടെ കുഴിമാടം ഞാൻ കാണിച്ചു കൊടുത്തു. തിരിച്ചു പള്ളിയിലെത്തിയിട്ട് ഗബ്രിയേലച്ചൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. നടന്ന സംഭവങ്ങൾ പാപ്പൻ പറഞ്ഞൊപ്പിച്ചു. ജേക്കബ് വക്കച്ചനെ നോക്കി. കഷ്ടിച്ച് 5 അടി ഉയരം കാണും അയാൾക്ക്. കട്ടിമീശയും തരക്കേടില്ലാത്ത കശിന്റെയുമുണ്ട് ഉറച്ച ശരീരം. വിനയത്വമുള്ള സംഭാഷണവും പെരുമാറ്റവും. 55 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. നിങ്ങളാരാ? ജേക്കബ് വക്കച്ചനോട് ചോദിച്ചു. ഞാനിവിടുത്തെ കപ്പ്യാരാ സാറേ, പേര് വക്കച്ചൻ. തൊഴുതുകൊണ്ട് വക്കച്ചൻ പറഞ്ഞു. പള്ളിക്കും സെമിത്തേരിക്കും ഇടയിൽ മറിഞ്ഞ ആ ടോർച്ചിന്റെ വെളിച്ചം നിങ്ങൾ കണ്ടിരുന്നോ? ജേക്കബ് ചോദിച്ചു. ഇല്ല സാറേ, ഞാൻ ഉറങ്ങുമായിരുന്നു. പാപ്പച്ചൻ വന്ന് ബഹളം വച്ചപ്പോഴേ എണീറ്റത്. വാഹനം പോയതിനു ശേഷം സെമിത്തേരിയുടെ പരിസരത്ത് വെളിച്ചം കണ്ടതുകൊണ്ട് തന്നെ വാഹനത്തിലുള്ളവരെ കൂടാതെ മറ്റാരോ അവരെ സഹായിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ഇവിടെ അടുത്ത് വേറെ വീടുകൾ വല്ലതുമുണ്ടോ? ഇല്ല സാർ, അടുത്തൊന്നുമില്ല. പാപ്പന്റെ വീട് ഒഴിച്ചാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമേ വേറെ വീടുകളുള്ളൂ, വക്കച്ചൻ പറഞ്ഞു. മുരളിപ്പിള്ള സംശയത്തോടെ വക്കച്ചനെ നോക്കിയിട്ട് തലകുലുക്കി. ജേക്കബും മറ്റുള്ളവരും സെമിത്തേരിയിലേക്ക് തിരിച്ചു. ടോർച്ചിന്റെ വെളിച്ചം മറയപ്പെട്ട മരക്കൂട്ടം പാപ്പൻ ജേക്കബിന് കാണിച്ചു കൊടുത്തു. ജേക്കബ് അവിടെയെല്ലാം നടന്ന് ടോർച്ചടിച്ചു നോക്കി. അല്പനേരത്തെ നിരീക്ഷണത്തിന് ശേഷം ഒരു കാര്യം മനസ്സിലായി. അതുവഴി പോയ ആൾക്ക് പള്ളിയുടെ പിൻഭാഗത്തുകൂടെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ അനായാസം കിടന്ന് രക്ഷപ്പെടാനാവുമെന്ന്. പിന്നീട് ജോണിക്കുട്ടി അടക്കം ചെയ്ത കുഴി നിരീക്ഷിച്ചു. പാപ്പന്റെ മൊഴി മുഖവിലക്കെടുത്താൽ 12:30ക്കും 2:30ക്കും ഇടയിലാണ് കൃത്യം നടന്നിരിക്കുന്നത്. പലരുടെയും കാൽപ്പാടുകൾ അവിടെ എടുത്തിട്ട മണ്ണിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. 4-5 ആളുകൾ ഉണ്ടെന്ന് വ്യക്തം. അല്ലാതെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഇത്രയും ആഴത്തിൽ കുഴിയെടുത്ത് പെട്ടി ഉയർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അതിനുശേഷം സെമിത്തേരിയുടെ അടുത്തുള്ള റോഡിലേക്ക് ജേക്കബ് നടന്നു. അവിടെ പല ഭാഗത്തും ആ കുഴിയിലെ മണ്ണ് വീണ് കിടന്നിരുന്നു. റോഡ് അല്പം താഴെയാണെങ്കിലും 4-5 ആളുകൾക്ക് ആ ശവപ്പെട്ടി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ജേക്കബിന് മനസ്സിലായി. തിരികെ കുഴിയുടെ അടുത്തെത്തിയപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. തൊട്ടടുത്ത കല്ലറയുടെ മുകളിൽ അപ്പുറത്തെ കുഴിയിലെ മണ്ണ് വീണ് കിടന്നിരുന്നു എന്നത്. ഒരുപക്ഷെ കുഴിച്ചെടുത്ത പെട്ടി ഇതിനു മുകളിൽ വെച്ചിട്ടുണ്ടാകണം. അതിനുശേഷമാകാം അവർ അത് ചുമന്നു പോയിട്ടുണ്ടാവുക. 2 പോലീസുകാരെ അവിടെ കാവൽ നിർത്തിയിട്ട് ജേക്കബും മറ്റുള്ളവരും പള്ളിയിലേക്ക് തിരികെ പോന്നു. ഫോറൻസിക് പരിശോധന രാവിലെ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 2 കോൺസ്റ്റബിൾമാരെ കാവൽ നിർത്തിയിട്ട്
രാവിലെ എത്താമെന്ന് പറഞ്ഞ് ജേക്കബും മുരളിപ്പിള്ളയും അവിടെ നിന്നിറങ്ങി. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല സാറേ, അല്ലെങ്കിൽ തന്നെ അയാളുടെ ശവം എടുത്തിട്ട് ആർക്കാ പ്രയോജനം? മുരളിപ്പിള്ള തന്റെ സംശയം പറഞ്ഞു. ആർക്കോ പ്രയോജനമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതിൽ മറ്റെന്തോ കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനിയൊരു പക്ഷേ ജോണിക്കുട്ടിയുടെ വിരലടയാളം എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമുള്ളതുകൊണ്ട് പെട്ടിയോടെ പൊക്കിയതുമാവാം, ജേക്കബ് പറഞ്ഞു. വിരലടയാളമോ? അതെന്തിനാ സാറേ? അത്ഭുതത്തോടെ മുരളിപ്പിള്ള ചോദിച്ചു. ജോണിക്കുട്ടി ഒരു പലിശക്കാരനല്ലേ? അയാളുടെ പണമിരിക്കുന്ന ഏതെങ്കിലും സേഫ് തുറക്കാൻ ഒരുപക്ഷെ വിരലടയാളം ആവശ്യമുണ്ടെങ്കിൽ? ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ലോക്കുകളൊക്കെ പല ധനകാര്യ സ്ഥാപനങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും? അപ്പോൾ ജോണിക്കുട്ടിയുടെ വിരൽ മുറിച്ചെടുത്തിട്ട് പൂട്ട് തുറക്കാനാണോ? ഭയങ്കരം തന്നെ, അല്പം ഭയത്തോടെ മുരളിപ്പിള്ള പറഞ്ഞു. ജേക്കബ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് മുരളിപ്പിള്ളയ്ക്ക് തോന്നി. എന്നാലും യുവന്മാർക്കൊക്കെ അപാര ധൈര്യം തന്നെ. നട്ടപ്പാതരാക്കി സെമിത്തേരിയിലെത്തി ശവം മോഷ്ടിക്കാൻ മുരളിപ്പിള്ള പറഞ്ഞു. പണത്തിനു മുകളിൽ പരിന്തും പറക്കില്ലെന്നല്ലേ പ്രമാണം? ചെറുപുഞ്ചിരിയോടെ ജേക്കബ് പറഞ്ഞു. അന്ന് രാവിലെ 7:30 ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധനകൾ ആരംഭിച്ചു. ജേക്കബും മുരളിപ്പിള്ളയും അവിടെ തന്നെ നിലയുറപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക് പരിശോധനാ സംഘത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ രാമകൃഷ്ണൻ ജേക്കബിനോട് പറഞ്ഞു, കുഴിയുടെ വശങ്ങളിൽ നിന്നും കുഴിയിൽ നിന്നും 6 പേരുടെ കാൽപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. കുഴി വളരെ കൃത്യമായി തന്നെ അവർ എടുത്തിട്ടുണ്ട്. കൃത്യമായ അകലത്തിലും ആഴത്തിലും. പിന്നെ ചില സിഗരറ്റ് കുറ്റികളും ബീഡിക്കുറ്റികളും കിട്ടിയിട്ടുണ്ട്. അത് ഈ മോഷണത്തിന് വന്നവർ വലിച്ചതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ചിലത് കുഴിക്കുള്ളിലും ചിലത് കുഴിയിൽ നിന്നും വലിച്ചെറിഞ്ഞാൽ വീഴാവുന്ന ദൂരത്തിലുമാണ് കിടന്നിരുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരം നൽകാം. ജേക്കബ് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് പള്ളിയുടെ അടുത്തുള്ള മൊബൈൽ ടവർ പരിധിയിലൂടെ വരികയും പോവുകയും ചെയ്ത ഫോൺ കോളുകളുടെ വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക് സംഘം തിരികെ പോയി. പകൽ വെളിച്ചത്തിൽ ജേക്കബ് വീണ്ടും സെമിത്തേരിയുടെ പരിസരം നിരീക്ഷിച്ചു. ശവപ്പെട്ടി റോഡിലേക്ക് കൊണ്ടുപോയ വഴി വ്യക്തമായിരുന്നു. കുഴിയിൽ നിന്നെടുത്ത മണ്ണ് റോഡ് വരെ മുറിഞ്ഞ് നീളത്തിൽ വീണ് കിടന്നിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ രാമകൃഷ്ണൻ പറഞ്ഞ പോലെ 6 പേരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ അവർക്ക് മൃതദേഹം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ കയറ്റാനാകുമെന്ന് ഉറപ്പിച്ചു. റോഡരികിൽ ഒരു വലിയ വാഹനം വന്നതിന്റെ ലക്ഷണവുമുണ്ട്. വാഹനത്തിന്റെ ടയറിന്റെ പാടുകളും അതിനോട് ചേർന്ന് കിടക്കുന്ന കുഴിയിലെ മണ്ണും റോഡരികിൽ കാണാമായിരുന്നു. ജേക്കബ് വീണ്ടും കുഴിയുടെ അരികിലെത്തി പാപ്പന്റെ വീട്ടിലേക്ക് നോക്കി. സെമിത്തേരിക്കും പാപ്പന്റെ വീടിനുമിടയിൽ റബ്ബർ മരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ തെളിവോടെ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് മനസ്സിലായി. കുഴിയിൽ നിന്നും 100 മീറ്റർ കഴിഞ്ഞാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിക്കും സെമിത്തേരിക്കും ഇടയിൽ വീണ്ടും റബ്ബർ മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾക്ക് നിഷ്പ്രയാസം ഒളിഞ്ഞിരിക്കാനാവുകയും നേരത്തെ കണ്ടെത്തിയ പോലെ പള്ളിയുടെ പിൻഭാഗത്തൂടെ രക്ഷപ്പെടുകയും ചെയ്യാം. പള്ളിയുടെ പരിസരത്ത് മറ്റു വീടുകളില്ലാത്തതുകൊണ്ട് ദൃക്സാക്ഷികളെ കിട്ടുക ദുഷ്കരമാണ്. പള്ളി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ തന്നെയാണ് ഗബ്രിയേലച്ചന്റെ കിടപ്പുമുറിയുള്ളത്. പള്ളിയുടെ പിൻഭാഗത്തുള്ള ചെറിയ കെട്ടിടത്തിലാണ് കപ്പ്യാരി വക്കച്ചന്റെ താമസം. അതിനു പിന്നിൽ റബ്ബർ തോട്ടമാണ്. സെമിത്തേരിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജേക്കബും സംഘവും അവിടെ നിന്നിറങ്ങി. പിറ്റേന്ന് രാവിലെ 8 മണിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. ടൗണിലെ ഒരു വീട്ടിൽ വീട്ടുകാർ ബോധം കെട്ട് കിടക്കുന്നുണ്ടെന്നും നാട്ടുകാർക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞായിരുന്നു അത്. ജേക്കബും സംഘവും ഉടനെ തന്നെ അവിടേക്ക് തിരിച്ചു. ജനാലയിലൂടെ നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന മേശയിൽ കമിഴ്ന്നു കിടക്കുന്ന ഗൃഹനാഥനെയും ഭാര്യയെയും കണ്ടു. ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവാം. അവിടെ കൂടി നിന്ന ആളുകളിൽ ചിലർ കതക് ചവിട്ടി തുറന്ന് കയറാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. കള്ളന്മാരെ പ്രതിരോധിക്കാൻ പുറത്തേക്കിറങ്ങുന്ന എല്ലാ കതകുകളിലും വീട്ടുകാർ അധികമായി ഒരു ഇരുമ്പിന്റെ പാത്തി സ്ഥാപിച്ചിരുന്നു. ആശാരിപ്പണി ചെയ്യുന്ന ഒരാൾ ജേക്കബിനോട് അത് പറഞ്ഞു. സാറേ, കതക് അറുത്തു മാറ്റിയാൽ അകത്ത് കയറാം. എന്റെ കയ്യിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനുണ്ട്, എടുക്കട്ടെ? വേഗം കൊണ്ടുവാ, ജേക്കബ് സമ്മതം അറിയിച്ചു. അയാൾ ആംഗിൾ ഗ്രൈൻഡർ എന്ന ഉപകരണം കൊണ്ടുവന്ന് പൂട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ അറുത്തുമാറ്റി കതക് തുറന്നു. ജേക്കബും മുരളിപ്പിള്ളയും അകത്ത് കടന്ന് ഭക്ഷണമേശയ്ക്ക് അരികിലെത്തി. അവർ ശ്വസിക്കുന്നുണ്ടായിരുന്നു. ജീവനുണ്ടെന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവരെ ആശുപത്രിയിലേക്ക് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി. 2 കോൺസ്റ്റബിൾമാരെയും കൂടെ വിട്ടു. ജേക്കബും മുരളിപ്പിള്ളയും വീട് പരിശോധിച്ചു. പുറത്തുനിന്നും വാങ്ങിയ ഭക്ഷണപ്പൊതി തുറന്ന് അവിടെയുള്ള പാത്രങ്ങളിൽ വെച്ചിരുന്നു. അതിൽ നിന്നും 2 പേരും കഴിച്ചതിന് ശേഷമാവാം ബോധം കെട്ടത്. ജേക്കബ് ഫോറൻസിക് വിദഗ്ധരെ വിവരമറിയിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവരവിടെ എത്തി ഭക്ഷണത്തിന്റെ സാമ്പിളുകളും മറ്റും ശേഖരിച്ചു. പിന്നെ വിരലടയാളങ്ങളും. ജേക്കബും മുരളിപ്പിള്ളയും ഓരോ മുറികളിലും കയറി നോക്കി. ഒരു മോഷണം നടന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. ഇനിയൊരു പക്ഷേ ആത്മഹത്യാ ശ്രമമാണോ? ഭക്ഷണത്തിൽ വിഷം കലർത്തി കഴിച്ച് കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് രക്തസമ്മർദ്ദത്തിന്റെയും പ്രമേഹത്തിന്റെയും മരുന്നുകൾ ഉണ്ടായിരുന്നു. അവിടെ മാരകമായ വിഷമൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞയാളോട് കാര്യങ്ങൾ തിരക്കി. രാവിലെ പാലുമായി വന്ന പയ്യനാണ് ജനലിലൂടെ അവർ മയങ്ങിക്കിടക്കുന്നത് കണ്ടത്. കുറെ നേരം വിളിച്ചെങ്കിലും ആരും കതക് തുറന്നില്ല. പിന്നെ അവൻ ഞങ്ങളെയെല്ലാം വിവരമറിയിച്ചു. ഞങ്ങൾ കതക് തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ ആളുടെ പേരെന്താ? എന്താ പണി? മുരളിപ്പിള്ള ചോദിച്ചു. ദിവാകരൻ. പുള്ളിക്ക് പണിയൊന്നുമില്ല, ചെറിയ കൃഷിയൊക്കെ ഉണ്ട്.
പിന്നെ അപ്പുറത്ത് കാണുന്ന തെങ്ങിൻതോപ്പ് അയാളുടെയാ. വീടിന്റെ എതിർഭാഗത്തുള്ള തെങ്ങിൻതോപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവിടെ കുറെ തെങ്ങ് മുറിച്ചിട്ടുണ്ടല്ലോ, വരുമാനമൊന്നും ഇല്ലായിരിക്കും? മുരളിപ്പിള്ള ചോദിച്ചു. അതൊക്കെ വെട്ടിയിട്ട് റബ്ബർ വയ്ക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുഴിയൊക്കെ എടുത്തിരുന്നു. പക്ഷേ കുറച്ച് തെങ്ങൊക്കെ മുറിച്ച് കുഴികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ബന്ധുവീട്ടിൽ പോയിരുന്ന അയാളുടെ ഭാര്യ ഇതറിഞ്ഞത്. അവർ തമ്മിൽ വഴക്കായി. അവസാനം റബ്ബർ വയ്ക്കണ്ട എന്ന് തീരുമാനിച്ച് 2 ദിവസം മുമ്പ് കുഴികളൊക്കെ മൂടി. അയാളുടെ കാര്യം ബഹുരസമാണല്ലോ. കെട്ടിയോളുടെ അടുത്ത് വേലയൊന്നും നടക്കത്തില്ലാലേ? ചിരിച്ചുകൊണ്ട് മുരളിപ്പിള്ള പറഞ്ഞു. അപ്പോഴാണ് തെങ്ങിൻതോപ്പിനപ്പുറത്തുള്ള ഒരു കെട്ടിടം മുരളിപ്പിള്ള ശ്രദ്ധിച്ചത്. അതേതാ കെട്ടിടം? അതൊരു ഓട്ട് ഫാക്ടറിയാ, മാത്തൻ മുതലാളിയുടെ. ദിവാകരന്റെ വീടിന്റെ എതിർഭാഗത്തുള്ള തെങ്ങിൻതോപ്പിനപ്പുറം വയലാണ്. തെങ്ങിൻതോപ്പിനും വീടിനും ഇടയിലൂടെയാണ് റോഡ് പോകുന്നത്. തെങ്ങിൻതോപ്പ് നിൽക്കുന്ന പുരയിടത്ത് വേലിയൊന്നുമില്ല. 5 ഏക്കറോളം വരുന്ന തെങ്ങിൻതോപ്പിന്റെ ഒരു വശത്ത് ഓട്ട് ഫാക്ടറി. അടുത്തെങ്ങും മറ്റു വീടുകളുമില്ല. ഓട്ട് ഫാക്ടറി കഴിഞ്ഞാൽ അവിടെ ഇവിടെയായി വീടുകളുണ്ട്. ടൗണിൽ നിന്നും അല്പം മാറിയാണ് ദിവാകരന്റെ വീട്. പരിശോധനകൾ കഴിഞ്ഞ് ഫോറൻസിക് സംഘം തിരികെ പോയി. ഒരു കോൺസ്റ്റബിളിനെ കാവലേൽപ്പിച്ചിട്ട് ജേക്കബും മുരളിപ്പിള്ളയും ആശുപത്രിയിലേക്ക് തിരിച്ചു. അവിടെ എത്തി ഡോക്ടറെ കണ്ടു. അവർ വിഷമൊന്നും കഴിച്ചിട്ടില്ല. ചിലപ്പോൾ ഭക്ഷ്യ വിഷബാധയാവാം. ഭക്ഷണത്തിന്റെ സാമ്പിൾ പരിശോധിച്ചു കഴിയുമ്പോൾ അറിയാൻ കഴിയും. പക്ഷെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അവർക്ക് ഛർദിയൊന്നും വന്നിട്ടില്ല എന്നതാണ്. സാധാരണ ഇത്തരം വിഷബാധ ഏൽക്കുമ്പോൾ ഛർദിയോ വയറിളക്കമോ ഉണ്ടാകാറുണ്ട്. ഇവർക്ക് അതൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. താങ്കൾ വേണമെങ്കിൽ മൊഴിയെടുക്കാം, ഡോക്ടർ പറഞ്ഞു. ജേക്കബും മുരളിപ്പിള്ളയും ദിവാകരനെയും ഭാര്യയെയും കണ്ടു. എന്താ സംഭവിച്ചത്? ജേക്കബ് ചോദിച്ചു. സാറേ, എന്താ പറ്റിയതെന്ന് ഓർമ്മയില്ല. ഇവളും ഞാനും കൂടി പകല് പൊരിഞ്ഞ വഴക്കായിരുന്നു. അത് കാരണം വീട്ടിലൊന്നും വച്ചില്ല. സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങളുടെ പിണക്കമൊക്കെ മാറി. ഞാൻ ടൗണിലൊരു തട്ടുകടയിൽ നിന്ന് 8 പൊറോട്ടയും 2 കോഴിക്കറിയും വാങ്ങിച്ചു. തിരിച്ചെത്തി ഞങ്ങളത് കഴിച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്ത മയക്കം തോന്നി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയാ, ദിവാകരൻ പറഞ്ഞു. എന്തിനാ നിങ്ങൾ വഴക്ക് കൂടിയത്? ജേക്കബ് ചോദിച്ചു. അതിനുള്ള ഉത്തരം ദിവാകരന്റെ ഭാര്യ മാധവിയമ്മയാണ് പറഞ്ഞത്. സാറേ, ഈ മനുഷ്യൻ നാക്കെടുത്താൽ കള്ളമേ പറയത്തുള്ളൂ. ഒരു പണിക്കും പോകത്തുമില്ല. വീടിന്റെ എതിർവശത്തുള്ള എൻ്റെ പുരയിടത്തിൽ നല്ല കുറെ തെങ്ങുണ്ടായിരുന്നതാ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതെല്ലാം മുറിച്ച് റബ്ബർ വയ്ക്കാനുള്ള കുഴിയെല്ലാം എടുത്തിട്ടിരിക്കുന്നു. എനിക്കെൻ്റെ കലിയെല്ലാം അങ്ങ് കയറി. ഞാൻ പണിക്കാരെ വിളിപ്പിച്ചിട്ട് ആ കുഴിയെല്ലാം അങ്ങ് മൂടി. ഒന്നുമില്ലെങ്കിലും ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നതാ. അതും ഇയാൾ നശിപ്പിച്ചു. അവിടെ മോഷണമൊന്നും നടന്നതായി കാണുന്നില്ല. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും മോഷണം പോയതായി കാണുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒരു പരാതി തരണം. പിന്നെ അവിടെ ഒരു കോൺസ്റ്റബിളിനെ കാവൽ നിർത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ മതിയാക്കി ജേക്കബ് അവിടെ നിന്നും ഇറങ്ങി. തിരികെ പോകും വഴി SP ഓഫീസിൽ നിന്നും ജേക്കബിന് കോൾ വന്നു. ജേക്കബ് അവിടെ ചെന്ന് DYSP കൃഷ്ണൻ നായരെ കണ്ടു. എന്താ ജേക്കബ്, ആ ഫൈനാൻസിയറുടെ കേസന്വേഷണം എവിടം വരെയായി? സാർ, ഫോറൻസിക് റിപ്പോർട്ടും സൈബർ സെല്ലിന്റെ റിപ്പോർട്ടും ഇനിയും ലഭിച്ചിട്ടില്ല. പിന്നെ ബന്ധുക്കളെയും നാട്ടുകാരെയും മറ്റും പരിചയക്കാരെയും ചോദ്യം ചെയ്തപ്പോൾ അയാളുടേത് ആത്മഹത്യയാണെന്നാണ് തോന്നുന്നത്. അയാൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായാണ് അയാളുടെ ഭാര്യയും ബന്ധുക്കളും ഒക്കെ മൊഴി നൽകിയിട്ടുള്ളത്. ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു ആക്സിഡന്റിൽ സംഭവിച്ചതാണത്രേ. അതിന്റെ വിഷമം കൊണ്ട് ചെയ്തതാവാം. മുൻപ് പല കേസുകളിലും സാഹചര്യങ്ങൾ വെച്ച് ആത്മഹത്യയായി തോന്നാമെങ്കിലും ഒടുവിലത് കൊലപാതകമായി മാറാറാണ് പതിവ്. ഇതിൽ ജോണിക്കുട്ടിയുടെ ചേട്ടനെ ചോദ്യം ചെയ്തപ്പോൾ അതിലൊരു കൊലപാതകത്തിന്റെ മോട്ടീവ് ഉള്ളതുപോലെ തോന്നി. പെന്നിക്കുട്ടിക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തതിന്റെ വൈരാഗ്യം. പിന്നെ ജോണിക്കുട്ടിയുടെ മൃതദേഹം മോഷണം പോയതും വെച്ച് നോക്കുമ്പോൾ കൊലപാതകത്തിനും സാധ്യതയുണ്ട്. സ്വത്ത് തട്ടിയെടുത്തതിന്റെ വൈരാഗ്യം അയാളുടെ കൊലപാതകത്തിലൂടെ തീർന്നില്ലേ? പിന്നെ അയാളുടെ ബോഡി കൊണ്ട് ബെന്നിക്ക് എന്താ പ്രയോജനം? കൃഷ്ണൻ നായർ സംശയത്തോട് ചോദിച്ചു. ഒരുപക്ഷെ അയാളുടെ ഫൈനാൻസ് സ്ഥാപനത്തിലെ ഏതെങ്കിലും ലോക്കറുകൾ ബയോമെട്രിക് ആയിരിക്കാം. അത് തുറക്കാൻ ജോണിക്കുട്ടിയുടെ വിരലടയാളം ആവശ്യമുള്ളതുകൊണ്ട് മോഷ്ടിച്ചതാവാം. ജേക്കബ് തന്റെ അനുമാനം പറഞ്ഞു. ഒരു വിരലെടുക്കാൻ വേണ്ടി പെട്ടിയോടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? കുഴിയിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് വിരൽ മാത്രം മുറിച്ചെടുത്താൽ പോരെ? ഒരുപക്ഷെ കൂടുതൽ സമയം സെമിത്തേരിയിൽ ചെലവാക്കാതിരിക്കാൻ വേണ്ടിയാവാം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പെട്ടി തിരികെ വെച്ചിട്ട് പോയാൽ മൃതദേഹത്തിലെ വിരലിന് വേണ്ടിയാണ് മോഷണം നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാകാം. മാത്രമല്ല, പെട്ടിയോടെ കൊണ്ടുപോയാൽ വിരലടയാളങ്ങളോ മറ്റ് തെളിവുകളോ ഒന്നും ലഭിക്കുകയില്ലെന്നും അവർക്ക് തോന്നിയിരിക്കാം. നിങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്ന ജോണിക്കുട്ടിയുടെ ഷർട്ടിലെ ബട്ടൺസ് ആ കാറിൽ നിന്ന് ലഭിച്ചോ? കൃഷ്ണൻ നായർ ചോദിച്ചു. ഇല്ല സാർ, അത് ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടില്ല. ജേക്കബിന്റെ കണ്ടെത്തലുകളും അനുമാനങ്ങളും ശരിയാണെന്ന് കൃഷ്ണൻ നായർക്ക് തോന്നി. എത്രയും പെട്ടെന്ന് ജോണിക്കുട്ടിയുടെ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള ബയോമെട്രിക് ലോക്കറുകൾ കണ്ടെത്തണമെന്നും മോഷണം പോയ ജോണിക്കുട്ടിയുടെ ബോഡി കണ്ടെത്തണമെന്നും കൃഷ്ണൻ നായർ നിർദ്ദേശം നൽകി. ഫോറൻസിക് വിഭാഗത്തിന്റെയും സൈബർ സെല്ല് വിഭാഗത്തിന്റെയും റിപ്പോർട്ടുകൾ വേഗത്തിൽ ലഭിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും കൃഷ്ണൻ നായർ ജേക്കബിനോട് പറഞ്ഞു. ദിവാകരനെയും ഭാര്യ മാധവിയമ്മയെയും പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവർ തിരികെ വീട്ടിലെത്തി. അവിടെ ജേക്കബ് നിയോഗിച്ച കോൺസ്റ്റബിൾ രാജൻ കാവൽ നിൽപ്പുണ്ടായിരുന്നു.
സാറേതാ കള്ളനെ കിട്ടിയോ? മാധവിയമ്മ ചോദിച്ചു. രാജൻ അവരെ അടിമുടി നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നവരാ. ഇന്നലെ ഞങ്ങളെ ബോധം കെടുത്തിയിട്ട് പോയ കള്ളനെ കിട്ടിയോ സാറേ? അതൊക്കെ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചാൽ മതി. എന്നാലും ഈ കള്ളന്മാർ ചെയ്തൊരു ദ്രോഹമേ. നല്ല പ്ലാവിൽ തീർത്ത കഥകായിരുന്നു. കഥകെല്ലാം പൊളിച്ചിട്ടിരിക്കുന്ന കഥകിൽ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് മാധവിയമ്മ പറഞ്ഞു. ശരിയാ, ഇനി എത്ര കാശ് മുടക്കിയാലാണോ കഥക പണിയാൻ പറ്റുന്നത്? ദിവാകരൻ പറഞ്ഞു. അത് കള്ളന്മാരൊന്നും പൊളിച്ചതല്ല. നിങ്ങൾ അകത്ത് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടിട്ട് അകത്ത് കയറാൻ വേണ്ടി നാട്ടുകാർ പൊളിച്ചതാ, രാജൻ പറഞ്ഞു. രാജൻ ജേക്കബിനെ ഫോണിൽ ബന്ധപ്പെട്ട് വീട്ടുകാർ തിരികെ എത്തിയ കാര്യം അറിയിച്ചു. ജേക്കബ് രാജനോട് തിരികെ എത്തുവാൻ ആവശ്യപ്പെട്ടു. രാജൻ തിരികെ പോയി. അവർ വീടിനുള്ളിൽ കയറി എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. ഒന്നും തന്നെ മോഷണം പോയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ആശാരിയെ കൊണ്ടുവരാനായി ദിവാകരൻ പുറത്തേക്ക് പോയി. ജേക്കബിന് സൈബർ സെല്ലിൽ നിന്നും കോൾ വന്നു. സാർ, ഞാൻ സൈബർ സെല്ലിൽ നിന്നും മനോജാണ്. പറയൂ മനോജ്, റിപ്പോർട്ട് റെഡിയല്ലേ? അത് സാറിൻ്റെ ഇമെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ ജേക്കബ് അവിടുത്തെ കമ്പ്യൂട്ടറിൽ സൈബർ സെല്ലിൽ നിന്ന് അയച്ച ജോണിക്കുട്ടിയുടെ മരണം സംബന്ധിച്ച റിപ്പോർട്ട് വായിച്ചു. അതിൽ ജോണിക്കുട്ടിയുടെ മൊബൈൽ മരിച്ചു കിടന്ന സ്ഥലത്തിനടുത്തുള്ള ടവറിന്റെ പരിധിയിൽ ഏകദേശം 10:45 എത്തിയിട്ടുണ്ട്. ആ ടവറിന്റെ പരിധിയിൽ വെച്ച് ജോണിക്കുട്ടിയുടെ മൊബൈലിലേക്ക് കോളുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അവസാനം വന്ന കോൾ ടൗണിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ്. ഏകദേശം 2 മിനിറ്റ് ദൈർഘ്യം. 10:15 അത് വന്നിരിക്കുന്നത്. അപ്പോൾ ജോണിക്കുട്ടി അയാളുടെ വീടിന്റെ അടുത്തുള്ള ടവറിന്റെ പരിധിയിലായിരുന്നു. ജോണിക്കുട്ടി മരിച്ചു കിടന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ടവറിന്റെ പരിധിയിൽ നിന്നും പല കോളുകളും പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ജോണിക്കുട്ടിയുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തോ അന്വേഷിക്കാൻ പോയിട്ട് മുരളിപ്പിള്ള തിരികെ എത്തി. സാർ, ആ ആളൊഴിഞ്ഞ വീടിന്റെ വിവരങ്ങൾ കിട്ടി. അത് ജോണിക്കുട്ടിയുടെ ഉടമസ്ഥതയിൽ ഉള്ളത് തന്നെയാ. പുറമേ നിന്നും കാണുമ്പോൾ ആൾ താമസമില്ലെങ്കിലും അവിടെ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട്. ഈ ജോണിക്കുട്ടി ഇടയ്ക്ക് അവിടെ പോകാറുണ്ടെന്ന് അല്പം മാറിയുള്ള വീട്ടിലെ ഒരാൾ പറഞ്ഞു. ജോണിക്കുട്ടിയുടെ റബ്ബർ തോട്ടമാണ് ആ വീടിന് പുറകുവശത്തുള്ളത്. അപ്പോൾ അയാൾ ആരെയോ കാണാൻ വന്നതാവും അവിടെ. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ജോണിക്കുട്ടിക്ക് അവസാനമായി വന്ന കോൾ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ്. ആ കോള് വിളിച്ച ആളെ കാണാൻ വേണ്ടിയാവാം ജോണിക്കുട്ടി അയാളുടെ ആളൊഴിഞ്ഞ വീട്ടിൽ എത്തിയിട്ടുണ്ടാവുക. നമുക്കുടനെ ജോണിക്കുട്ടിയുടെ സ്ഥാപനങ്ങളിലെ ബയോമെട്രിക് ലോക്കറുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ ആ ടെലിഫോൺ ബൂത്തിലെ ആളെ ചോദ്യം ചെയ്യണം, ജേക്കബ് പറഞ്ഞു. സാറേ, അപ്പോൾ ആ ജോണിക്കുട്ടിയുടെ മൃതദേഹം കണ്ടുപിടിക്കണ്ടേ? മുരളിപ്പിള്ള സംശയം പ്രകടിപ്പിച്ചു. അതിനല്ലേ അയാളുടെ സ്ഥാപനത്തിൽ ബയോമെട്രിക് ലോക്കർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ മൃതദേഹം മോഷ്ടിച്ചിട്ടുണ്ടാവുക? താൻ വിവരക്കേട് ചോദിച്ചു എന്ന തോന്നൽ മുരളിപ്പിള്ളയ്ക്കുണ്ടായി. അയാളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തല ചൊറിഞ്ഞു. ജേക്കബും മുരളിപ്പിള്ളയും ടൗണിലെ ജോണിക്കുട്ടിയുടെ സ്ഥാപനങ്ങളിൽ അന്വേഷണം തുടങ്ങി. എന്നാൽ ജോണിക്കുട്ടിയുടെ ഒരു സ്ഥാപനത്തിലും ബയോമെട്രിക് ലോക്കറുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ലോക്കറുകളും താക്കോലിട്ട് തുറക്കാവുന്നവയായിരുന്നു. അതിനുശേഷം അവർ ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്നു. ജോണിക്കുട്ടി മരിച്ചതിന്റെ അന്ന് രാത്രിയിൽ ഫോൺ വിളിച്ചയാളെ അറിയില്ല എന്ന് ബൂത്തുടമ മനോഹരൻ അറിയിച്ചു. ഒരുപക്ഷെ കണ്ടാൽ തിരിച്ചറിഞ്ഞേക്കുമെന്ന് പറഞ്ഞു. കുറച്ചു നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ജേക്കബും മുരളിപ്പിള്ളയും അവിടെ നിന്നിറങ്ങി. ദിവാകരൻ ഒരു ആശാരിയെ കൊണ്ടുവന്ന് വീടിന് പുതിയ കതക് വെച്ച് പിടിപ്പിച്ചു. കൂലിയുടെ കാര്യത്തിൽ ദിവാകരന് പ്രശ്നമൊന്നുമില്ലായിരുന്നുവെങ്കിലും മാധവിയമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ ചില്ലറ കശപിശ ആശാരിയുമായി ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ ആശാരി പറഞ്ഞതിൽ നിന്നും 100 രൂപ കുറച്ചാണ് മാധവിയമ്മ അയാൾക്ക് കൊടുത്തൊതുക്കിയത്. 100എങ്കിൽ 100, അത്രയും കിട്ടിയില്ലേ? മാധവിയമ്മ അഭിമാനത്തോടെ പറഞ്ഞു. വലിയ കാര്യമാ. ഇനി ആശാരി എന്തെങ്കിലും പണിക്ക് വിളിച്ചാൽ കിട്ടത്തുമില്ല. കൈയും കാലും പിടിച്ച് ഒരുവിധം കൊണ്ടുവന്നതാ, അത് നശിപ്പിച്ചു. ദിവാകരൻ പെറുപെറുത്തു. മാധവിയമ്മ അടുക്കളയിലേക്ക് പോയി. ദിവാകരൻ ഉമ്മറത്തെ ചാരുകസാരയിൽ തന്റെ പതിവ് പരിപാടിയായ പത്രവായന തുടങ്ങി. അല്പം കഴിഞ്ഞ് മാധവിയമ്മ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പണിക്ക് പോയേ പറ്റൂ. നമുക്ക് പിള്ളേരില്ലെന്നും വിചാരിച്ച് ജീവിക്കാനുള്ള കാശെങ്കിലും ഉണ്ടാക്കണ്ടേ? മാധവിയമ്മ പരിഭവം പറഞ്ഞു. ഞാൻ ചിലതൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ റബ്ബർ വച്ചപ്പോൾ നീ തന്നെയല്ലേ മുടക്കം നിന്നത്? പിന്നെ എങ്ങനെയാ? റബ്ബർ വേണ്ട, അതിന് വില ഇടിഞ്ഞിട്ട് ആളുകളൊക്കെ അത് വെട്ടിയിട്ട് വാഴ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊരു റബ്ബർ. നിങ്ങൾ വല്ല വാഴയും വെക്ക്, നല്ല കാശ് കിട്ടും. എന്നെ കൊണ്ട് കിളയ്ക്കാനും മറിക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. പിന്നെ എന്ത് തുടങ്ങാനാ? പഴയതുപോലെ പെട്ടിക്കടയിട്ട് കുത്തുവാള എടുക്കാനാണോ? അത് ഞാൻ സമ്മതിക്കത്തില്ല, മാധവിയമ്മ തറപ്പിച്ചു പറഞ്ഞു. അതല്ല, മത്സ്യകൃഷി. മത്സ്യകൃഷിയോ? അതിന് നിങ്ങൾ ഇതുവരെ മീൻ വളർത്തിയിട്ടുണ്ടോ? അതിനല്ലേ ഫാമുകളുള്ളത്. നമ്മുടെ ആൾത്താറ ജംഗ്ഷനിലെ ബാബു ഒരു ഫാം തുടങ്ങിയിട്ടുണ്ട്. നല്ല കച്ചവടമാണെന്നാണ് കേട്ടത്. പിന്നെ ഇതിനെ വളർത്താൻ വലിയ മെനക്കേടുമില്ല. വീട്ടിൽ നിന്നും മിച്ചം വരുന്ന ചോറും കറിയും ഒക്കെ ഇട്ടുകൊടുത്താൽ മതി. അതൊക്കെ തിന്ന് മീനുകളൊക്കെ കയറി അങ്ങ് തടിച്ചു വരത്തില്ലേ? ചെറിയൊരു കുളമുണ്ടാക്കുന്ന ചെലവേ വരൂ. ദിവാകരന്റെ ആശയം മാധവിയമ്മയ്ക്ക് ബോധിച്ചു. ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദിവാകരൻ തട്ടിവിട്ടതാണെന്ന് മാധവിയമ്മയ്ക്ക് മനസ്സിലായതുമില്ല. എന്നാ പിന്നെ നമുക്കതങ്ങ് തുടങ്ങിയാലോ? മാധവിയമ്മ ചോദിച്ചു. എന്ത്? ഒന്നും അറിയാത്ത പോലെ പത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിവാകരൻ ചോദിച്ചു.
മീൻ കൃഷി, കുളം കുഴിക്കാനുള്ള പണം ഞാൻ തരാം. നിങ്ങളെന്തായാലും എൻ്റെ കുറച്ച് തെങ്ങൊക്കെ മുറിച്ചു കളഞ്ഞില്ലേ, അവിടെ തന്നെ കുഴിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ ആ ബാബുവിനെ കണ്ട് മീനിനെ വളർത്തുന്ന രീതികളൊക്കെ പഠിച്ചിട്ട് വാ. മാധവിയമ്മയുടെ നിർബന്ധം കൊണ്ട് ദിവാകരൻ മീൻ വളർത്താൻ പഠിക്കാനായി വഴിച്ചിലവനെന്നും പറഞ്ഞ് 500 രൂപയും വാങ്ങി ബാബുവിൻ്റെ അടുത്തേക്ക് പോയി. ബാബു മീൻ വളർത്തലിനെ കുറിച്ച് വിശദമായ ക്ലാസ് എടുത്തു. മീൻ വളർത്താനുള്ള കുളത്തിന്റെ പ്രത്യേകതകളും മീനിന്റെ വളർച്ചാ ഘട്ടങ്ങളും പരിപാലനവും പിന്നെ തീറ്റയും. ഭൂരിഭാഗവും ദിവാകരന് മനസ്സിലായില്ല എങ്കിലും എല്ലാം മനസ്സിലായതുപോലെ തലകുലുക്കി. പിന്നെ ദിവാകരൻ ഫാമിൽ ചുറ്റി നടന്ന് കുളങ്ങൾ കണ്ടു. ഇതുപോലെ ലാഭമുള്ള ബിസിനസ് വേറെയില്ല. ഒരു ചെറിയ കുളത്തിൽ തന്നെ ആയിരക്കണക്കിന് മീൻ കുഞ്ഞുങ്ങൾ ഇട്ടൂടെ? 7-8 മാസം കൊണ്ട് ഓരോ മീനും 1 കിലോയോളം തൂക്കം വരും. പിന്നെ വിൽക്കാനാണെങ്കിൽ എങ്ങും പോകേണ്ട കാര്യമില്ല, എല്ലാവരും ഇങ്ങോട്ട് ഓടിയെത്തും. ബാബു തന്റെ സ്വതസിദ്ധമായ ബടായി അടിച്ചു. ശരിയാ, ടൗണിലൊക്കെ മീനിന് എന്ത് വിലയാ? അവിടുത്തെ ആൾക്കൂട്ടം കണ്ടാൽ മീനൊക്കെ ചുമ്മാ കൊടുക്കുവാണെന്ന് തോന്നും. അതുപോലെ തിരക്കില്ലേ? ദിവാകരൻ പറഞ്ഞു. അപ്പോൾ ചേട്ടന് എത്ര മീൻ കുഞ്ഞുങ്ങളെ വേണം? ഒരു 2000 എടുക്കട്ടെ? ബാബു ചോദിച്ചു. ഇപ്പോഴേ വേണ്ട, ഞാൻ കുളം കുഴിച്ചിട്ടില്ല, നാളെ തന്നെ പണി തുടങ്ങുക. വലിയ കുളമാ, ഒരു 5000-നെങ്കിലും വേണ്ടി വരും. ഒന്ന് മാറ്റി വെച്ചേര്. ഓ ശരി, ഇങ്ങ് വന്നാൽ മതി, എല്ലാം ശരിയാക്കി തരാം. പിന്നെ വല്ല സംശയമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ബാബു തന്റെ വിസിറ്റിംഗ് കാർഡ് ദിവാകരന് കൊടുത്തു. ദിവാകരൻ മനസ്സിൽ പല പദ്ധതികളോടെ അവിടെ നിന്നും ഇറങ്ങി. അന്ന് വൈകിട്ട് തന്നെ JCB ഓടിക്കുന്ന സജിയെ പോയി കണ്ടിട്ട് നാളെ രാവിലെ തന്നെ എത്തണമെന്ന് അറിയിച്ചു. ദിവാകരൻ സന്ധ്യയോടെ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, നാളെ തന്നെ പണി തുടങ്ങുക. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്ത് അഭിമാനത്തോടെ ദിവാകരൻ പറഞ്ഞു. അപ്പോൾ കുഴിയെടുക്കാൻ നാളെ ആൾ വരുമോ? എത്ര പേരുണ്ട്? മാധവിയമ്മ ചോദിച്ചു. ആളെ കൊണ്ട് കുഴിയെടുപ്പിക്കുന്നതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ, ഞാൻ JCBയും കൊണ്ടുവരാൻ സജിയോട് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ അവനിങ്ങെത്തും. അതിനൊക്കെ ഒരുപാട് കാശാകത്തില്ലേ? സംശയത്തോടെ മാധവിയമ്മ ചോദിച്ചു. 5-6 പണിക്കാരെ നിർത്തി കുഴിയെടുക്കുന്നതിന്റെ അത്രയും വരത്തില്ല. മാത്രമല്ല പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. വൈകിട്ട് 4 മണിയോടെ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് സൈബർ സെൽ റിപ്പോർട്ടും ജേക്കബിന് ലഭിച്ചു. അതിൽ പള്ളിയുടെ സമീപത്തുള്ള ടവറിന്റെ പരിധിയിൽ നിന്നും നിരവധി കോളുകൾ പോയിട്ടുണ്ടെങ്കിലും ജോണിക്കുട്ടിയെ കുഴിച്ചിട്ടതിന്റെ അന്ന് രാത്രി 12:30-ക്ക് ശേഷം 2 കോളുകൾ മാത്രമാണ് പോയിട്ടുള്ളത്. 12:40-ന് വക്കച്ചൻ എന്നയാളുടെ ഫോണിൽ നിന്നും ലോലപ്പൻ എന്നയാളുടെ ഫോണിലേക്കും പിന്നെ 3 മണിക്ക് അതേ ആൾക്ക് തന്നെ വീണ്ടും ഫോൺ ചെയ്തിരിക്കുന്നു. ആ കോളുകളുടെ ദൈർഘ്യം 1 മിനിറ്റിൽ താഴെ മാത്രമാണ്. ഈ വക്കച്ചൻ എന്നയാളുടെ ഫോൺ വിളികൾ സെമിത്തേരിയിലെ മോഷണം നടന്ന സമയവുമായി യോജിക്കുന്നുണ്ട്. അയാളെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം, ജേക്കബ് പറഞ്ഞു. സാർ പറഞ്ഞ ആ വക്കച്ചൻ പള്ളിയിലെ കപ്പ്യാരല്ലേ? മുരളിപ്പിള്ള ചോദിച്ചു. അതെ, അയാൾ തന്നെ ആകണം. അയാളുടെ ഫോൺ കണ്ടെടുത്താൽ കാര്യങ്ങൾ എളുപ്പമാവും, ജേക്കബ് പറഞ്ഞു. അയാളെ കണ്ടാലേ ഒരു കള്ള ലക്ഷണമുണ്ട്. 2 കൊടുത്തു കഴിഞ്ഞാൽ അവൻ മണി പോലെ സത്യം പറയും, ആവേശം കൊണ്ട് മുരളിപ്പിള്ള പറഞ്ഞു. ജേക്കബ് മുരളിപ്പിള്ളയെ അർത്ഥം വെച്ച് നോക്കി തല ഉലുക്കി. മുരളിപ്പിള്ള അല്പം ജാള്യതയോടെ തല ചൊറിഞ്ഞു. അവർ ഉടനെ തന്നെ വക്കച്ചനെ കസ്റ്റഡിയിലെടുക്കാൻ പള്ളിയിലേക്ക് തിരിച്ചു. അവർ ഗബ്രിയേലച്ചനെ കണ്ട് കാര്യം പറഞ്ഞു. അയാളുടെ ഏതോ ബന്ധുവിന് ആക്സിഡന്റായെന്നും അയാളെ കണ്ടിട്ട് നാളെ വൈകുന്നേരത്തോടെ എത്താമെന്നും പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് പോയതാ. ഞാൻ വേണമെങ്കിൽ അയാളോട് തിരിച്ചു വരാൻ പറയാം, ഗബ്രിയേലച്ചൻ പറഞ്ഞു. വേണ്ടച്ചാ, ഞങ്ങൾ തിരക്കിയ കാര്യം അയാളോട് പറയണ്ട, ചിലപ്പോൾ കടന്നു കളയും. അയാൾ ഇവിടെ എത്തിയ ഉടൻ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണം. മറ്റൊന്നും അയാളോട് ചോദിക്കുകയും ചെയ്യരുത്, ജേക്കബ് പറഞ്ഞു. ശരി, ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. ജേക്കബും മറ്റു പോലീസുകാരും അവിടെ നിന്നും ഇറങ്ങി. പിറ്റേന്ന് രാവിലെ 8 മണിയോടെ JCB എത്തി. ദിവാകരൻ മണ്ണെടുക്കേണ്ട ഭാഗം കാണിച്ചു കൊടുത്തു. മാധവിയമ്മയും കാഴ്ചക്കാരിയായി അവിടെ ഉണ്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രം പണി തുടങ്ങി. വിശാലമായ തെങ്ങിൻതോപ്പിന്റെ ഒരറ്റത്താണ് ആദ്യ കുഴി എടുത്തു തുടങ്ങിയത്. കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് 11:30-യോടെ JCBയുടെ മണ്ണുമാന്തി കൈ എന്തിലോ ശക്തിയായി തട്ടി. JCBയുടെ ഡ്രൈവർ സജി മണ്ണെടുക്കുന്നത് നിർത്തി. ദിവാകരൻ ചേട്ടാ, കുഴിയിൽ പാറയുണ്ടെന്ന് തോന്നുന്നു. പണിക്കാരെ കൊണ്ട് വശങ്ങളിലെ മണ്ണ് മാറ്റിച്ചാൽ ഞാനത് JCB കൊണ്ട് കോരിയെടുക്കാം, ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് സജി പറഞ്ഞു. ദിവാകരൻ തന്റെ പരിചയത്തിലുള്ള 2 പണിക്കാരെ ഫോണിൽ വിളിച്ചു വരുത്തി. അയാളുടെ നിർദ്ദേശപ്രകാരം 2 പണിക്കാർ പാറ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തെ മണ്ണ് മാറ്റി തുടങ്ങി. ദിവാകരൻ സജിയോട് ഒരു പുതിയ JCB വാങ്ങാനുള്ള വിലയും അതിന്റെ പ്രവർത്തനവും ഒക്കെ ചോദിച്ചു. പെട്ടെന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നവർ നിലവിളിച്ചു. അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി. ഉടനെ തന്നെ മറ്റുള്ളവർ ഓടി കുഴിയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ശവപ്പെട്ടി, വിറയലോടെ പണിക്കാരിൽ ഒരാൾ പറഞ്ഞു. ആ പെട്ടിയുടെ പുറത്ത് കൊത്തുപണിയാൽ തീർത്ത ഒരു കുരിശുണ്ടായിരുന്നു. പെട്ടിക്ക് അല്പം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവരെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയൊക്കെ വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന കാര്യം. ഇതൊക്കെ കണ്ട് മാധവിയമ്മ ബോധം കെട്ടു. ദിവാകരനും സജിയും മാധവിയമ്മയെ താങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. സജി ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. തെങ്ങിൻതോപ്പിലെ ഒച്ചപ്പാടും ബഹളവും കേട്ട് തൊട്ടടുത്തുള്ള ഓട്ടു ഫാക്ടറിയിലെ തൊഴിലാളികളും ഓടി വന്നു. അവർ അവിടുത്തെ കാഴ്ച കണ്ട് സ്തംഭിച്ചു. ഉടനെ തന്നെ ജേക്കബും സംഘവും അവിടെ എത്തി പരിശോധന ആരംഭിച്ചു. നല്ല വലിപ്പമുള്ള പെട്ടിയായിരുന്നു അത്.
അതിന്റെ വശങ്ങളിൽ JCBയുടെ മണ്ണുമാന്തി കൈകൊണ്ട് അല്പം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പെട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ജീർണിച്ച ശവശരീരം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ പെട്ടി മുകളിലെത്തിച്ചു. മുരളിപ്പിള്ള FIR രേഖപ്പെടുത്തി തുടങ്ങി. അപ്പോഴേക്കും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനെത്തി അവരുടെ അന്വേഷണം ആരംഭിച്ചു. പെട്ടിയുടെ പുറത്തുള്ള വിരലടയാളങ്ങളും മറ്റും ശേഖരിച്ചു. അതിനുശേഷം പെട്ടി തുറന്നു. അതിൻ്റെ ഉള്ളിൽ ജീർണിച്ചു തുടങ്ങിയ ഒരു പുരുഷന്റെ ശരീരമായിരുന്നു. മുഖം ജീർണിച്ച് വികൃതമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ശവം ജോണിക്കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹം അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഓല കൊണ്ട് ഒരു മുറിയുണ്ടാക്കി. ഒരു ഡെസ്കിൽ ടാർപോളിൻ വിരിച്ചിട്ട് മൃതദേഹം അതിൽ കിടത്തി. പോലീസ് സർജന്റെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തി. ഫോറൻസിക് വിദഗ്ധർ ശവപ്പെട്ടി പരിശോധിച്ചു. അവരിൽ ഒരു ഉദ്യോഗസ്ഥൻ ജേക്കബിനെ വിളിച്ചിട്ട് ഒരു കാര്യം കാട്ടിക്കൊടുത്തു. പെട്ടിയുടെ തലഭാഗത്തും കാൽഭാഗത്തുള്ള 2 രഹസ്യ അറകളായിരുന്നു അത്. പുറമേ നിന്നും കാണാതിരിക്കുവാനായി അറകളുടെ അടപ്പിന് പുറത്ത് കുഷ്യൻ പിടിപ്പിച്ചിരുന്നു. ആ കുഷ്യനുകൾ വലിച്ചു കീറി മാറ്റിയിരുന്നു. മാത്രമല്ല ആ അടപ്പിനൊരു ചെറിയ പിടിയും പിന്നെ താക്കോലിടുവാനുള്ള ഒരു ദ്വാരവും ഉണ്ടായിരുന്നു. അടപ്പുകൾ തുറന്ന നിലയിലായിരുന്നതുകൊണ്ട് അത് തുറക്കുവാൻ താക്കോലിന്റെ ആവശ്യം അവർക്ക് വന്നില്ല. ആ രഹസ്യ അറകൾക്ക് ചെറിയ സൂട്ട് കേസിന്റെ വലിപ്പമുണ്ടായിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ ആ പെട്ടിക്ക് ഇങ്ങനെ ഒരു രഹസ്യാറ ഉള്ളതായി അറിയുകയില്ല. അത്ര വിദഗ്ധമായിട്ടാണ് അത് പണിതിരിക്കുന്നത്. പെട്ടിയുടെ പുറത്ത് കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. ജേക്കബ് ഉടനെ തന്നെ ബെന്നിക്കുട്ടിയെ വിളിച്ചു. നിങ്ങൾ ജോണിക്കുട്ടിയെ അടക്കം ചെയ്യാനുള്ള പെട്ടി എവിടെ നിന്നാണ് വാങ്ങിയത്? ടൗണിലുള്ള ഒരു കടയിൽ നിന്നുമാണ്. അയാളുടെ പേര് ലോനപ്പൻ. മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ളത്. അവിടെ ശവപ്പെട്ടി വിൽക്കുന്ന ഒരു കട മാത്രമേ ഉള്ളൂ. എന്താ സാർ? ബെന്നിക്കുട്ടി ശവപ്പെട്ടി വാങ്ങിയ കട പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചു. ജോണിക്കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി, ജേക്കബ് പറഞ്ഞു. ബെന്നിക്കുട്ടി സ്തംഭിച്ചിരുന്നു. ജേക്കബും കുറച്ച് പോലീസുകാരും അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കി ഉടനെ തന്നെ ലോനപ്പന്റെ കടയിലേക്ക് തിരിച്ചു. അവർ ലോനപ്പന്റെ കടയിലെത്തി. ലോനപ്പൻ ഒരു പെട്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ടതും തന്നെ കയ്യിലിരുന്ന ബീഡി താഴെയിട്ടിട്ട് അല്പം പരിങ്ങലോടെ നിന്നു. നിങ്ങളാണോ ലോനപ്പൻ? അതെ സാർ. നിങ്ങളുണ്ടാക്കുന്ന പെട്ടികളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, അല്പം പരിങ്ങലോടെ ലോനപ്പൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് കൊത്തുപണികളുള്ള ഒരു പെട്ടി ഒരാൾ വാങ്ങിയിരുന്നു. ആ പെട്ടിയിൽ 2 രഹസ്യ അറകളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജേക്കബ് ലോനപ്പനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ലോനപ്പൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. നിങ്ങൾക്ക് ഇനിയും ഒന്നും ഒളിക്കാനാവില്ല. ജോണിക്കുട്ടിയുടെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സത്യം പറഞ്ഞോ? ജേക്കബ് അല്പം ശബ്ദമുയർത്തി പറഞ്ഞു. സാറേ, സത്യമായിട്ടും ജോണിക്കുട്ടിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാനെല്ലാം പറയാം, തൊഴുതുകൊണ്ട് ലോനപ്പൻ പറഞ്ഞു. പറഞ്ഞോളൂ, ജേക്കബ് പറഞ്ഞു. മാത്തൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പെട്ടി നിർമ്മിച്ചത്. മാത്തൻ സാറിന് കള്ളക്കടത്ത് സ്വർണത്തിന് ഇടപാടുണ്ട്. വിദേശത്ത് നിന്നും കടത്തുന്ന സ്വർണം മാത്തൻ സാറിന്റെ ഓട്ട് ഫാക്ടറിയിലേക്കുള്ള കളിമണ്ണിൽ പൂഴ്ത്തി കടത്തിക്കൊണ്ട് വരാറാണ് പതിവ്. അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ആദ്യമൊക്കെ ഫാക്ടറിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നതെങ്കിലും പിന്നീട് അവിടെ സൂക്ഷിക്കുന്ന വിവരം ആരെങ്കിലും പോലീസിന് ഒറ്റുമോ എന്ന ഭയം കൊണ്ട് മാത്തൻ സാറ് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എനിക്ക് ക്യാഷിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് സമ്മതിച്ചു. ഒരു ശവപ്പെട്ടി ഉണ്ടാക്കി അതിൽ 2 രഹസ്യാറകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ സ്വർണം നിറച്ചിട്ട് ഇവിടെ തന്നെ സൂക്ഷിക്കുക. മാത്തൻ സാറിന് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് പെട്ടി തുറന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുമായിരുന്നു. സ്വർണ്ണക്കട്ടികൾ തുണിയിൽ പൊതിഞ്ഞ് ആ അറയ്ക്കുള്ളിൽ വെച്ചാൽ ആരും സംശയിക്കില്ലെന്നും പറഞ്ഞു. ആ പെട്ടി ഒരു കാരണവശാലും ആർക്കും കച്ചവടമാക്കരുതെന്നും എപ്പോഴും എൻ്റെ നോട്ടം അതിലുണ്ടാവണമെന്നും പറഞ്ഞിരുന്നു. എൻ്റെ മകളുടെ കല്യാണത്തിന് കുറച്ച് കാശിന്റെ ആവശ്യം വന്നപ്പോൾ ഒരു ബന്ധുവിൻ്റെ അടുത്ത് കടം ചോദിക്കാനായി പോയ ദിവസമായിരുന്നു അബദ്ധത്തിൽ ആ പെട്ടി ബെന്നിക്കുട്ടി കൊണ്ടുപോയത്. എൻ്റെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ തിരികെ എത്തിയപ്പോൾ പെട്ടി കാണാനില്ല. ഭാര്യയോട് തിരക്കിയപ്പോൾ ആ പെട്ടി വിറ്റെന്നും അവറാച്ചൻ മുതലാളിയുടെ മകൻ ജോണിക്കുട്ടിക്ക് വേണ്ടിയാണ് പെട്ടിയെന്നും ബെന്നിക്കുട്ടിയാണ് അത് വാങ്ങിയതെന്നും അവൾ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ മാത്തൻ സാറിനെ വിവരം അറിയിച്ചു. പിന്നീട് മാത്തൻ സാർ പറഞ്ഞതുപോലെ ഞാൻ ജോണിക്കുട്ടിയെ അടക്കം ചെയ്യാൻ പോകുന്ന പള്ളിയിലെ കപ്പ്യാർ വക്കച്ചനെ കണ്ടു. മാത്തൻ സാറിന്റെ പരിചയക്കാരനാണ് കപ്പ്യാർ വക്കച്ചൻ. വക്കച്ചൻ സഹായിക്കാമെന്ന് ഏറ്റു. അടക്കം കഴിഞ്ഞതിന്റെ അന്ന് രാത്രിയിൽ തന്നെ കുഴിമാന്തി പെട്ടിയെടുക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. സെമിത്തേരിയുടെ സൂക്ഷിപ്പുകാരനായ പാപ്പൻ കിടന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്ന് വക്കച്ചൻ പറഞ്ഞു. അങ്ങനെ രാത്രി 12:45 വക്കച്ചൻ എന്നെ വിളിച്ചു. മാത്തൻ സാറിന്റെ ഓക്ട് ഫാക്ടറിയിലെ 4 ജോലിക്കാരും ഞാനും കൂടി സെമിത്തേരിയിലേക്ക് പോയി. സെമിത്തേരിയുടെ വശത്തുള്ള റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ സെമിത്തേരിയിലേക്ക് കയറി. ഞങ്ങളെ കാത്ത് വക്കച്ചൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വക്കച്ചൻ ഞങ്ങൾക്ക് ജോണിക്കുട്ടിയുടെ കുഴിമാടം കാട്ടി തന്നിട്ട് അല്പം ദൂരെ മാറി നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു. ഞങ്ങൾ കുഴിയെടുത്ത് ശവപ്പെട്ടി ഉയർത്തി വണ്ടിയിലേക്ക് കൊണ്ടുപോയി വച്ചിട്ട് തിരികെ വന്ന് കുഴി മൂടാൻ തുടങ്ങി. ഉടനെ വക്കച്ചൻ ഓടി വന്നിട്ട് പെട്ടി കൊണ്ടുപോയി ഭദ്രമാക്കിയിട്ട് തിരിച്ചു വന്ന് കുഴി മൂടാൻ ആവശ്യപ്പെട്ടു. ശവപ്പെട്ടിയുമായി വണ്ടി റോഡരികിൽ കിടക്കുന്നത് സുരക്ഷിതമല്ല എന്നും പറഞ്ഞു. വക്കച്ചൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ശവപ്പെട്ടിയുമായി അതിവേഗത്തിൽ മാത്തൻ സാറിന്റെ ഓട്ട് ഫാക്ടറിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് വക്കച്ചൻ വിളിച്ചിട്ട് പാപ്പൻ ഉണർന്നെന്നും ഞങ്ങൾ തിരികെ വരണ്ടെന്നും പറഞ്ഞു.
നേരം വെളുക്കാറായപ്പോൾ ശവപ്പെട്ടി ഞങ്ങൾ ഭദ്രമായി ഓട്ട് ഫാക്ടറിയിലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിനടിയിൽ പൂഴ്ത്തി വെച്ചു. മാത്തൻ സാറിന്റെ കയ്യിൽ ആ അറകളുടെ താക്കോൽ ഉള്ളതുകൊണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ നടന്നതൊന്നും എനിക്കറിയില്ല. അതെവിടെ കുഴിച്ചിട്ടെന്ന് മാത്തൻ സാറിന് മാത്രമേ അറിയത്തുള്ളൂ. അല്പനേരം ആലോചിച്ചിട്ട് ജേക്കബ് ചോദിച്ചു, മാത്തനിപ്പോ എവിടെയുണ്ട്? ഓട്ട് ഫാക്ടറിയിൽ കാണുമായിരിക്കും, ലോനപ്പൻ പറഞ്ഞു. മാത്തനും ജോണിക്കുട്ടിയുമായി എന്താ ഇടപാട്? അറിയില്ല സാർ, പക്ഷേ പലപ്പോഴും സാറിന്റെ ഓട്ട് ഫാക്ടറിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ലോനപ്പനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിയിട്ട് ജേക്കബും സംഘവും മാത്തന്റെ ഓട്ട് ഫാക്ടറിയിലേക്ക് പോകാനൊരുങ്ങി. സമയം വൈകിട്ട് 5 മണിയായിരിക്കുന്നു. ജേക്കബിന് ഒരു കോൾ വന്നു. ഹലോ, ഞാൻ ഫാദർ ഗബ്രിയേൽ, വക്കച്ചൻ എത്തിയിട്ടുണ്ട്. അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ ഗബ്രിയേലച്ചൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ എത്താം. അയാൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണം, ജേക്കബ് പറഞ്ഞു. ശരി. ഗബ്രിയേലച്ചൻ ഫോൺ വെച്ചു. ഉടനെ വക്കച്ചൻ അവിടേക്ക് വന്നു. എന്താ അച്ചോ, എന്താ വല്ലാതിരിക്കുന്നേ? ഓ, ഒന്നുമില്ല, ഉറക്കം ശരിയാകാഞ്ഞിട്ടാകും. നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ബന്ധുവിന്? അളിയന് ആക്സിഡന്റ് പറ്റിയത് കൊണ്ടല്ലേ അച്ചോ? കാലൊടിഞ്ഞു. ഏതൊരു ലോറി അളിയന് ഓടിച്ച ബൈക്കിൽ തട്ടിയതാ. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പാപം ചെയ്താൽ കർത്താവ് പൊറുക്കില്ല വക്കച്ച. നിനക്ക് സെമിത്തേരിയിലെ മോഷണവുമായി എന്താ ബന്ധം? ഗബ്രിയേലച്ചന്റെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് വക്കച്ചൻ ഞെട്ടി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത പോലെ വക്കച്ചൻ പറഞ്ഞു, അച്ചോ, ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങിയിട്ടുണ്ട്, ഇങ്ങ് കൊണ്ടുവരാം. ഇതും പറഞ്ഞ് വക്കച്ചൻ കുശിനിയിലേക്ക് പോയി. ഗബ്രിയേലച്ചൻ ശാന്തനായി കസാരയിൽ തന്നെ ഇരുന്നു. വക്കച്ചൻ 2 മാമ്പഴവും ഒരു പാത്രവും പിന്നെ അത് മുറിക്കാനുള്ള കത്തിയുമായി എത്തി. ഗബ്രിയേലച്ചൻ വക്കച്ചനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ഇരുന്നു. മാമ്പഴവും പാത്രവും മേശപ്പുറത്ത് വെച്ചിട്ട് കത്തിയുമായി ഗബ്രിയേലച്ചന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛനെങ്ങനെ അറിയാം എനിക്ക് സെമിത്തേരിയിലെ മോഷണവുമായി ബന്ധമുണ്ടെന്ന്? ഗൗരവത്തോടെ വക്കച്ചൻ ചോദിച്ചു. ഇപ്പോൾ നീ പറഞ്ഞല്ലോ, പുഞ്ചിരിച്ചുകൊണ്ട് ഗബ്രിയേലച്ചൻ പറഞ്ഞു. അച്ഛനെന്നെ സംശയമുള്ള സ്ഥിതിക്ക് ഞാനായിട്ട് മാറ്റുന്നില്ല. എനിക്കും അതിൽ പങ്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ പോലീസിന് പിടികൊടുക്കാനൊന്നും പറ്റത്തില്ല. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. കത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വക്കച്ചൻ പറഞ്ഞു. നീ അനാഥാലയത്തിലേക്കുള്ള അരിയും സാധനങ്ങളും കട്ടുവിറ്റെന്നറിഞ്ഞപ്പോൾ ഞാൻ അന്ന് ശ്രമിച്ചു. ആ പ്രവൃത്തിയിൽ പിന്നീട് നിനക്ക് മനസ്താപം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നീ വീണ്ടും അതിനേക്കാൾ വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ വക്കച്ച. വക്കച്ചന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കസാരയിലിരുന്ന ഗബ്രിയേലച്ചനെ വക്കച്ചൻ തന്റെ കയ്യിലെ കത്തികൊണ്ട് ആഞ്ഞുകുത്തി. അല്പസമയത്തിനുള്ളിൽ ജേക്കബും സംഘവും പള്ളിയിലെത്തി. പള്ളിയുടെ വാതിൽക്കലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആൾത്താരയുടെ മുന്നിൽ ഗബ്രിയേലച്ചൻ വക്കച്ചനെ കുനിച്ചു നിർത്തി മുതുകത്ത് ഇടിക്കുന്നതാണ് കണ്ടത്. ജേക്കബും മുരളിപ്പിള്ളയും അവരുടെ അടുത്തേക്ക് ഓടി. അച്ചോ, മതി, നിർത്ത്, അയാൾ ചത്തുപോകും, മുരളിപ്പിള്ള വിളിച്ചു പറഞ്ഞു. മുതുകത്തുള്ള ഇടിക്ക് ശേഷം കാലിന്റെ മുട്ടുകൊണ്ട് വക്കച്ചന്റെ വയറ്റിൽ ശക്തിയായി ഒരു ഇടിയും കൊടുത്തുകൊണ്ട് ഗബ്രിയേലച്ചൻ മർദ്ദനം അവസാനിപ്പിച്ചു. വക്കച്ചൻ അവിടെ കൂട്ടിയിട്ടിരുന്ന ബെഞ്ച് തള്ളിമറിച്ചുകൊണ്ട് വീണു. മുരളിപ്പിള്ളി ഗബ്രിയേലച്ചനെ അറിയാതെ തൊഴുതു. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള കാര്യം ഇവനെ അറിയത്തില്ല, ചിരിച്ചുകൊണ്ട് ഗബ്രിയേലച്ചൻ പറഞ്ഞു. വക്കച്ചന്റെ ഒരു കണ്ണ് ഗബ്രിയേലച്ചന്റെ ഇടികൊണ്ട് കറുത്തിരുന്നു. മുഖത്ത് പലയിടത്തും ചതവുണ്ട്. ഷർട്ട് അഴിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ശരീരത്തിനേറ്റ ചതവുകൾ തിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ. വക്കച്ചൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. എന്നാലും അച്ചു ഇത് കലക്കി. ഞാൻ പോലും ഇങ്ങനെ ഇടിച്ചിട്ടില്ല, മുരളിപ്പിള്ള പറഞ്ഞു. വക്കച്ചൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇവൻ പല കള്ളത്തരങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവന് മാനസാന്തരം വന്നെന്നാ ഞാൻ കരുതിയേ. ഞങ്ങൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു, ഇയാളെങ്ങാനും അച്ഛനെ അപായപ്പെടുത്തുമോ എന്ന്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി, ജേക്കബ് പറഞ്ഞു. ഞങ്ങളുടെ പണി കുറച്ചു കുറഞ്ഞു. ഇനി വക്കച്ചനോട് ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? വക്കച്ചനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് മുരളിപ്പിള്ള പറഞ്ഞു. ലോനപ്പനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്റെ കഥയും കൂടി കേൾക്കട്ടെ, മുരളിപ്പിള്ള പറഞ്ഞു. വക്കച്ചനെ ബെഞ്ചിലിരുത്തി. അല്പനേരം കിതച്ചുകൊണ്ടിരുന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി. മാത്തൻ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ജോണിക്കുട്ടി മരിച്ചതിന്റെ അന്ന് രാത്രിയിൽ മാത്തൻ മുതലാളി എന്നെ വിളിച്ചിരുന്നു. ജോണിക്കുട്ടി അടക്കം ചെയ്ത പെട്ടി അയാൾക്ക് ആവശ്യമുണ്ടെന്നും ഞാൻ സഹായിക്കണമെന്നായിരുന്നു പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ അടക്കം കഴിഞ്ഞതിന്റെ അന്ന് രാത്രി അവിടേക്ക് നിരീക്ഷിച്ചു. പാപ്പന്റെ വീട്ടിലെ വെളിച്ചം അണയുന്നതുവരെ ഞാൻ കാത്തിരുന്നു. 12:45 അവിടുത്തെ ലൈറ്റെല്ലാം അണഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ലോനപ്പനെ വിവരം അറിയിച്ചു. ലോനപ്പനും മുതലാളിയുടെ ഓട്ട് ഫാക്ടറിയിലെ 4 ജോലിക്കാരും കൂടി 1:15 എത്തി. അവർ കുഴിയെടുത്ത് ആ പെട്ടി വണ്ടിയിൽ വെച്ചിട്ട് തിരികെ വന്ന് കുഴി മൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരെ വിലക്കി. ശവപ്പെട്ടിയുമായി വണ്ടി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വിളിച്ചിട്ട് തിരികെ വന്ന് കുഴി മൂടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി പോയി ഞാൻ തിരികെ പോകാനൊരുങ്ങുമ്പോൾ പാപ്പന്റെ വീട്ടിൽ വെളിച്ചം കണ്ടു. ഞാൻ ധൃതിയിൽ സെമിത്തേരിയുടെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കയറി ഒളിച്ചു നിന്നു. എന്നിട്ട് അവർ തിരികെ വരേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. പാപ്പൻ ഒരു ടോർച്ചുമായി സെമിത്തേരിയെ ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ടപ്പോൾ ഞാൻ തിരികെ ഓടി എൻ്റെ റൂമിലെത്തി. പിന്നെ പാപ്പൻ ഗബ്രിയേലച്ചനോട് കാര്യം പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഞാനും അതെല്ലാം കേട്ടു നിന്നു.
മാത്തൻ മുതലാളിക്ക് കള്ളക്കടത്തുണ്ടോ സ്വർണത്തിന്റെ? ജേക്കബ് ചോദിച്ചു. ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. മാത്തൻ മുതലാളിക്ക് ജോണിക്കുട്ടിയുമായി എന്താ ഇടപാട്? അറിയില്ല, പക്ഷെ പലപ്പോഴും പള്ളിയിൽ വെച്ച് അവർ ഗൗരവമായി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ലോനപ്പനെയും വക്കച്ചനെയും സ്റ്റേഷനിൽ എത്തിച്ചിട്ട് പോലീസ് സംഘം രാത്രി 7 മണിയോടെ മാത്തന്റെ ഓട്ടോ ഫാക്ടറിയിൽ ചെന്നു. ഫാക്ടറിയുടെ ഒരു ഭാഗം ഓഫീസ് മുറിയായി തിരിച്ചിരുന്നു. അതിന്റെ മുമ്പിൽ ഒരു ആഡംബര കാറും നിർത്തിയിട്ടിരിക്കുന്നു. ജേക്കബും സംഘവും ഓഫീസിലേക്ക് കയറി. സിൽക്ക് ജുബയും മുണ്ടുമാണ് മാത്തൻ മുതലാളിയുടെ വേഷം. പ്രായം 54. വലത്തെ കൈയിൽ സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റും വിരലിൽ മോതിരവുമുണ്ട്. മുഖത്ത് വലിപ്പം കുറഞ്ഞൊരു കണ്ണടയും വച്ചിട്ടുണ്ട്. മുടി നന്നായി ചീകി ഒതുക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്നുള്ള പെർഫ്യൂം സുഗന്ധം അവിടെയെല്ലാം പരന്നിരിക്കുന്നു. സിഗരറ്റ് വലിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന കറുത്ത ചുണ്ടുകൾ, ഇരുനിറം, ഒരു കുശാഗര ബുദ്ധിക്കാരന്റെ നോട്ടവും സംഭാഷണവും. ഇതൊക്കെയാണ് ചുരുക്കത്തിൽ മാത്തൻ മുതലാളി. നാട്ടിൽ ഒരു ഓട്ട് ഫാക്ടറിയേ ഉള്ളുവെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ വസ്തുവും കൃഷിയുമുണ്ട്. എല്ലാം കള്ളക്കടത്തിലൂടെ നേടിയത്. എന്താ? മാത്തൻ ചോദിച്ചു. നിങ്ങളാണോ മാത്തൻ? ജേക്കബ് ചോദിച്ചു. അതെ. സെമിത്തേരിയിലെ ശവപ്പെട്ടി മോഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യണം. നിങ്ങളാണ് അതിന് പിന്നിലെന്ന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. മാത്തൻ ഞെട്ടി. അയാൾ കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്ത് തെളിവ്? ലോനപ്പനും വക്കച്ചനും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരെല്ലാം പറഞ്ഞു. എല്ലാം വിശദമായി നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ കൂട്ടുപ്രതിയെയും വിളിക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? മോഷണത്തിന് കൂട്ടുനിന്ന് മറ്റു 4 പേരെയും മാത്തൻ വിളിച്ചു വരുത്തി. ചെറുത്തുനിൽപ്പുകളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ജേക്കബിന് സാധിച്ചു. സ്റ്റേഷനിലെത്തിയ ശേഷം ജേക്കബ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇനി പറയൂ, എന്തിനാണ് നിങ്ങൾ ശവപ്പെട്ടി മോഷ്ടിച്ചത്? എൻ്റെ കയ്യിൽ നികുതി അടയ്ക്കാത്ത വിദേശത്ത് നിന്നും കൊണ്ടുവന്ന സ്വർണമുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാനത് ഓട്ടോ ഫാക്ടറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒരിക്കൽ എൻ്റെ ഫാക്ടറി റെയ്ഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടെന്ന വിവരം ഒരു സുഹൃത്ത് വഴി അറിഞ്ഞപ്പോൾ ഞാനത് ജോണിക്കുട്ടിയെ ഏൽപ്പിച്ചു. അയാളത് അയാളുടെ വീട്ടിലെ ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചു. പിന്നീട് ആ സ്വർണത്തിൻ്റെ ഈടിൽ പുതിയ സ്വർണം വാങ്ങാനും എനിക്ക് കഴിഞ്ഞു. സ്വർണം പലർക്കായി കച്ചവടം നടത്തി പണയം വെച്ച മുഴുവൻ തുകയും ഞാൻ വീട്ടി. കടമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സ്വർണം സൂക്ഷിക്കുന്നതിന് ജോണിക്കുട്ടി എന്നോട് പണം ആവശ്യപ്പെട്ടു. സൂക്ഷിപ്പ് കൂലി. അയാൾ പറഞ്ഞ തുക വലുതായിരുന്നു. അതുകൊണ്ട് സ്വർണം മറ്റെവിടെ ഒളിപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു ഉപായം തോന്നി. ഞാൻ ലോനപ്പനെ സമീപിച്ചിട്ട് കാര്യം പറഞ്ഞു. അയാൾ അതിന് സമ്മതിച്ചു. വളരെ നാളായി ലോനപ്പനെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അയാളെ വിശ്വാസമായിരുന്നു. ലോനപ്പൻ 2 രഹസ്യാറകൾ വെച്ച് ശവപ്പെട്ടി ഉണ്ടാക്കി. എൻ്റെ സ്വർണം അതിൽ ഭദ്രമായി സൂക്ഷിച്ച് അയാളുടെ കടയിൽ തന്നെ വെച്ചു. ശവപ്പെട്ടി ആരും മോഷ്ടിക്കാറില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ളപ്പോഴേക്ക് അവിടെ ചെന്ന് സ്വർണം എടുക്കാമായിരുന്നു. ലോനപ്പന് ചെറിയൊരു തുകയും നൽകിയിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഒരു ദിവസം പെട്ടി അബദ്ധത്തിൽ ആർക്കോ വിറ്റു എന്നും പറഞ്ഞ് ലോനപ്പൻ എന്നെ വിളിച്ചത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് ജോണിക്കുട്ടിയെ അടക്കം ചെയ്യാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞാനൊരു പദ്ധതി തയ്യാറാക്കി. പള്ളിയിലെ കപ്പ്യാർ വക്കച്ചനെ വിളിച്ച് കാര്യം പറഞ്ഞു. അയാൾ സഹായിക്കാമെന്നേറ്റു. പിന്നാലെ ലോനപ്പനും എൻ്റെ ഓട്ടോ ഫാക്ടറിയിലെ 4 പണിക്കാരും കൂടി ചേർന്ന് പെട്ടി അവിടെ നിന്നും മോഷ്ടിച്ചു. ഫാക്ടറിയിൽ എത്തിച്ചപ്പോഴേക്കും നേരം വെളുക്കാറായതുകൊണ്ട് ഞങ്ങളത് ഓട് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. അത് നിരീക്ഷിക്കാൻ ഒരാളെയും ഏർപ്പാടാക്കി. അന്ന് ഫാക്ടറിയിലെ തൊഴിലാളികൾ വൈകിട്ട് പോയ ശേഷം ശവപ്പെട്ടി വീണ്ടും കുഴിച്ചെടുത്ത് ജോണിക്കുട്ടിയുടെ മൃതദേഹം മാറ്റി ആ അറകൾ തുറന്ന് സ്വർണം ഞാൻ എടുത്തു. ജോണിക്കുട്ടിയുടെ മൃതദേഹം വീണ്ടും അതിൽ വെച്ചിട്ട് അത് മറവ് ചെയ്യാനുള്ള മാർഗം ആലോചിച്ചു. എൻ്റെ ഫാക്ടറിയുടെ അടുത്തുള്ള തെങ്ങിൻ പുരയിടം ശവപ്പെട്ടി കുഴിച്ചിടാൻ പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് ദിവസം മുമ്പ് അവിടെ കുറെ തെങ്ങ് മുറിക്കുകയും പിന്നെ കുറെ കുഴികൾ എടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പിറ്റേന്ന് അതെല്ലാം മൂടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ ആരും കുഴിക്കുകയില്ലെന്ന് കരുതി. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം മറ്റൊന്നായിരുന്നു. ആ പുരയിടം ദിവാകരൻ്റെ വീടിൻ്റെ എതിർവശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ശവപ്പെട്ടി കുഴിച്ചിടുമ്പോൾ അയാൾ ഒരുപക്ഷെ കണ്ടേക്കാമെന്നും തോന്നി. അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തി. അയാൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കവലയിൽ പോകാറുണ്ട്. അങ്ങനെ അന്ന് പോകുമ്പോൾ എൻ്റെ ഏതെങ്കിലും ലോറി കൊണ്ട് അയാളുടെ ബൈക്കിൽ തട്ടുക. പരിക്ക് പറ്റിയ അയാളെ ആശുപത്രിയിലേക്കിട്ട് വിവരം വീട്ടിൽ അറിയിച്ചു കഴിയുമ്പോൾ അയാളുടെ ഭാര്യയും അങ്ങോട്ട് പൊക്കോളൂ. ആ വീട്ടിൽ അവർ 2 പേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പണി എളുപ്പമായിരിക്കും. അങ്ങനെ അയാളുടെ ബൈക്കിന് പിന്നാലെ 2 പേര് ലോറിയിലും പിന്നിൽ കാറിൽ ഞാനും പിന്തുടർന്നു. വഴിയിൽ പല സ്ഥലത്തും ആളുകൾ ഉള്ളതുകൊണ്ട് ആ പദ്ധതി നടന്നില്ല. അപ്പോഴാണ് അയാൾ തട്ടുകടയിൽ എന്തോ പറഞ്ഞിട്ട് പോകുന്നത് കണ്ടത്. അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന സഹദേവനെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അയാളോട് ദിവാകരൻ എന്തു പറഞ്ഞിട്ടാണ് പോയതെന്ന് ചോദിച്ചു. 8 പൊറോട്ടയും 2 ചിക്കൻ കറിയും എടുത്തു വെക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്തുള്ള ബിവറേജിൽ നിന്നും കുപ്പി വാങ്ങാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കുറച്ച് ഉറക്കഗുളികൾ വാങ്ങിയിട്ട് ദിവാകരനായി എടുത്തിട്ടുള്ള ചിക്കൻ കറിയിൽ ചേർക്കാൻ സഹദേവനോട് ആവശ്യപ്പെട്ടു. എൻ്റെ ഭീഷണിക്ക് വഴങ്ങി അയാൾ രഹസ്യമായി അത് ചെയ്തു. അയാൾക്ക് കുറച്ച് കാശും കൊടുത്തു. പിന്നീട് ഞങ്ങൾ തിരികെ ഫാക്ടറിയിലെത്തി കാത്തിരുന്നു. അല്പം കഴിഞ്ഞ് ദിവാകരൻ എത്തി.
കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഉള്ളിൽ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ജനലിലൂടെ നോക്കിയപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് കമിഴ്ന്ന് കിടപ്പുണ്ട്. പിന്നെ ഒട്ടും വൈകാതെ ആ ശവപ്പെട്ടി ഞങ്ങൾ ദിവാകരന്റെ തെങ്ങിൻതോപ്പിൽ മറവ് ചെയ്തു. ദിവാകരന്റെ നേർക്ക് പോലീസ് അന്വേഷണം വന്നാലും ഞങ്ങളുടെ നേർക്ക് തിരിയുകയില്ല എന്നറിയാമായിരുന്നു. പക്ഷേ അയാൾ മത്സ്യകൃഷി തുടങ്ങുമെന്നും ഒട്ടും കരുതിയില്ല. അതാണെല്ലാം നശിപ്പിച്ചത്. ശവപ്പെട്ടി മോഷണത്തിന്റെ കുറ്റസമ്മതമൊക്കെ എനിക്ക് ബോധിച്ചു. പക്ഷേ ജോണിക്കുട്ടി എന്തിനു കൊന്നു എന്ന് പറഞ്ഞില്ല. ജേക്കബ് പറഞ്ഞു. ഞാൻ ജോണിക്കുട്ടിയെ കൊന്നിട്ടില്ല, അയാൾ ആത്മഹത്യ ചെയ്തെന്ന എൻ്റെ അറിവ്. മാത്തൻ പറഞ്ഞു. അതെനിക്ക് വിശ്വാസം വന്നിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. അല്പം നീരസത്തോടെ ജേക്കബ് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു മോഷണക്കുറ്റം മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം, മാത്തൻ കൂസലില്ലാതെ പറഞ്ഞു. ജോണിക്കുട്ടി മരണപ്പെട്ടതിൻ്റെ അന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ജേക്കബ് ചോദിച്ചു. ഞാനിന്ന് ബാംഗ്ലൂരിലായിരുന്നു. ഞാൻ താമസിച്ച ഹോട്ടൽ പ്രസിഡന്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. ഇനി അതും പോരെങ്കിൽ അവിടേക്ക് ക്യാമറയുണ്ടായിരുന്നു, അത് പരിശോധിച്ചാലും മതി. അല്ലാതെ കള്ളക്കേസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ജേക്കബ് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു. തന്റെ മുറിയിലെ കസാരയിലിരുന്നു. സമയം രാത്രി 10:30 കഴിഞ്ഞിരുന്നു. മുരളിപ്പിള്ളയും അവിടെ എത്തി. സാറേ, ആ മാത്തൻ തന്നെയാകും ഇത് ചെയ്ത്. അയാൾ കുരുട്ടു ബുദ്ധിയുടെ ആശാന. അല്ലെങ്കിൽ ഒരു വീട്ടുകാരെ മൊത്തം മയക്കി കിടത്തിയിട്ട് ഇമ്മാതിരി പണി ചെയ്യുമോ? മുരളിപ്പിള്ള പറഞ്ഞു. പക്ഷെ എൻ്റെ സംശയം മറ്റൊന്നാണ്. അയാളന്ന് ബാംഗ്ലൂരിൽ ആയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ? സാറേ, അത് ചിലപ്പോൾ അയാളുടെ ശിങ്കടികൾ ആരെങ്കിലും ചെയ്തതായിരിക്കും. ജോണിക്കുട്ടിക്ക് അവസാനത്തെ ഫോൺ കോൾ വന്ന ബൂത്തിലെ ആളെ കൊണ്ടുവന്ന് ഇവരെ കാണിക്കാം. അയാൾ തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. അതെ, അയാളുടെ ശിങ്കടികളെയും പിടിച്ചിട്ടുണ്ടല്ലോ. തനിക്ക് എന്ത് തോന്നുന്നു? മാത്തൻ എങ്ങനെയാവും ജോണിക്കുട്ടിയെ കൊന്നിട്ടുണ്ടാവുക? ജേക്കബ് മുരളിപ്പിള്ളയോട് അഭിപ്രായം ചോദിച്ചു. മാത്തനും ജോണിക്കുട്ടിയും തമ്മിൽ സ്വർണത്തിന്റെ ഇടപാടുണ്ടായിരുന്നല്ലോ. അതിൽ വന്ന കശപിശ വല്ലതുമായിരിക്കാം അയാൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ കാരണം. ജോണിക്കുട്ടിയെ വിളിച്ചു വരുത്തി മദ്യപിച്ചിട്ട് ബോധം കെട്ടപ്പോൾ വണ്ടിയിൽ കിടത്തി. പുകക്കുഴലിൽ ഹോസും പിടിപ്പിച്ച് സ്ഥലം വിട്ട് കാണും. അല്പനേരം ആലോചിച്ചിട്ട് ജേക്കബ് പറഞ്ഞു. അതെ, അങ്ങനെയും സാധ്യതയുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ജോണിക്കുട്ടിക്ക് അവസാനമായി കോൾ വന്ന ബൂത്തിന്റെ ഉടമ മനോഹരനെ സ്റ്റേഷനിലെത്തിച്ചു. മാത്തൻ, ലോനപ്പൻ, വക്കച്ചൻ പിന്നെ മാത്തന്റെ 4 ജോലിക്കാരെയും നിരത്തി നിർത്തിയിട്ട് മനോഹരനെ കാണിച്ചു. അല്പനേരം അവരെ എല്ലാം ഒന്ന് നോക്കിയിട്ട് അവരാരുമല്ല അന്ന് ബൂത്തിൽ വന്നതെന്ന് അറിയിച്ചു. നിങ്ങളന്ന് ബൂത്തിൽ കണ്ട ആളെ കുറിച്ച് പറയൂ. കാണാൻ എങ്ങനെയാണ് അയാൾ? ജേക്കബ് ചോദിച്ചു. നല്ല വെളുത്ത നിറമാണ്, വെള്ള ഷർട്ടും മുണ്ടുമായിരുന്ന വേഷം, ഏകദേശം 6 അടി ഉയരം, പിന്നെ പൊക്കത്തിനൊത്ത വണ്ണം. അയാൾ എന്താ ഫോണിൽ സംസാരിച്ചതെന്ന് കേട്ടോ? ഇല്ല, അയാൾ ബൂത്തിന്റെ ഉള്ളിൽ കതക് ചാരിയിട്ടാണ് സംസാരിച്ചത്. കുറച്ചു നേരം മാത്രമേ സംസാരിച്ചുള്ളൂ. അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ശരി, നിങ്ങൾക്ക് പോകാം. മനോഹരൻ അവിടെ നിന്നും ഇറങ്ങി. ജേക്കബ് കണ്ണുകളടച്ച് ഗാഢമായി ചിന്തിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് ജേക്കബിനൊരു കോൾ വന്നു. ഞാൻ രാമകൃഷ്ണൻ. എൻ്റെ ഓഫീസിലേക്ക് വന്നാലേ ആ ജോണിക്കുട്ടിയുടെ ഫോറൻസിക് റിപ്പോർട്ട് കൊണ്ടുപോകാം. താങ്ക് യു സാർ, ഞാൻ ഉടനെ എത്താം. ജേക്കബ് ഉടനെ തന്നെ രാമകൃഷ്ണന്റെ ഓഫീസിലെത്തി. രാമകൃഷ്ണൻ റിപ്പോർട്ടിനെ കുറിച്ച് വിശദീകരിച്ചു. കാർബൺ മോണോക്സൈഡ് വിഷബാധ കൊണ്ടാണ് ജോണിക്കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ രക്തത്തിൽ മദ്യത്തിന്റെയും ഉറക്ക ഗുളികകളുടെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് മൂലമുള്ള ഇരുണ്ട നിറമാണ് ജോണിക്കുട്ടിയുടെ ശരീരത്തിൽ കാണപ്പെട്ടത്. പിന്നെ അയാളുടെ കൂടാതെ മറ്റു 3 വിരലടയാളങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അത് ആരുടെയൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും അതൊക്കെ ആണുങ്ങളുടെ വിരലടയാളങ്ങളാണ്. നിങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളുടെ വിരലടയാള സാമ്പിളുകൾ എത്തിച്ചാൽ അത് വെച്ച് ഒത്തുനോക്കാൻ സാധിക്കും. ജോണിക്കുട്ടിയുടെ ശ്വാസകോശത്തിൽ ഡീസലിന്റെ സാന്നിധ്യമുണ്ട്. ഡീസൽ എഞ്ചിനിൽ നിന്നുള്ള പുക മൂലമാകാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക. പിന്നെ പുകക്കുഴലിൽ നിന്നും കാറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഓസിന്റെ ഉള്ളിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും സാന്നിധ്യമുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ശ്വാസകോശത്തിൽ ഡീസലിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ അല്ലേ? അല്പനേരം ആലോചിച്ച് ജേക്കബ് ചോദിച്ചു. അതെ, അയാൾ മരണപ്പെട്ടിരിക്കുന്നത് ഡീസൽ കത്തിയതിനാൽ നിന്നുള്ള പുക ശ്വസിച്ചത് മൂലമാണ്. മരിച്ചു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നടക്കാത്തതുകൊണ്ട് പുക പോലെയുള്ള മറ്റു വസ്തുക്കൾ ശ്വാസകോശത്തിൽ പ്രവേശിക്കില്ല. പിന്നെ അയാളുടെ ഷർട്ടിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ഒരു ബട്ടൺസ് പൊട്ടിമാറിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാമകൃഷ്ണന്റെ വിശദീകരണത്തിന് ശേഷം റിപ്പോർട്ട് വാങ്ങി ജേക്കബ് തിരികെ സ്റ്റേഷനിലെത്തി. മുരളിപ്പിള്ള ജേക്കബിന്റെ അടുത്തേക്ക് ചെന്നു. സാറേ, റിപ്പോർട്ടിൽ എന്തെങ്കിലും തുമ്മുണ്ടോ? ആകാംക്ഷയോടെ മുരളിപ്പിള്ള ചോദിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ജോണിക്കുട്ടിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. അതെങ്ങനെ മനസ്സിലായി സാർ? ജോണിക്കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ കാറ് പെട്രോളാണ്. എന്നാൽ റിപ്പോർട്ടിൽ പറയുന്നതോ അയാൾ ഡീസൽ പുക ശ്വസിച്ചാണ് മരിച്ചതെന്ന്. അയാളുടെ ശ്വാസകോശത്തിൽ ഡീസലിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം മുരളിപ്പിള്ള സ്തംഭിച്ചു നിന്നു. എന്നിട്ട് ചോദിച്ചു,
അപ്പോൾ വേറെ ഏതോ ഡീസൽ വണ്ടിയിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് ജോണിക്കുട്ടിയുടെ കാറിൽ കിടത്തിയതായിരിക്കും. പക്ഷെ ആ വണ്ടി എങ്ങനെ കണ്ടുപിടിക്കും? അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അന്ന് ജോണിക്കുട്ടിയുടെ ആളൊഴിഞ്ഞ വീടിന്റെ മുറ്റത്ത് നിന്നും ലഭിച്ച പൊട്ടിയ ബ്രേക്ക് ലൈറ്റിന്റെ കഷ്ണങ്ങളിൽ നിന്നും ആരംഭിക്കാം. ജേക്കബ് ഉടനെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് വിശദമായി വായിച്ചു. റിപ്പോർട്ടിൽ ബ്രേക്ക് ലൈറ്റിനെ കുറിച്ചുള്ള ചില ഫോട്ടോകളും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അത് പഴയ മോഡൽ അംബാസഡർ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് ആണെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല അതിൽ പ്ലാവ് തടിയുടെ കറയും നാരുകളും ലഭിച്ചിട്ടുണ്ട്. കാറ് പിന്നിലേക്ക് എടുത്തപ്പോൾ പ്ലാവിൽ ഇടിച്ചതാവാമെന്ന അനുമാനവും അതിലുണ്ട്. റിപ്പോർട്ടിൽ ബ്രേക്ക് ലൈറ്റിന്റെ ചിതറിയ കഷ്ണങ്ങൾ യോജിപ്പിച്ചിട്ട് അത് പുനർനിർമ്മിച്ചതിന്റെ ഫോട്ടോയുമുണ്ട്. ജേക്കബ് തന്റെ ഫോണിലെ ക്യാമറയിൽ അതിന്റെ ഫോട്ടോ എടുത്തു. ജേക്കബും മുരളിപ്പിള്ളയും പിന്നെ ഡ്രൈവർ ഷിബുവും ടൗണിലെ സ്പെയർ പാർട്സ് കടകൾ അന്വേഷിച്ചിറങ്ങി. പോകും വഴി അംബാസഡർ കാറിനെ കുറിച്ചും ബ്രേക്ക് ലൈറ്റിനെ കുറിച്ചുമായിരുന്നു അവരുടെ സംഭാഷണം. അവർ ചില കടകളിൽ കയറി ഫോട്ടോയിൽ കണ്ടതുപോലത്തെ ബ്രേക്ക് ലൈറ്റ് അന്വേഷിച്ചെങ്കിലും പഴയ മോഡൽ ആയിരുന്നതുകൊണ്ട് അവർ കയറിയ കടകളിൽ ഒന്നുമില്ലായിരുന്നു. ഇതേ ബ്രേക്ക് ലൈറ്റ് അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു എന്ന് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. സാറേ, ഇതിപ്പോ ഇവിടങ്ങളിലുള്ള കാറല്ലെങ്കിലോ? മുരളിപ്പിള്ള തന്റെ സംശയം പറഞ്ഞു. അതെ, അങ്ങനെയും ആവാം. പക്ഷെ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഇനിയും കുറച്ച് കടകളുണ്ടല്ലോ, ജേക്കബ് ശുഭാപ്തി വിശ്വാസത്തോടെ പറഞ്ഞു. അവർ ജീപ്പിൽ കയറി അടുത്ത കടയിലേക്ക് പോകാനൊരുങ്ങി. ജീപ്പ് സ്റ്റാർട്ടാകുന്നില്ല. ഡ്രൈവർ ഷിബു പലതവണ ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകുന്നില്ല. എന്താടോ, ഡീസൽ തീർന്നോ? മുരളിപ്പിള്ള ചോദിച്ചു. അല്ല സാറേ, ഇന്നലെ രാത്രി ഞാൻ അടിച്ചതാ. ഇത് വേറെ എന്തോ കുഴപ്പാ, ഷിബു പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി ആളെ കൊണ്ടുവാ, മുരളിപ്പിള്ള പറഞ്ഞു. ശരി സാർ. ഷിബു വർക്ക്ഷോപ്പ് അന്വേഷിച്ച് ഒരു ഓട്ടോയിൽ കയറിപ്പോയി. അരമണിക്കൂറിന് ശേഷം ഷിബു വർക്ക്ഷോപ്പിലെ പണിക്കാരനുമായി എത്തി. അയാളെ ജീപ്പിന്റെ ബോണറ്റ് പൊക്കി അവിടേക്ക് പിടിച്ചു കുലുക്കുകയും കയ്യിലെ സ്പാനർ വെച്ച് ചില സ്ഥലങ്ങളിൽ തട്ടുകയൊക്കെ ചെയ്തിരുന്നു. ഷിബു മുരളിപ്പിള്ളയുടെ അടുത്തേക്ക് ചെന്നു. സാറേ, ഒരു കാര്യം പറയാനുണ്ട്, ഷിബു പറഞ്ഞു. എന്താടോ ഒരു ശങ്ക? ഷിബുവിനെ അടിമുടി നോക്കിക്കൊണ്ട് മുരളിപ്പിള്ള ചോദിച്ചു. ഞാൻ പോയ വർക്ക്ഷോപ്പിലെ ഒരു അംബാസഡർ കാർ കണ്ടു. അതിന്റെ വലതുഭാഗത്തെ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയിരിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്ന കാർ തന്നെയാണോ എന്ന് അറിയത്തില്ല, എന്നാലും ഒരു സംശയം. ഷിബു പറഞ്ഞത് കേട്ട് മുരളിപ്പിള്ള സ്തംഭിച്ചു. ഉടനെ തന്നെ ജേക്കബിനോട് കാര്യം പറഞ്ഞു. സാറേ, നമ്മൾ നോക്കുന്ന അംബാസഡർ കാർ പോലെ ഒരെണ്ണം ഷിബു പോയ വർക്ക്ഷോപ്പിൽ കണ്ടെന്ന്. അതിന്റെ വലതുഭാഗത്തെ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയിരിക്കുക. ജീപ്പ് റിപ്പയർ ചെയ്യുന്ന ആളോട് ജേക്കബ് ചോദിച്ചു. നിങ്ങളുടെ വർക്ക്ഷോപ്പിലെ ആ പഴയ അംബാസഡർ കാർ ആരുടെയാ? അറിയത്തില്ല സാർ, ഞാൻ റിപ്പയർ പണി മാത്രമേ ചെയ്യൂ. വണ്ടി വാങ്ങി വയ്ക്കുന്നതൊക്കെ തോമാച്ചനാണ്. അല്പനേരം കഴിഞ്ഞ് ജീപ്പ് സ്റ്റാർട്ടായി. ഉടനെ തന്നെ ജേക്കബും മുരളിപ്പിള്ളയും ആ വർക്ക്ഷോപ്പിലെത്തി. അവരാ കാറ് പരിശോധിച്ചു. അതിന്റെ വലതുഭാഗത്തുള്ള ബ്രേക്ക് ലൈറ്റ് പൊട്ടിയിരുന്നു. മാത്രമല്ല അതിന്റെ ബമ്പറും അല്പം ചളങ്ങിയിട്ടുണ്ട്. ജേക്കബ് തന്റെ കയ്യിലുള്ള ഫോട്ടോ നോക്കി. വലതുഭാഗത്തുള്ള ബ്രേക്ക് ലൈറ്റിന്റെ അതേ ഡിസൈൻ തന്നെയായിരുന്നു അതിൽ. ജേക്കബ് ഉടനെ തന്നെ വർക്ക്ഷോപ്പിലെ ആളുകളെ വിളിച്ചു വരുത്തി. ഇത് ആരുടെ കാറാണ്? ഇത് സഹദേവൻ എന്ന ആളുടെ കാറാണ് സാർ. ബ്രേക്ക് ലൈറ്റ് പൊട്ടിയത് മാറ്റാൻ കൊണ്ടുവന്നതാ. ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഇട്ടേക്കുക, തോമാച്ചൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? തോമാച്ചൻ. എത്ര ദിവസമായി കൊണ്ടുവന്നിട്ട്? 1-2 ആഴ്ചയായി കാണും. അയാൾ ഇതിനിടയ്ക്ക് അന്വേഷിച്ചു വന്നിരുന്നോ? വന്നിരുന്നു, 1-2 തവണ. എവിടെ അയാളുടെ വീട്? അറിയില്ല സാർ, കണ്ടു പരിചയമേ ഉള്ളൂ. ജേക്കബ് കാറിന്റെ നമ്പർ കുറിച്ചെടുത്തു. ട്രാഫിക് വിഭാഗവുമായി ബന്ധപ്പെട്ടു. അവർ കാറിന്റെ ഉടമയുടെ പേരും അഡ്രസ്സും കൊടുത്തു. ഇത് ജോസഫ് എന്നയാളുടെയാണ്, ജേക്കബ് മുരളിപ്പിള്ളയോട് പറഞ്ഞു. അപ്പോ ഈ സഹദേവൻ ഒരുപക്ഷെ അയാളുടെ ഡ്രൈവറാകും. രണ്ടുപേരെയും കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഫോറൻസിക് പരിശോധന നടത്തണം. ജേക്കബ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതനുസരിച്ച് അവരെത്തി വാഹനം പരിശോധിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അവർക്കൊരു തുമ്പൽ ലഭിച്ചില്ല. ബട്ടൺസ്, ഷർട്ടിന്റെ ഒരു ബട്ടൺസ് പിൻസീറ്റിന്റെ താഴെ നിന്ന് ലഭിച്ചു. പിന്നെ കുറച്ച് ഫിംഗർ പ്രിന്റ്സും. കാറ് കസ്റ്റഡിയിലെടുത്തിട്ട് ജേക്കബും മുരളിപ്പിള്ളയും ജോസഫിന്റെ വീട്ടിലേക്ക് പോയി. ഒരു വലിയ വീടാണത്. വിശാലമായ മുറ്റത്ത് ധാരാളം അലങ്കാര പുഷ്പങ്ങൾ ചെടിച്ചട്ടികളിൽ നിരത്തി വച്ചിരിക്കുന്നു. ഗേറ്റിൽ നിന്നും അല്പം ദൂരെയായിട്ടാണ് വീട്. വാഹനം പോകുന്ന വഴിയിൽ തറയോടുകൾ പാകിയിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലും പച്ചപ്പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവരവിടെ ചെന്ന് കോളിമ്പല്ലടിച്ചു. അല്പനേരത്തിന് ശേഷം ഒരു സ്ത്രീ വാതിൽ തുറന്നു. ഞാൻ ജേക്കബ്. സ്ഥലം SI ആണ്. ജോസഫിനെ ഒന്ന് കാണണം. ഇച്ചാൻ ഇവിടെ ഇല്ല. രാവിലെ പുറത്തു പോയതാണ്, അവൾ പറഞ്ഞു. എവിടെയാണ് പോയത്? ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കാണുമായിരിക്കും. സൂപ്പർ മാർക്കറ്റ് എവിടെയാ? അവർ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ജോസഫിന്റെ ഭാര്യയാണ്. എന്താ പേര്? മോളി. ഞങ്ങളൊരു കേസ് അന്വേഷണവുമായി വന്നതാണ്. നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. അകത്തേക്കിരിക്കാം സാർ. മോളി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ജേക്കബും മുരളിപ്പിള്ളയും അകത്ത് കയറി സോഫയിലിരുന്നു. അവർക്ക് അഭിമുഖമായി മോളി സോഫക്കരികിൽ നിന്നു. ഈ മാസം 10-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം ജോസഫ് എവിടെയെങ്കിലും പോയോ? അല്പനേരം മോളി ആലോചിച്ചു. കൃത്യമായി ഓർക്കുന്നില്ല. ഇച്ചായ മിക്കപ്പോഴും രാത്രി വീട്ടിൽ വന്നാലും ചിലപ്പോഴേക്ക് പുറത്തു പോകാറുണ്ട്.
അങ്ങനെ പോകുമ്പോഴേക്ക് എത്ര മണിക്കാണ് തിരികെ എത്താറ്? അപ്പോഴേക്ക് താക്കോലും കൊണ്ട് പോകും. ഇച്ചായൻ തന്നെ വീട് പൂട്ടിയിട്ടാണ് പോകാറ്. ഞാനും പിള്ളേരും 11 കിടക്കും. ജോസഫിന് എന്തൊക്കെ ബിസിനസ്സാണുള്ളത്? ഒരു സൂപ്പർ മാർക്കറ്റും പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറും ഉണ്ട്. ഇച്ചായനൊത്തിരി സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരൊക്കെ ചിലപ്പോഴൊക്കെ മദ്യപിച്ചിരിക്കും. പിന്നെ രാത്രി വൈകിയേ വരാറുള്ളൂ. ഞാൻ അപ്പോഴേക്കും കിടന്നിരിക്കും. ജോസഫിന് എത്ര ഫോൺ നമ്പറുകളുണ്ട്? 5-6 അതിൻ്റെ നമ്പറുകൾ തരൂ. ശരി സാർ. മോളി അവരുടെ ഫോണിൽ നിന്നും 3 നമ്പറുകൾ ജേക്കബിന് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു. ബാക്കി നമ്പറുകൾ എവിടെ? ഇത് 3 ഉള്ളൂ. എൻ്റെ ഫോണിൽ ഇല്ല സാർ. അതൊക്കെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാ. അതെൻ്റെ കയ്യിലില്ല. ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് ജേക്കബും മുരളിപ്പിള്ളയും സ്റ്റേഷനിൽ തിരിച്ചെത്തി. ജേക്കബ് സൈബർ സെല്ലിൽ വിളിച്ച് ജോസഫിൻ്റെ നമ്പർ കൊടുത്തിട്ട് അയാളുടെ ഫോൺ വിളികളുടെ റിപ്പോർട്ട് വേഗത്തിൽ അയക്കാൻ ആവശ്യപ്പെട്ടു. മോളി കൊടുത്ത നമ്പറുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരിധിക്ക് പുറത്തെന്ന സന്ദേശമാണ് ലഭിച്ചത്. ജേക്കബ് തൻ്റെ കസാരയിൽ ചാരിക്കിടന്നുകൊണ്ട് കണ്ണടച്ച് ചിന്തിച്ചു. ജോണിക്കുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതിൽ ഉൾപ്പെട്ട വ്യക്തികളും അവർ കൊടുത്ത മൊഴികളും അങ്ങനെയെല്ലാം. അല്പസമയത്തിന് ശേഷം എന്തോ ചെയ്യാനുള്ള പോലെ കണ്ണുകൾ തുറന്ന് കസാരയിൽ നിന്നും എഴുന്നേറ്റു. സ്റ്റേഷനിലെ കമ്പ്യൂട്ടർ ഓണാക്കി അതിൽ നിന്നും സൈബർ സെൽ അയച്ചു കൊടുത്ത റിപ്പോർട്ട് വിശദമായി വായിച്ചു. ജേക്കബിന് മറ്റൊരു ഫോൺ നമ്പറിൽ സംശയം ജനിച്ചു. ജോണിക്കുട്ടിയുടെ വീട് വരുന്ന ടവറിന്റെ പരിധിയിൽ നിന്നും ഒരു മൊബൈൽ നമ്പറിലേക്ക് ദിവസവും രാത്രി 12 മണിക്ക് ശേഷം ഏകദേശം 1-2 മണിക്കൂറോളം ടൗണിലുള്ള മറ്റൊരു ടവറിന്റെ പരിധിയിൽ നിന്നും കോളുകൾ വരാറുണ്ട്. ദിവസവും ഇങ്ങോട്ട് വരുന്ന കോളുകളല്ലാതെ ആ സിമ്മിൽ നിന്നും പുറത്തേക്കൊരു കോളുകളും പോയിട്ടുമില്ല. ആ 2 സിം കാർഡുകളും ഒരേ അഡ്രസ്സിലുള്ളതായിരുന്നു. സിം കാർഡ് ഉടമയുടെ പേര് സഹദേവൻ. ആ പേര് കണ്ടതും ജേക്കബ് ഉടനെ തന്നെ ജോണിക്കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എടുത്തു നോക്കി. അതിൽ ജോണിക്കുട്ടിയുടെ മരണം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച സഹദേവൻ തന്നെയായിരുന്നു അതെന്ന് ജേക്കബിന് ബോധ്യപ്പെട്ടു. ജേക്കബ് മുരളിപ്പിള്ളയെ വിളിച്ചു. എടോ, ആ സഹദേവനെ പോകണം. അയാളുടെ പേരിപ്പോൾ തന്നെ പല പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ട്. ഏതാ സാറേ? ആ പത്രം കൊടുക്കുന്നവനാണോ? അതെ. സൈബർ സെല്ലിന്റെ റിപ്പോർട്ടിൽ അവന്റെ പേരിലുള്ള 2 സിം കാർഡിൽ നിന്നും ടൗണിലെ 2 സ്ഥലങ്ങളിൽ നിന്നും പരസ്പരം കോളുകൾ പോകാറുണ്ട്. അതും രാത്രി 12 മണിക്ക് ശേഷം മാത്രം. ഏകദേശം 1-2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിളികൾ. അതിലെ ഒരു സിം മരിച്ച ജോണിക്കുട്ടിയുടെ വീടിനടുത്തുള്ള ടവറിന്റെ പരിധിയിലാണ്. എന്നാൽ അതിൽ നിന്നും ഒരു കോള് പോലും പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ സഹദേവൻ 2 സിം എടുത്തിട്ട് ഒരെണ്ണം മറ്റാർക്കോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റേ സിമ്മിൽ നിന്നും കോളുകളൊന്നും പുറത്തേക്ക് പോകാത്തതാണ് മനസ്സിലാവാത്തത്. സംശയത്തോടെ മുരളിപ്പിള്ള പറഞ്ഞു. അതെ, അത് അറിയണമെങ്കിൽ അവനെ ചോദ്യം ചെയ്യണം, സഹദേവനെ. ശരിയാ സാറേ. ജേക്കബും സംഘവും ടൗണിൽ നിന്നും സഹദേവനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഈ നമ്പറുകളിലുള്ള സിം ഇപ്പോൾ ആരുടെ കയ്യിലാ? പേപ്പറിൽ എഴുതിയ 2 ഫോൺ നമ്പറുകൾ സഹദേവനെ കാണിച്ചുകൊണ്ട് ജേക്കബ് ചോദിച്ചു. സഹദേവൻ ആ നമ്പറുകൾ സൂക്ഷിച്ചു നോക്കി. അതറിയില്ല സാർ, ഇതെന്റെ നമ്പറല്ല. ഭാവഭേദമില്ലാതെ സഹദേവൻ പറഞ്ഞു. പിന്നെ എങ്ങനെ ഈ സിം കാർഡുകൾ നിന്റെ അഡ്രസ്സിൽ വന്നത്? നിന്റെ തിരിച്ചറിയൽ രേഖകളുടെ കീഴിലാണ് ഈ 2 നമ്പറുകളും എടുത്തിട്ടുള്ളത്. അതെങ്ങനെ സംഭവിച്ചു? സത്യം പറഞ്ഞോണം, ജേക്കബ് അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. സത്യമായും അറിയില്ല സാർ. എൻ്റെ കയ്യിലുള്ള ഈ നമ്പർ അല്ലാതെ വേറെ നമ്പറൊന്നും ഞാൻ എടുത്തിട്ടില്ല. സത്യം, സഹദേവൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആ ഓട്ട് ഫാക്ടറി നടത്തുന്ന മാത്തം പറഞ്ഞിട്ട് നീയല്ലേ ആ ദിവാകരന് കൊടുക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൽ ഉറക്കമരുന്ന് ചേർത്തത്? അതെ സാറേ. മാത്തൻ സാർ എന്നെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് ചെയ്തു പോയതാ. കൈ കൂപ്പിക്കൊണ്ട് സഹദേവൻ പറഞ്ഞു. നീ ടാക്സിയായി ഓടിക്കുന്ന കാർ എവിടെയുള്ളത്? അത് വർക്ക്ഷോപ്പിലാ. ഏത് വർക്ക്ഷോപ്പിൽ? സഹദേവൻ വർക്ക്ഷോപ്പിന്റെ സ്ഥലം പറഞ്ഞു. ജേക്കബും മുരളിപ്പിള്ളയും പരസ്പരം നോക്കി. അവർ കണ്ടെത്തിയ കാർ ഇട്ടിരുന്ന അതേ വർക്ക്ഷോപ്പിലായിരുന്നു അത്. എന്ത് പണിക്ക് അവിടെ കൊണ്ടിട്ടത്? മുരളിപ്പിള്ള ചോദിച്ചു. അതിന്റെ ബ്രേക്ക് ലൈറ്റ് പൊട്ടി, അത് മാറ്റാനാ. പിന്നെ ബമ്പറും ചളങ്ങിയിട്ടുണ്ട്. എവിടെ ഇടിച്ചതാ? അറിയില്ല സാർ. ഈ മാസം 10-ാം തീയതി ഓട്ടം കഴിഞ്ഞ് ഞാൻ കാർ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടിട്ടതായിരുന്നു. അപ്പോഴൊന്നും കാറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ കാർ എടുക്കാൻ ചെന്നപ്പോഴാണ് കാർ എടുക്കണ്ടെന്നും നാളെ വന്നാൽ മതിയെന്നും മുതലാളി പറഞ്ഞത്. പിറ്റേന്ന് ചെന്നപ്പോഴാണ് ബ്രേക്ക് ലൈറ്റ് പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. ബ്രേക്ക് ലൈറ്റും ബമ്പറും മാറ്റിയിട്ട് ഓട്ടം പോയാൽ മതിയെന്ന് മുതലാളി എന്നോട് പറഞ്ഞു. മുതലാളിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ടെന്നും വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ മതിയെന്നും പറഞ്ഞു. അതെന്താ, സ്വന്തമായി വർക്ക്ഷോപ്പ് ഉള്ളപ്പോൾ നിന്റെ മുതലാളി വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയത്? മുതലാളി അന്ന് രാത്രിയിൽ എവിടെയോ ആ കാർ കൊണ്ടുപോയി റിവേഴ്സ് എടുത്തപ്പോൾ ഒരു പോലീസ് ജീപ്പിൽ ഇടിച്ചെന്നാ പറഞ്ഞത്. മുതലാളിയുടെ വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ പോലീസ് അന്വേഷിച്ച് വന്നേക്കാമെന്നും അതുകൊണ്ട് വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. പിന്നെ കാർ ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇട്ടു. നിന്റെ ജോസഫ് മുതലാളിക്ക് എത്ര കാറുണ്ട്? മുരളിപ്പിള്ള ചോദിച്ചു. ജോസഫ് മുതലാളിയോ? എൻ്റെ മുതലാളിയുടെ പേര് സെബാസ്റ്റ്യൻ എന്നാ. സഹദേവന്റെ മറുപടി കേട്ട് ജേക്കബും മുരളിപ്പിള്ളയും അത്ഭുതപ്പെട്ടു. അപ്പൊ ഇത്രയും നേരം നീ പറഞ്ഞ നിന്റെ മുതലാളി ജോസഫ് അല്ലായിരുന്നോ? ആരാ ഈ സെബാസ്റ്റ്യൻ?
സാറേ, ഞാൻ ഓടിക്കുന്ന ടാക്സി സെബാസ്റ്റ്യൻ മുതലാളിയുടെയാ. എനിക്ക് ഒരു ജോസഫ് മുതലാളിയെയും അറിയത്തില്ല. സെബാസ്റ്റ്യൻ മുതലാളിക്ക് ഒരു വർക്ക്ഷോപ്പും പിന്നെ സ്പെയർ പാർട്സ് കടയുമുണ്ട്. എന്താ നീ ഓടിക്കുന്ന ടാക്സിയുടെ നമ്പർ? ജേക്കബ് ചോദിച്ചു. ABT 2250. ജേക്കബും മുരളിപ്പിള്ളയും വീണ്ടും പരസ്പരം നോക്കി. ഇത്തവണ ആ നോട്ടത്തിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നില്ല. അവരുടെ അന്വേഷണത്തിൽ എവിടെയോ ഒരു പിശക് പറ്റിയിരിക്കുന്നു. അവർ വർക്ക്ഷോപ്പിൽ കണ്ടെത്തിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് ജോസഫ് മുതലാളിയുടേതായിരുന്നു. ജേക്കബ് ഉടനെ തന്നെ സഹദേവൻ പറഞ്ഞുകൊടുത്ത നമ്പർ ട്രാഫിക് വിഭാഗത്തിൽ വിളിച്ചു പറഞ്ഞു കൊടുത്തു. അത് സെബാസ്റ്റ്യൻ എന്നയാളുടെ അംബാസഡർ കാറാണെന്ന് ബോധ്യപ്പെട്ടു. ജേക്കബും മുരളിപ്പിള്ളയും ഉടനെ തന്നെ സെബാസ്റ്റ്യൻ മുതലാളിയുടെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു. പോകും വഴി ജോണിക്കുട്ടിക്ക് അവസാനമായി കോൾ പോയ ബൂത്തിന്റെ ഉടമ മനോഹരനെയും കൂടെ കൂട്ടി. വർക്ക്ഷോപ്പിലെത്തിയിട്ട് സെബാസ്റ്റ്യൻ മുതലാളിയെ അന്വേഷിച്ചു. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. അയാളെ കണ്ടതും മനോഹരൻ ജേക്കബിനോട് പറഞ്ഞു, സാറേ, ഇയാളെ തന്നെ അന്ന് ബൂത്തിൽ കണ്ടത്. എന്താ സാർ? അല്പം പരിങ്ങലോടെ അയാൾ ചോദിച്ചു. നിങ്ങളാണോ സെബാസ്റ്റ്യൻ? ജേക്കബ് ചോദിച്ചു. അതെ. ജോണിക്കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. സ്റ്റേഷൻ വരെ ഇപ്പോൾ വരണം. സെബാസ്റ്റ്യൻ ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ പോയി. ജേക്കബ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ജോണിക്കുട്ടി എന്തിനാ കൊലപ്പെടുത്തിയത്? ജേക്കബ് തുറന്നടിച്ചു ചോദിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഭാവഭേദമില്ലാതെ സെബാസ്റ്റ്യൻ പറഞ്ഞു. നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത നിങ്ങളുടെ കാർ ഞങ്ങൾ കണ്ടെടുത്തു. പിന്നെ ജോണിക്കുട്ടി മരിച്ചു കിടന്നപ്പോൾ ധരിച്ച ഷർട്ടിന്റെ ഒരു ബട്ടൺസും നിങ്ങളുടെ കാറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് വേണോ നിങ്ങൾക്ക്? സെബാസ്റ്റ്യനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ജേക്കബ് പറഞ്ഞു. അല്പനേരം സെബാസ്റ്റ്യൻ നിശബ്ദനായിരുന്നു. അതിനുശേഷം കുടിക്കാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. മുരളിപ്പിള്ള ഒരു കുപ്പി വെള്ളം നൽകി. അത് മുഴുവൻ കുടിച്ചു തീർത്ത ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ മുമ്പ് നല്ല സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം തൊട്ടേ അറിയാമായിരുന്നു. ഞാൻ ജോണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും പലപ്പോഴായി കുറെ കാശ് കടം വാങ്ങിയിരുന്നു. ഞാൻ പല ബിസിനസ്സുകളൊക്കെ ചെയ്തെങ്കിലും ഒന്നും വിജയിച്ചില്ല. അപ്പോഴാണ് വർക്ക്ഷോപ്പ് തുടങ്ങാനുള്ള ആശയം ജോണിക്കുട്ടി എന്നോട് പറഞ്ഞത്. കൂട്ടത്തിൽ സ്പെയർ പാർട്സ് കടയും. അത് തുടങ്ങാനുള്ള കാശ് ജോണിക്കുട്ടി തന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഈ ബിസിനസ്സിൽ നിന്നും കാര്യമായി വരുമാനമൊന്നും കിട്ടിയില്ല. ഒരു മാസം മുമ്പ് ഞങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ തെറ്റി. പിറ്റേന്ന് പറഞ്ഞു തീർത്തെങ്കിലും ആ സംഭവത്തിന് ശേഷം അയാൾക്കെന്തോ മാറ്റമുണ്ടായി. അയാൾ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കടം വാങ്ങിയ കാശ് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കുറെ ആലോചിച്ചിട്ടും മറ്റൊരു വഴിയും കിട്ടാതെ വന്നപ്പോഴാണ് അയാളെ കൊല്ലാൻ തീരുമാനിച്ചത്. എങ്ങനെ? ജോണിക്കുട്ടിയെ ഞാൻ ടൗണിലുള്ള ഒരു ബൂത്തിൽ നിന്നും വിളിച്ചിട്ട് കാശ് തരാമെന്ന് അറിയിച്ചു. ടൗണിന് പുറത്ത് അയാളുടെ തന്നെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ കാശുമായി ഞാൻ വരാമെന്ന് അറിയിച്ചു. ജോണിക്കുട്ടിയുടെ വീട്ടുകാർ ഇതറിയണ്ടെന്നും ഞങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കണമെന്നും ഞാൻ പറഞ്ഞു. അയാൾ അതിന് സമ്മതിച്ചു. അതിൻ്റെ സന്തോഷത്തിന് കുപ്പിയുമായി ഞാൻ അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞു. അവിടെ പോകും വഴി ഞാൻ ഒരു കുപ്പി മദ്യവും കുറച്ച് ഉറക്കഗുളികളും വാങ്ങി. ജോണിക്കുട്ടി അവിടെ എത്തി കുറച്ചു കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തിയത്. കാശിന്റെ കാറിലെ സൂട്ട് കേസിലുണ്ടെന്നും അതിനു മുമ്പ് മദ്യപിച്ച് പിണക്കം മാറ്റിയിട്ട് ബിസിനസ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞത് ജോണിക്കുട്ടി സമ്മതിച്ചു. കുറച്ച് മദ്യപിച്ച ശേഷം ഞാൻ അയാളറിയാതെ ഉറക്കഗുളിക അയാൾ കുടിക്കാൻ വെച്ചിരുന്ന മദ്യത്തിൽ കലർത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ബോധം നശിച്ചു. ഞാൻ അയാളെ എൻ്റെ കാറിന്റെ പിൻസീറ്റിലിരുത്തി എഞ്ചിൻ സ്റ്റാർട്ടാക്കി. പിന്നെ ഞാൻ കൂടെ കരുതിയിരുന്ന ഓസ് പുകക്കുഴലിൽ ഘടിപ്പിച്ച് പിൻവശത്തെ ഡോറിന്റെ ഗ്ലാസ്സിലൂടെ അത് ഉള്ളിലേക്കിട്ടു. മറ്റ് ഗ്ലാസുകളെല്ലാം ഉയർത്തി വെച്ചു. 1 മണിക്കൂറിന് ശേഷം ജോണിക്കുട്ടിയുടെ കാർ ഞാൻ ഓടിച്ച് 1.5 കിലോമീറ്റർ അപ്പുറത്ത് റോഡിന്റെ അരികിൽ നിർത്തിയിട്ട് തിരികെ നടന്നു വന്നു. പിന്നെ ഓസൂരി മാറ്റിയിട്ട് ഡോറിലെ ഗ്ലാസുകൾ താത്തിയിട്ടു. ജോണിക്കുട്ടി മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കാറുമായി അയാളുടെ കാറിന്റെ അടുത്തെത്തി. പിൻവശത്തെ സീറ്റിൽ നിന്നും ജോണിക്കുട്ടിയെ പുറത്തേക്ക് എടുത്തപ്പോൾ എൻ്റെ പിടുത്തമൊന്ന് വഴുതി. ജോണിക്കുട്ടി സീറ്റിലേക്ക് ചരിഞ്ഞു വീണു. ഞാൻ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അയാളുടെ ബട്ടൺസ് പൊട്ടി താഴെ വീണു. കുറെ തിരഞ്ഞെങ്കിലും അത് കിട്ടിയില്ല. പിന്നെ ജോണിക്കുട്ടിയെ അയാളുടെ കാറിനെ ഡ്രൈവർ സീറ്റിലിരുത്തി എഞ്ചിൻ ഓണാക്കി. എൻ്റെ കയ്യിലുള്ള ഓസ് പുകക്കുഴലിൽ പിടിപ്പിച്ച് മറ്റേ അറ്റം ഗ്ലാസ് അല്പം താഴ്ത്തി കാറിന്റെ ഉള്ളിലേക്ക് ഇട്ടു. ഞാൻ തിരികെ പോന്നു. നിങ്ങളുടെ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് എങ്ങനെയാണ് പൊട്ടിയത്? ആ വീട്ടിൽ വെച്ച് കാർ റിവേഴ്സ് എടുത്തപ്പോൾ ഒരു മരത്തിലിടിച്ചു. അങ്ങനെ പൊട്ടിയതാണ്. ജോണിക്കുട്ടിയുടെ കാർ എന്തിനാ റോഡരികിലിട്ടത്? റോഡരികിൽ വെച്ച് ആരും കൊലപാതകം ചെയ്യാൻ തയ്യാറാവില്ലല്ലോ. അപ്പോൾ ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്താൻ വേണ്ടി അപ്പോൾ തോന്നിയൊരു മാർഗമായിരുന്നു അത്. നിങ്ങൾ സഹദേവന്റെ പേരിൽ സിം കാർഡ് എടുത്തിട്ടുണ്ടോ? ജേക്കബ് ചോദിച്ചു. ഇല്ല. സംശയത്തോടെ ജേക്കബിനെ നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു. സെബാസ്റ്റ്യന്റെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തി. അയാളെ സെല്ലിൽ അടച്ചു. അങ്ങനെ ജോണിക്കുട്ടിയുടെ കേസിനും ഒരു തീരുമാനമായി. അല്ലേ സാറേ? മുരളിപ്പിള്ള പറഞ്ഞു. ജേക്കബ് ഗാഢമായി എന്തോ ആലോചിക്കുകയായിരുന്നു. എന്തു പറ്റി സാറേ? മുരളിപ്പിള്ള ചോദിച്ചു. നമ്മൾ സംശയിച്ച ആ ഫോൺ വിളികളെ പറ്റി ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. എന്താ സാറേ? ആ സഹദേവന്റെ പേരിലുള്ള ഫോണോ? അതവന്റെ വല്ല ചുറ്റിക്കളിയുമായിരിക്കും. അവൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ അറിഞ്ഞത്.
വല്ല സെറ്റപ്പും കാണുമായിരിക്കും, ചിരിച്ചുകൊണ്ട് മുരളിപ്പിള്ള പറഞ്ഞു. ജേക്കബ് ചിരിച്ചു എന്ന് വരുത്തി. മുരളിപ്പിള്ള പോയി കഴിഞ്ഞപ്പോൾ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് സെബാസ്റ്റ്യന്റെ നമ്പറും മറ്റു വിവരങ്ങളും കൈമാറി. മുഖ്യമായും തന്റെ മനസ്സിലെ ഒരു സംശയം ദൂരീകരിക്കുകയായിരുന്നു ജേക്കബിന്റെ ഉദ്ദേശം. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേന്ന് ഉച്ചയോടെ സൈബർ സെല്ലിൽ നിന്നും ജേക്കബ് അന്വേഷിച്ച റിപ്പോർട്ട് വിശദമായി വായിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ മുരളിപ്പിള്ളയോട് പറഞ്ഞു, ഇത് സഹദേവന്റെ സെറ്റപ്പ് ഒന്നുമല്ലടോ, സെബാസ്റ്റ്യന്റെ ഒത്തുകളിയാ. അതെന്താ സാറേ? ആകാംക്ഷയോടെ മുരളിപ്പിള്ള ചോദിച്ചു. സൈബർ സെല്ലിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിം കാർഡ് സഹദേവന്റെ പേരിലുള്ളതാണെങ്കിലും അത് ഉപയോഗിച്ച ഫോൺ സെബാസ്റ്റ്യന്റേതാണ്. ഇതേ ഫോണിൽ മുമ്പ് സെബാസ്റ്റ്യന്റെ സിം കാർഡാണ് ഉപയോഗിച്ചിരുന്നത്, 1 വർഷം മുമ്പ് വരെ. ഓരോ ആൻസെറ്റും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അതിന്റെ IMEI നമ്പർ. 1 വർഷം മുമ്പ് വരെ സെബാസ്റ്റ്യന്റെ പേരിലുള്ള സിം ഉപയോഗിച്ച ഫോണിന്റെ IMEI നമ്പറും ഇപ്പോൾ ജോണിക്കുട്ടിയുടെ വീടിനടുത്ത് ടവറിന്റെ പരിധിയിലുള്ള IMEI നമ്പറും ഒന്ന് തന്നെയാണ്. ആരാണ് സാർ അത്? അത്ഭുതത്തോടെ മുരളിപ്പിള്ള ചോദിച്ചു. അതറിയില്ല, അതിനൊരു മാർഗമുണ്ട് സാർ, മുരളിപ്പിള്ള പറഞ്ഞു. എങ്ങനെ? ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ ആ ഫോണിലേക്ക് സെബാസ്റ്റ്യനെ കൊണ്ട് വിളിപ്പിച്ചാൽ പോരെ? മുരളിപ്പിള്ളയുടെ ആശയം ജേക്കബിന് ബോധിച്ചു. ഞാനത് ഓർത്തില്ല, അങ്ങനെ തന്നെ നോക്കാം. സെബാസ്റ്റ്യനോട് എത്ര ചോദിച്ചിട്ടും അയാൾ മറുതലക്കിലുള്ള വ്യക്തിയെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. ജേക്കബിന്റെയും മുരളിപ്പിള്ളയുടെയും മർദ്ദനങ്ങൾക്കും ആ രഹസ്യം സെബാസ്റ്റ്യനെ കൊണ്ട് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ സെബാസ്റ്റ്യനെ കൊണ്ട് ആ ഫോണിലേക്ക് വിളിപ്പിച്ചു. ഫോണിലെ സ്പീക്കർ ഓണാക്കി. ജേക്കബിന്റെ ഫോണിലെ കോൾ റെക്കോർഡിംഗ് ഓൺ ചെയ്തു. 2 തവണ റിംഗ് ചെയ്തിട്ട് മറുതലക്കിൽ നിന്നും ആരോ പറഞ്ഞു, ഇന്നലെ എന്താ വിളിക്കാഞ്ഞത്? ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. സെബാസ്റ്റ്യൻ ഒന്നും മിണ്ടിയില്ല. ജേക്കബ് അയാളോട് സംസാരിക്കാൻ ആംഗ്യം കാട്ടി. എന്നിട്ട് സെബാസ്റ്റ്യൻ മിണ്ടിയില്ല. മറുതലക്കിൽ ഫോൺ കട്ട് ചെയ്യപ്പെട്ടു. അപ്പോഴേക്കും ജേക്കബ് സെബാസ്റ്റ്യന്റെ ചെകിട്ടത്തൊരു നല്ല അടിയും കൊടുത്തു. സെബാസ്റ്റ്യൻ കസാരയിൽ നിന്നും താഴെ വീണു. പിന്നെ കുറച്ചു നേരം സെബാസ്റ്റ്യന്റെ പുറത്ത് ജേക്കബ് തന്റെ അരിശം തീർത്തു. അയാളെ സെല്ലിൽ അടച്ചിട്ട് ജേക്കബും മുരളിപ്പിള്ളയും തിരികെ ജേക്കബിന്റെ മുറിയിലെത്തി. മേശപ്പുറത്തിരുന്ന കുപ്പിയിലെ വെള്ളം കുടിച്ചിട്ട് കസാരയിൽ ചാരി കിടന്നു. സാറേ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? മുരളിപ്പിള്ള ചോദിച്ചു. ഇനി ഒരു അറ്റ കൈ പ്രയോഗമുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ തന്നെ ആ സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയത്. പിറ്റേന്ന് രാവിലെ ജേക്കബും സംഘവും ഒരു വീട്ടിലെത്തി. ആ വീട് കണ്ടതും മുരളിപ്പിള്ള അത്ഭുതപ്പെട്ടു. ജേക്കബ് കോളിംഗ് ബെല്ലടിച്ചു. ഒരു സ്ത്രീ വാതിൽ തുറന്നു. മേഡത്തിനെ ഒന്ന് വിളിക്കൂ, ജേക്കബ് പറഞ്ഞു. അവർ ഉള്ളിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ വാതിൽക്കൽ വന്നു. വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. ജേക്കബും മുരളിപ്പിള്ളയും പിന്നെ സിനി എന്ന വനിതാ കോൺസ്റ്റബിളും അകത്തേക്ക് ചെന്നു. മറ്റു 2 പോലീസുകാർ പുറത്തു നിന്നു. എന്താണ് നിങ്ങളും സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധം? ഞാൻ ഉദ്ദേശിച്ചത് അർദ്ധരാത്രിയിലുള്ള ഫോൺ വിളി ബന്ധം. എനിക്കൊരു ബന്ധവുമില്ല, അവൾ പറഞ്ഞു. ജേക്കബ് തന്റെ ഫോണിൽ തലേന്ന് റെക്കോർഡ് ചെയ്ത ശബ്ദം അവരെ കേൾപ്പിച്ചു. അവിടെ കൂടി നിന്നവരെല്ലാം അവരെ നോക്കി. ഇനി ഒന്നും ഒളിക്കണ്ട, ഈ ശബ്ദം നിങ്ങളുടെ തന്നെയല്ലേ മിസ്സിസ് ആൻസി ജോണിക്കുട്ടി? ആൻസി ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. അപ്പോഴാണ് മുരളിപ്പിള്ളയ്ക്ക് ശ്വാസം നേരെ വീണത്. ഇനി ആൻസിക്ക് പങ്കില്ലായിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ. ആൻസി പറഞ്ഞോളൂ, എന്താ സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള കാരണം? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആൻസി പറഞ്ഞു തുടങ്ങി. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ സെബാസ്റ്റ്യനെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ കുടുംബം അതിനെതിരായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് ജോണിക്കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഞാൻ ജോണിക്കുട്ടിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും എന്ന് അപ്പച്ചൻ പറഞ്ഞെന്നെ മാനസിക സംഘർഷത്തിലാക്കി. അങ്ങനെ എൻ്റെ മനസ്സ് മാറ്റി. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരുന്നില്ല. എന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജോണിക്കുട്ടിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നറിഞ്ഞതോടെ ഞാനും തകർന്നു. കഴിഞ്ഞ വർഷം യാദൃച്ഛികമായി ടൗണിൽ വെച്ച് സെബാസ്റ്റ്യനെ കാണാൻ ഇടയായി. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ സെബാസ്റ്റ്യനുമായി പങ്കുവച്ചു. സെബാസ്റ്റ്യൻ എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള സ്നേഹബന്ധം തുടർന്നു. ചിലപ്പോഴൊക്കെ ജോണിക്കുട്ടി വീട്ടിലില്ലാത്തപ്പോൾ അതീവ രഹസ്യമായി സെബാസ്റ്റ്യൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. സെബാസ്റ്റ്യനും ജോണിക്കുട്ടിയും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളുടെ ബന്ധം ഒരിക്കൽ പോലും ജോണിക്കുട്ടി അറിഞ്ഞിരുന്നില്ല. നേരിൽ കാണാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സെബാസ്റ്റ്യൻ എനിക്കൊരു മൊബൈൽ ഫോൺ തന്നു. രാത്രി 12 മണിക്ക് ശേഷം എന്നും വിളിക്കാമെന്നും അപ്പോൾ മാത്രമേ ഫോൺ ഓണാക്കാവൂ എന്നും പറഞ്ഞു. പിന്നെ ആ ഫോണിൽ നിന്നും ആരെയും വിളിക്കരുതെന്നും. അങ്ങനെ ഞങ്ങളുടെ ബന്ധം തുടർന്നു. എങ്ങനെ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്? ജോണിക്കുട്ടിയുമായുള്ള ജീവിതം ഞാൻ വെറുത്തു. എനിക്ക് സെബാസ്റ്റ്യൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് പല വഴികളും ഞാൻ ആലോചിച്ചു. ഒരു ദിവസം യാദൃച്ഛികമായി പത്രത്തിൽ കണ്ടൊരു വാർത്ത എന്നെ സ്വാധീനിച്ചു. കാറിൻ്റെ ഉള്ളിൽ AC ഓണാക്കി കിടന്നുറങ്ങിയിരുന്ന ഒരാൾ മരിച്ച വാർത്തയായിരുന്നു അത്. കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റായിരുന്നു ആ മരണം. വാഹനത്തിൽ നിന്നും പുറന്നുള്ളുന്ന പുക AC-യിലൂടെ കാറിലെത്തി വിഷബാധയേൽക്കുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇപ്പോൾ സാധാരണമായി സംഭവിക്കാറുള്ളതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യയുടെ രീതിയിൽ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ സംശയം സെബാസ്റ്റ്യനോട് പറഞ്ഞു. സെബാസ്റ്റ്യനത് സമ്മതമായിരുന്നു.
പദ്ധതി പ്രകാരം സെബാസ്റ്റ്യൻ അന്ന് രാത്രിയിൽ ജോണിക്കുട്ടിയെ വിളിച്ചിട്ട് ടൗണിൽ നിന്നും മാറിയുള്ള ഞങ്ങളുടെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് വരുത്തി. അവരവിടെ മദ്യപിച്ചു. സെബാസ്റ്റ്യൻ കൂടെ കരുതിയിരുന്ന ഉറക്കഗുളിക മദ്യത്തിൽ കലർത്തി ജോണിക്കുട്ടിക്ക് നൽകി. മയങ്ങിക്കഴിഞ്ഞപ്പോൾ ജോണിക്കുട്ടിയെ കാറിൽ കിടത്തി ഗ്ലാസ് എല്ലാം ഉയർത്തി വെച്ചിട്ട് പുകക്കുഴലിൽ ഓസ് പിടിപ്പിച്ച് കാറിന്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് എഞ്ചിൻ ഓണാക്കി. പിന്നെ ഞാൻ സെബാസ്റ്റ്യന് രഹസ്യമായി കൊടുത്ത കാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ട് കൺട്രോൾ വെച്ച് കാർ ലോക്ക് ചെയ്തു. അങ്ങനെ വിഷപ്പുക ശ്വസിച്ച് ജോണിക്കുട്ടി മരിച്ചു. ജോണിക്കുട്ടിയുടെ കാർ ആ വീടിന്റെ മുമ്പിലിട്ടാൽ മതിയെന്നാണ് ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞതെങ്കിലും അയാൾ റോഡിലേക്കാണ് കാർ കൊണ്ടിട്ടത്. അതെന്താ റോഡരികിൽ കാർ ഇട്ടാലുള്ള കുഴപ്പം? സാധാരണ ആത്മഹത്യ ചെയ്യാൻ തുനിയുന്നവർ അല്പം സ്വകാര്യമായി മാത്രമേ അത് നടത്താറുള്ളൂ. റോഡരികിൽ അത് സാധിക്കാറില്ലല്ലോ. ജോണിക്കുട്ടിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള വീടാകുമ്പോൾ ആർക്കും സംശയം തോന്നുകയുമില്ലായിരുന്നു. സെബാസ്റ്റ്യന്റെ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. എന്തുകൊണ്ട് ജോണിക്കുട്ടിയുടെ കാറിൽ വെച്ച് തന്നെ അയാളെ കൊലപ്പെടുത്തിയില്ല? മറിച്ച് സെബാസ്റ്റ്യന്റെ കാർ എന്തിനു ഉപയോഗിച്ചു? അത് സെബാസ്റ്റ്യന്റെ ബുദ്ധിയാണ്. സെബാസ്റ്റ്യന്റെ പഴയ കാർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പുക കിട്ടുമെന്ന് വിചാരിച്ചാണ്. ചോദ്യോത്തരങ്ങൾ അവസാനിപ്പിച്ച് ആൻസിയെ അറസ്റ്റ് ചെയ്തു. ജോണിക്കുട്ടിയുമായി ബന്ധപ്പെട്ട കേസുകൾ അങ്ങനെ അവസാനിച്ചു. DYSP കൃഷ്ണൻ നായർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് ബുദ്ധിപരമായ കേസ് അന്വേഷിച്ച ജേക്കബിനെ അദ്ദേഹം അഭിനന്ദിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ജോണിക്കുട്ടിയുടെ മൃതദേഹം വീണ്ടും അതേ കുഴിയിൽ തന്നെ അടക്കം ചെയ്തു. ഗബ്രിയേലച്ചന്റെ സംസാര ശുശ്രൂഷയോടെ ഇത്തവണയെങ്കിലും ജോണിക്കുട്ടിക്ക് നിത്യശാന്തി കിട്ടുമാറാകട്ടെ. എങ്ങനെയുണ്ട് കഥ? സൂപ്പർ കഥയല്ലായിരുന്നു. പുതിയ കഥയുമായി ഉടനെ തന്നെ വരാം. കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ.